ഹലോ എവരിവൺ, നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഗ്രേഡ് 2 ഗ്രേഡ് 3 ലെവലിലുള്ള ഓവർസിയർ എക്സാമിന് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറഞ്ഞ ഏകദേശം 10 മാർക്കോളം വെയിറ്റേജ് ഉള്ള ഒരു സിലബസ് നമുക്കുണ്ട്. ആ ഒരു സിലബസിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന്റെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകളെ ബന്ധപ്പെട്ട് ITI ക്വസ്റ്റ്യൻ ബാങ്കിലുള്ള ക്വസ്റ്റ്യൻസുകൾ, അതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് പോയിന്റ്സുകളും ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യമായിട്ട് നമുക്ക് ഗ്രേഡ് 2 സിലബസിൽ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് പ്ലാനിങ് 10 മാർക്കിനാണ് വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഒരു ലൈൻ മാത്രമാണ് ഈ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന്റെ ടോപ്പിക് ഉള്ളത്. ലേ ഓഫ് ഡ്രോയിങ്, ലൈൻസ്, ലെറ്ററിംഗ്, ഡയമെൻഷനിങ്, സ്കെയിൽസ് ആൻഡ് പ്രൊജക്ഷൻ, ഇത്രയും ഭാഗമാണ്. ബാക്കിയെല്ലാം ബിൽഡിംഗ് ഡ്രോയിങ് അതുപോലെ തന്നെ ആർക്കിടെക്ചർ ഡ്രോയിങ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഗ്രേഡ് 3 സിലബസിലാണ് പെർഫെക്റ്റ്ലി ഒരു എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന് മാത്രമായിട്ടൊരു 10 മാർക്ക് വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുവിധപ്പെട്ട് നമ്മൾ കുറെ നാളുമായിട്ട് കണ്ടുവരുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിൽ ചോദിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ മാക്സിമം 10 മാർക്ക് തന്നെ ഭൂരിപക്ഷം ആൾക്കാരും ഇതിൽ സ്കോർ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈവൻ ഒരു 1 മാർക്ക് പോലും അതിൽ സ്കിപ്പ് ചെയ്യാതെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. അപ്പൊ നമുക്ക് ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളും എല്ലാം നിമി ബേസ്ഡ് ആണ്. ആ നിമി ബേസ്ഡ് ക്വസ്റ്റ്യൻസുകളും അതുപോലെ തന്നെ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളും നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വിച്ച് BIS കോഡ് നമ്പർ ഈസ് റെക്കമെൻഡഡ് ഫോർ ഫോൾഡിംഗ് ഓഫ് ഡ്രോയിങ് ഷീറ്റ്? ഡ്രോയിങ് ഷീറ്റിന്റെ ഫോൾഡിങ്ങുമായി ബന്ധപ്പെട്ട് ഏത് BIS കോഡ് നമ്പർ ആണ് ഉപയോഗിക്കുന്നതാണ്? അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് IS 11664-1986. അവിടെ ആ ഇയർ മാത്രമാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളൂ. 1986 ആണ് ഫോൾഡിങ്ങുമായി ബന്ധപ്പെട്ട കോഡ് നമ്പർ. അപ്പോൾ ഡ്രോയിങ്ങിൽ നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില IS കോഡുകൾ നോക്കാം. ഡ്രോയിങ് ഷീറ്റ് സൈസും അതുപോലെ തന്നെ ലേ ഔട്ടുമായി ബന്ധപ്പെട്ട കോഡാണ് 10711-2001. ഫോൾഡിംഗ് ഓഫ് ഡ്രോയിങ് ഷീറ്റ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് 11664-1986. പ്രാക്ടീസ് ഫോർ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, ജനറലി എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പ്രാക്ടീസ് ആയിട്ട് ബന്ധപ്പെട്ട കോഡാണ് 696-1972. അതും മറ്റൊരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. സ്കൂൾസ് ആൻഡ് കോളേജസ്, അതിന്റെ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട് അതിലെ ഡ്രോയിങ് പ്രാക്ടീസ് ആയിട്ട് ബന്ധപ്പെട്ട കോഡാണ് SP46-1988. സ്പേസിംഗ് ഓഫ് ലെറ്റേഴ്സ് ആസ് പെർ IS കോഡ്, ലെറ്ററിംഗിന്റെ സ്പേസിംഗുമായി ബന്ധപ്പെട്ട കോഡ് എന്ന് പറയുന്നത് 9609-1985 ആണ്. സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിംഗുമായി ബന്ധപ്പെട്ട IS കോഡ് എന്ന് പറയുന്നത് 9609-1983 ആണ്. ഓക്കെ, 9609-1983. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോഡുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ അൺട്രിംഡ് സൈസ് ഓഫ് A5 ഡെസിഗ്നേഷൻ ഡ്രോയിങ് ഷീറ്റ്? നമുക്കറിയാം ഷീറ്റുകളെ മെയിനായിട്ട് ഗ്രേഡ് A, ഗ്രേഡ് B അങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ A ഗ്രേഡ് ആണ്, A സൈസ് ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. A0 മുതൽ A5 വരെ അങ്ങനെ പ്രധാനമായിട്ടുള്ള സൈസുകളുണ്ട്. അപ്പൊ അതിൽ A5 സൈസിന്റെ സൈസ് എന്ന് പറയുന്നത്, A5 പേപ്പറിന്റെ സൈസ് എന്ന് പറയുന്നത് 165/240 ആണ്. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഡ്രോയിങ് ഷീറ്റിന്റെ സൈസും അതിന്റെ BIS റെക്കമെൻഡഡ് ആയിട്ടുള്ള ഡെസിഗ്നേഷൻ ആണ് A സീരീസ്, A0, A1 എക്സെട്ര. ദെൻ അതേപോലെ തന്നെ ട്രിംഡ് സൈസും ഉണ്ട്, അൺട്രിംഡ് സൈസും ഉണ്ട്. അൺട്രിംഡ് സൈസ് ജനറലി നമുക്ക് അതിന്റെ എഡ്ജസ് ഒക്കെ ഒരു ഇംപ്രോപ്പർ ആയിട്ടുള്ള ചില ഒരു ഇതാണ്. അത് നമ്മളൊരു കൊമേഴ്ഷ്യൽ പർപ്പസിൽ അല്ലെങ്കിൽ ഒരു ഡ്രോയിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ ട്രിം ചെയ്തുകൊണ്ട് അതിന്റെ എഡ്ജസ് ഒക്കെ ട്രിം ചെയ്ത് കളഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ട്രിംഡ് സൈസും അൺട്രിംഡ് സൈസും നിങ്ങൾ ആദ്യത്തെ A0 എന്ന് പറയുന്ന സൈസ് പ്രധാനമായിട്ട് പഠിച്ചു വയ്ക്കുക. പറ്റുമെങ്കിൽ A5ഉം പഠിച്ചു വയ്ക്കുക. രണ്ട് എൻഡുകളിലുള്ള പഠിച്ചു വയ്ക്കുക. A0 എന്ന് പറയുന്നത് ട്രിംഡ് സൈസ് 841/1189 ആണ്. എല്ലാ ഡയമെൻഷൻസും മില്ലിമീറ്ററിലാണ് ബൈ ഡിഫോൾട്ട്. അൺട്രിംഡ് സൈസ് എന്ന് പറഞ്ഞാൽ 880/1230 ആണ്. ഓക്കെ, അപ്പൊ ഇതൊരു A0 സൈസ് പേപ്പർ ആണെന്ന് വിചാരിക്കുക. A0 സൈസ് പേപ്പർ, ഈ A0 സൈസിന്റെ ഇതാണ് 841, ഇതാണ് 1189 എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമുക്ക് A1 കിട്ടാനായിട്ട് എന്ത് ചെയ്യാം? ഇതിന്റെ ലാർജസ്റ്റ് ഡയമെൻഷൻ, അതായത് 1189 നേരെ പകുതിയായിട്ട് കട്ട് ചെയ്യാം. 1189 നേരെ പകുതിയായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഹാഫിലും കിട്ടുന്നതാണ് A1 എന്ന് പറയുന്ന രണ്ട് ഷീറ്റുകൾ. ഓക്കെ, അത് A0യുടെ നേരെ പകുതി ഏരിയ ഉള്ള ഒരാളാണ് A1 എന്ന് പറയുന്നത്. അപ്പൊ A1ന്റെ പകുതി സൈസ് എത്രയായിരിക്കും? ഇത് 841 അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ബാക്കി പകുതി എന്ന് പറയുന്നത് 594 ആയിരിക്കും, ഏകദേശം 594. ഇനി ഇപ്പൊ നമുക്ക് കിട്ടിയ A1നെ വീണ്ടും ലാർജസ്റ്റ് ഡയമെൻഷൻ ഏതാണ്? 841 ആണ് ഇപ്പോ, അല്ലെ? അതിനെ നേരെ പകുതിയായിട്ട് കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് A2 എന്ന് പറയുന്ന രണ്ടുപേര് A2. അപ്പോൾ A2യുടെ വ്യത്യാസം വരാത്ത ഏതാണ്? 594 കണ്ടോ, അതുപോലെ തന്നെ വരുന്നുണ്ട്. ഇനി
841 നേരെ പകുതി 420 ആണ് ഏകദേശം വരുന്നത്, 420 ആയിട്ട് വരുന്നു. 420.5 വരും, നമ്മളത് 420 ആയിട്ട് എടുക്കുന്നു മാത്രം. ഓക്കെ, ഇനി A2നെ A3 ആക്കാൻ എന്ത് ചെയ്യുക? ഈ A2യുടെ വലിയ സൈസ് ഏതാണ്? 594 ആണ്. അതിനെ നേരെ പകുതിയായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A3 കിട്ടി. അതിനെ പകുതിയായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ A4 കിട്ടി. അതിനെയും പകുതിയായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ A5 കിട്ടി. ഇങ്ങനെയാണ് ഓരോ ഡ്രോയിങ് ഷീറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അഡ്ജസന്റ് ആയിട്ടുള്ള രണ്ട് ഡ്രോയിങ് ഷീറ്റുകളുടെ ഏരിയകളുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:1 ആണ്. ലാർജസ്റ്റ് A0 ആണ്, പിന്നെ അതിന്റെ പകുതി 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 ഏരിയകളായിട്ട് വരും. അപ്പൊ ആദ്യത്തെ ഡ്രോയിങ് ഷീറ്റിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മീറ്റർ സ്ക്വയർ ആയിരിക്കും. ഒരു A0 ഷീറ്റ് നിങ്ങൾ നിരത്തി വെച്ച് കഴിഞ്ഞാൽ ആ ഷീറ്റിന്റെ സ്പേസ് 1 മീറ്റർ സ്ക്വയർ ഏരിയയിലായിരിക്കും അത് ഓക്യുപ്പൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 0.5 മീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇത് 0.25 മീറ്റർ സ്ക്വയർ ആയിരിക്കും. ആ ഒരു ഓർഡറിൽ അങ്ങോട്ട് താഴേക്ക് പകുതി പകുതി എടുത്ത് പോയാൽ മതി. അതിൽ A2 എന്ന് പറയുന്നത് ഒരു സ്പെസിഫൈ ചെയ്ത് കാണിച്ചിരിക്കുന്നതിന് കാരണം A2 ഡ്രോയിങ് ഷീറ്റിലാണ് നമ്മൾ എഞ്ചിനീയറിംഗിലൊക്കെ ഡ്രോയിങ് വരയ്ക്കുന്നത് A2 ഷീറ്റാണ്. അതിനെ നമ്മൾ മടക്കിയിട്ടാണ് കൊടുക്കുക, അല്ലെ? നമ്മളത് നിവർത്തി അതുപോലെ തന്നെയല്ല നമ്മൾ സാറിന് കൊടുക്കാറ്. അതിനെ ഒരു പ്രത്യേക രീതിയിൽ മടക്കിയിട്ടാണ് കൊടുക്കുക. ആ മടക്കി കഴിഞ്ഞാൽ അത് A4 സൈസിലേക്കാണ് മടക്കേണ്ടത്. A4 സൈസിലേക്കാണ് ഫോൾഡഡ് ഷീറ്റിന്റെ സൈസ്. A2 ആണ് നമ്മൾ ഡ്രോയിങ് ഷീറ്റിന്റെ ഒറിജിനൽ സൈസ്. ഇനി അൺട്രിമഡ് സൈസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 165/240 ആണ് വരുന്നത്. 165/240. അപ്പോൾ ഈ 841 ഓരോ ഷീറ്റിലുള്ള ലാർജസ്റ്റ് ഡയമെൻഷൻ അടുത്ത ഷീറ്റിലേക്ക് നേരെ എടുത്ത് എഴുതാം. ഓക്കെ, അതെല്ലാ ഷീറ്റിലും ഒരുപോലെ തന്നെ. ഇനി അടുത്ത വലിയ ഡയമെൻഷന്റെ നേരെ പകുതി, ഓൾമോസ്റ്റ് പകുതി ആക്കിയിട്ട് ഇങ്ങോട്ട് എഴുതുക. അതാണ് ഈ ഓർഡർ. അൺട്രിമഡ് സൈസിൽ കുറച്ച് വ്യത്യാസമുണ്ട്. 880 അതുപോലെ തന്നെ 625 ലാർജസ്റ്റ് ഡയമെൻഷൻസ് ഇങ്ങോട്ട് എടുത്തെഴുതാം അടുത്ത സ്റ്റെപ്പിലേക്ക്. പക്ഷെ അടുത്ത ഡയമെൻഷന്റെ പകുതി, നേരെ പകുതിയല്ല, അത് ഏകദേശം 615 എന്നാണ് വരിക. 1230യുടെ പകുതി പറഞ്ഞാൽ 615 ആണ്. അതിന്റെ +10 ആഡ് ചെയ്തിട്ട് വേണം 625 എഴുതാം. അതുപോലെ 880യുടെ പകുതി എന്നാൽ 440 ആണ്. അതിന്റെ കൂടെ ഒരു +10 ആഡ് ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് എഴുതാനായിട്ട്. ദെൻ അടുത്ത രണ്ട് സ്റ്റെപ്പിൽ +15 വേണം ആഡ് ചെയ്യാനായിട്ട്. ലാസ്റ്റ് നിങ്ങൾ അതുപോലെ തന്നെ പകുതിയാക്കിയിട്ട് എഴുതിയാൽ മതി. അതായത് 330യുടെ പകുതിയായിട്ട് എഴുതിയാൽ മതി. അതിൽ വീണ്ടും +1 ആഡ് ചെയ്യണ്ട. ഓക്കെ, ഇതാണ് ഡ്രോയിങ് ഷീറ്റിന്റെ പ്രധാനപ്പെട്ട സൈസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൊജക്ഷൻ ഓഫ് ദ ഇഫ് ദ റിസീഡിംഗ് ലൈൻസ് ആർ ഡ്രോൺ ടു ഹാഫ് സ്കെയിൽ? പ്രൊജക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. പ്രൊജക്ഷൻസ് അതുപോലെ തന്നെ കോണിക് സെക്ഷൻസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. പ്രൊജക്ഷനിൽ റിസീഡിംഗ് ലൈൻസ് ഹാഫ് സ്കെയിൽ വരയ്ക്കുകയാണെങ്കിൽ അത് എന്ത് ടൈപ്പ് പ്രൊജക്ഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാബിലിയർ, കാബിനറ്റ്, ക്ലിനോഗ്രാഫിക്, ആക്സണോമെട്രിക്. അപ്പൊ പ്രൊജക്ഷനുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. അതിൽ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്ന എന്താണ്? ക്യാബിനറ്റ് പ്രൊജക്ഷൻ എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്യാബിനറ്റ് പ്രൊജക്ഷൻ. സോ അപ്പൊ എന്താണ് ഈ ഡ്രോയിങ്ങിന്റെ ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് ആദ്യമേ നോക്കാം. പ്രൊജക്ഷൻസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പാരലൽ ആൻഡ് കൺവെർജന്റ്. കൺവെർജന്റിനെ തന്നെ നമ്മൾ പെർസ്പെക്റ്റീവ് എന്ന് പറയും. ഈ പാരലൽ പ്രൊജക്ഷന് തന്നെ രണ്ട് കാറ്റഗറീസ് ആണ്, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനും അതുപോലെ തന്നെ ഒബ്ലിക് പ്രൊജക്ഷനും. ഓർത്തോഗ്രാഫിക്കിൽ വരുന്ന രണ്ടുപേരാണ് മൾട്ടിവ്യൂ പ്രൊജക്ഷൻ അതുപോലെ തന്നെ ആക്സണോമെട്രിക് പ്രൊജക്ഷൻ. മൾട്ടിവ്യൂവിൽ വരുന്ന 4 പേരാണ് ഫസ്റ്റ് ആംഗിൾ, സെക്കൻഡ് ആംഗിൾ, തേർഡ് ആംഗിൾ, ഫോർത്ത് ആംഗിൾ എന്നൊക്കെ പറയുന്നത്. ഇനി ആക്സണോമെട്രിക്കിൽ വരുന്ന ആൾക്കാരാണ് ഐസോമെട്രിക്, ഡൈമെട്രിക്, ട്രൈമെട്രിക്. ഈ ക്ലാസിഫിക്കേഷൻ തന്നെ ഈ ക്വസ്റ്റ്യൻസുകളാണ്. അതായത് ഇപ്പോൾ മൾട്ടിവ്യൂ എന്നുള്ളത് ഏത് ടൈപ്പ് പ്രൊജക്ഷൻ ആണ്, അത് ഓർത്തോഗ്രാഫിക് ആണോ, ഒബ്ലിക് ആണോ, പാരലൽ പെർസ്പെക്റ്റീവ് ആണോ എന്നുള്ളതൊക്കെ ചോദ്യമാണ്. അപ്പോൾ മൾട്ടിവ്യൂ എന്ന് പറയുന്നത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ആണ്, ഓർത്തോഗ്രാഫിക് എന്ന് പറയുന്നത് പാരലൽ പ്രൊജക്ഷൻ ആണ്. ഇനി കൺവെർജന്റ് അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനിൽ തന്നെ വരുന്ന 3 പേരാണ് 1 പോയിന്റ്, 2 പോയിന്റ്, 3 പോയിന്റ്. 1 പോയിന്റ് നമ്മൾ പാരലൽ എന്ന് പറയും, 2 പോയിന്റ് ആംഗുലർ എന്ന് പറയും, 3 പോയിന്റ് ഒബ്ലിക് എന്ന് പറയും. ഇപ്പൊ പാരലൽ പ്രൊജക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന പ്രൊജക്ടേഴ്സ് പരസ്പരം പാരലൽ ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പാരലൽ പ്രൊജക്ഷൻ. അത് പരസ്പരം ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോകുക അല്ലെങ്കിൽ ഒരു ആംഗുലർ മൂവ്മെന്റിലാണ് പോകുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് കൺവെർജന്റ് അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ. ഇനി അത് ഓർത്തോഗ്രാഫിക് ആവുന്നത് എപ്പോഴാണ്? ഈ പാരലൽ പ്രൊജക്ടേഴ്സ് പോയിട്ട് ഒരു പ്ലെയിനിൽ പെർപെൻഡിക്കുലർ ആയിട്ട് വന്ന് പതിക്കുമ്പോൾ അതിന് നമ്മൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നു. അത് ഇൻക്ലൈൻഡ് ആയിട്ടാണ് വന്ന് പതിക്കുന്നതെങ്കിൽ അത് ഒബ്ലിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നു. ഈ ഓർത്തോഗ്രാഫിൽ തന്നെയാണ് മൾട്ടിവ്യൂ അതുപോലെ തന്നെ ആക്സണോമെട്രിക്. നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റിലൊക്കെ വെച്ചുകൊണ്ട് ഓരോ വ്യൂസ് വരയ്ക്കുന്നതിനാണ് മൾട്ടിവ്യൂ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ആക്സണോമെട്രിക്കിൽ നമ്മൾ ഐസോമെട്രിക്, അതായത് ഒരു വ്യൂവിൽ തന്നെ നമുക്ക് അതിന്റെ ഒരു 3 ഡയമെൻഷണൽ വ്യൂ കാണാൻ സഹായിക്കുന്നതാണ് ആക്സണോമെട്രിക് പ്രൊജക്ഷൻസ്. ഈ ഐസോമെട്രിക് പ്രൊജക്ഷന്റെ 2 മെത്തേഡുകളാണ് കാബിനറ്റ് പ്രൊജക്ഷനും കാബിലിയർ പ്രൊജക്ഷനും. നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ ഒബ്ലിക് പ്രൊജക്ഷൻ ഈസ് ബേസ്ഡ് ഓൺ സ്കെയിൽസ് ബൈ വിച്ച് ദ റിസീഡിംഗ് ലൈൻസ്. റിസീഡിംഗ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യൂവിനെ, ഒരു ബോക്സിനെ നിങ്ങൾ നോക്കുകയാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്.
ഈ ബോക്സിനെ നിങ്ങൾ ഒരു സെർട്ടൺ ആംഗിളിൽ നോക്കുമ്പോൾ അതിന്റെ ഏറ്റവും ഫ്രണ്ടിൽ കാണുന്ന ഈ വ്യൂ അല്ലെങ്കിൽ ആ ഒരു ഷേപ്പ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എപ്പോഴും ഈ ഐസോമെട്രിക് പ്രൊജക്ഷനിൽ ആ ഫ്രണ്ടിലുള്ള ഫേസ് അതുപോലെ തന്നെ കാണാൻ പറ്റും. അതിനെ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കുന്ന ഈ പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കുന്ന ഈ എഡ്ജസ് ഒരു സെർട്ടൺ ആംഗിളിൽ അങ്ങോട്ട് അകന്നു പോകുന്ന പോലെ നമുക്ക് തോന്നും. ആ ഒരു ലൈൻസിനെയാണ് നമ്മൾ റിസീഡിങ് ലൈൻസ് എന്ന് പറയുന്നത്. റിസീഡിങ് ലൈൻസ്. ഈ റിസീഡിങ് ലൈൻസ് എത്ര, അല്ലെങ്കിൽ ആ റിസീഡിങ് എഡ്ജസ് എത്ര ലെങ്ത്തിൽ ഞാൻ വരയ്ക്കുന്നു എന്നതിനെ ബേസ്ഡ് കൊണ്ടാണ് ഈ രണ്ട് ക്ലാസിഫിക്കേഷൻ. ആ റിസീഡിങ് എഡ്ജ് ഞാൻ എക്സാക്ട് ലെങ്ത്തിൽ, അതായത് ഒറിജിനൽ ബോക്സിന്റെ ലെങ്ത് L ആണെങ്കിൽ അതേ ലെങ്ത് എടുത്തുകൊണ്ടാണ് ഞാൻ ഇവിടെ റിസീഡിങ് എഡ്ജ് വരയ്ക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് കാബിലിയാർ പ്രൊജക്ഷൻ. ദാറ്റ് ഈസ് കോൾഡ് കാബിലിയാർ പ്രൊജക്ഷൻ. ഇനി അത് ഞാൻ പകുതി ആക്കിയിട്ടാണ് ഇവിടെ വരയ്ക്കുന്നതെങ്കിൽ, പകുതി ലെങ്ത്തിലാണ് വരയ്ക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ക്യാബിനറ്റ് പ്രൊജക്ഷൻ. ക്യാബിനറ്റ് പ്രൊജക്ഷൻ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ക്വാഡ്രിലാറ്ററൽ ഹാസ് ഓൾ ദ സൈഡ്സ് ഈക്വൽ ആൻഡ് ആംഗിൾസ് ആർ നോട്ട് അറ്റ് റൈറ്റ് ആംഗിൾസ്? അതായത് എല്ലാ സൈഡുകളും ഈക്വൽ ആയിട്ട്. ക്വാഡ്രിലാറ്ററൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വശങ്ങളുള്ള ഒരു ക്ലോസ്ഡ് പോളിഗൺ വിളിക്കുന്ന പേരാണ് ക്വാഡ്രിലാറ്ററൽ. ക്വാഡ്രി എന്ന് വെച്ചാൽ 4 എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ 4 വശങ്ങളുള്ള ഒരു സ്ട്രേറ്റ് ലൈൻസുകൾ, 4 സ്ട്രേറ്റ് ലൈൻസുകൾ ഫോം ചെയ്ത് ഒരു ക്ലോസ്ഡ് ഫിഗർ ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. അതിന്റെ 2 സൈഡുകൾ, എല്ലാ സൈഡുകളും ഈക്വൽ ആണ്, പക്ഷെ എല്ലാ ആംഗിൾസുകളും ഈക്വൽ അല്ലാതായിട്ട് വരുന്ന ഏത് ഷേപ്പാണ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് റോംബസ്. റോംബസ് ആണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് ക്വാഡ്രിലാറ്ററൽ നോക്കാം. ഒന്ന് പാരലോഗ്രം. പാരലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇത് എ ആണെങ്കിൽ ഇതും എ ആണ്, പക്ഷെ അഡ്ജസന്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. ഓപ്പോസിറ്റ് പെയർ ഓഫ് സൈഡ്സ് എപ്പോഴും പാരലൽ ആയിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അഡ്ജസന്റ് സൈഡ്സുകൾ ഈക്വൽ ആവണം നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ആംഗിൾസുകൾ ഈക്വൽ ആയിരിക്കും, അഡ്ജസന്റ് ആംഗിൾസുകൾ ഈക്വൽ ആവില്ല. ഇത് തീറ്റ ആണെങ്കിൽ ഇതും തീറ്റയാണ്, ഇത് ആൽഫ ആയിരിക്കും, വേറെ ആംഗിൾ ആയിരിക്കും. ഓക്കെ. ഇനി സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൈഡുകളും ഈക്വലും എല്ലാ ആംഗിൾസും റൈറ്റ് ആംഗിൾസും ആയിട്ട് വരുന്ന ഒരു ഷേപ്പാണ് സ്ക്വയർ എന്ന് പറയുന്നത്. റെക്ടാംഗിൾ എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ സൈഡുകളും ഈക്വൽ ആവില്ല, അല്ലെ? ഒരു സ്ക്വയറിനെ പിടിച്ച് വലിച്ചു നീട്ടാണ്. അപ്പോൾ അഡ്ജസന്റ് സൈഡ്സുകൾ ഈക്വൽ അല്ലാതായിട്ട് വരുന്ന ഒരു സ്ക്വയർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ റെക്ടാംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് ഈക്വൽ, അതുപോലെ തന്നെ എല്ലാ ആംഗിൾസും എത്രയായിരിക്കണം? 90 ഡിഗ്രി ആയിട്ട് വരുന്ന ആൾക്കാരാണ് റെക്ടാംഗിൾ എന്ന് പറയുന്നത്. ഇനി റോംബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോംബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്വയറിനെ തന്നെ ഒന്ന് ചെരിച്ചു വെച്ചാൽ മതി. സ്ക്വയറിൽ തന്നെ എല്ലാ സൈഡുകളും ഈക്വൽ ലെങ്ത് ആണ്, പക്ഷെ ആംഗിൾസ് 90 ഡിഗ്രി അല്ലാതായിട്ട് വരുന്ന ഒരു കേസാണെന്ത്? റോംബസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ട്രപ്പീസോയിഡ്, ട്രപ്പീസിയം പല റീജിയൻസിലും അത് മാറ്റി മാറ്റി പറയാറുണ്ട്. UK യിലും US ലും അത് തിരിച്ചാണ് പറയാറ്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഡെഫിനേഷൻ പഠിക്കാം. ട്രപ്പീസോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി 1 പെയർ ഓഫ് പാരലൽ സൈഡ്സ്, ഏകദേശം ഒരു പെയർ ഓഫ് പാരലൽ സൈഡ്സ്, ഏകദേശം അല്ല, ഏതെങ്കിലും ഒരു പെയർ ഓഫ് സൈഡ്സ് പാരലൽ ആയിട്ട് വരുന്നു, അടുത്ത പെയർ പാരലൽ അല്ലാതായിട്ട് വരുന്നതിനാണ് നമ്മൾ ട്രപ്പീസോയിഡ് എന്ന് പറയുന്നത്. ട്രപ്പീസിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനി ക്വാഡ്രിലാറ്ററൽ, ജനറലി എനി ക്വാഡ്രിലാറ്ററലിനെ വിളിക്കുന്ന പേരാണ് ട്രപ്പീസിയം എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ്, വേർ ദ പ്ലാൻ ഈസ് പ്ലേസ്ഡ് ഇൻ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ പ്ലാൻ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നതെന്നാണ്. ബിലോ എലിവേഷൻ, എബോ എലിവേഷൻ, ലെഫ്റ്റ് ഓഫ് എലിവേഷൻ, റൈറ്റ് ഓഫ് എലിവേഷൻ. പ്ലാൻ എന്ന് പറയുന്നത് എന്താ? ഒരു ഒബ്ജക്റ്റിനെ മുകളിൽ നിന്ന് നോക്കുന്ന വ്യൂ ആണ് പ്ലാൻ വ്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോപ്പ് വ്യൂ എന്നും പറയാം. എലിവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റിനെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്നതാണ് ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ എലിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു ഒബ്ജക്റ്റിനെ തേർഡ് ക്വാഡ്രന്റിൽ പ്ലേസ് ചെയ്തുകൊണ്ട് വരയ്ക്കുന്നതിനാണ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അതിൽ പ്ലാൻ എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? എബോവ് എലിവേഷൻ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ സ്പേസിനെ പ്രധാനമായിട്ടുള്ള 2 പ്ലെയിൻസുകളാണ്. ഒന്ന് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ. ഇവർ രണ്ടുപേരും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ആ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 2 പ്ലെയിൻസ് ചേർന്ന് 4 ക്വാഡ്രൻസുകൾ ഫോം ചെയ്യുന്നു. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇവിടെയാണ് ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നത്, വെച്ചാൽ എബോവ് HP ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP. സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഹൈൻഡ് VP എബോവ് HP. തേർഡ് ക്വാഡ്രന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഹൈൻഡ് VP ബിലോ HP. അതുപോലെ തന്നെ ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ഫ്രണ്ട് ഓഫ് VP പക്ഷെ ബിലോ HP ആണ്. ഓക്കെ. ഇതാണ് 4 ക്വാഡ്രന്റ്. അതിൽ തേർഡ് ക്വാഡ്രന്റിലെ വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ഒബ്ജക്റ്റിനെ തേർഡ് ക്വാഡ്രന്റിൽ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണല്ലോ തേർഡ് ക്വാഡ്രന്റ് ഇരിക്കുന്നത്. ഇത് HP, ഇത് VP, ഇവിടെയാണ് നിങ്ങളുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. നിങ്ങൾ നോക്കുന്നത് എപ്പോഴും ഫ്രണ്ട് വ്യൂ നോക്കുന്നത് ഇവിടെ നിന്നും, ടോപ്പ് വ്യൂ നോക്കുന്നത് എപ്പോഴും ഇവിടെ നിന്നും ആയിരിക്കണം, മുകളിൽ നിന്നായിരിക്കണം. അപ്പോൾ ഈ 2 വ്യൂസിനെയും ഒബ്സ്ട്രക്ട് ചെയ്യുന്ന രീതിയിലാണ് ആ 2 പ്ലെയിൻസ് ഇരിക്കുന്നത്, അല്ലെ? 2 വ്യൂ നോക്കുമ്പോഴും എനിക്ക് ആ പ്ലെയിൻ എന്ന് പറയുന്ന ആള് ആ ഒബ്ജക്റ്റിനും ഒബ്സർവറിനും ഇടയ്ക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 പ്ലെയിൻസുകളും ട്രാൻസ്പാരന്റ് ആയാൽ മാത്രമേ എനിക്ക് ഈ ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുള്ളൂ.
അതായത് ബോത്ത് HP ആൻഡ് VP ഷുഡ് ബി വാട്ട് ട്രാൻസ്പാരന്റ്. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂ ഞാൻ വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്തു, ടോപ്പ് വ്യൂ ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്കും പ്രൊജക്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇപ്പൊ കിട്ടുന്ന ഒരു ബുക്ക് നമ്മളിങ്ങനെ മടക്കി വെച്ച പോലെ. ഇനി എനിക്ക് അതിനൊരു എന്താക്കണം, ഒരു പ്ലെയിനിലേക്ക് കൊണ്ടുവരണം. പ്ലെയിനിലേക്ക് കൊണ്ടുവരാനായിട്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ HP-യിലുള്ള വ്യൂവിനെ നേരെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വേണം എപ്പോഴും റൊട്ടേറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ HP VP കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു ലൈൻ എവിടേക്ക് ഉണ്ടായിരിക്കും, ദാറ്റ് ഈസ് കോൾഡ് XY ലൈൻ. ഈ XY ലൈനിന് മുകളിലേക്ക് നമ്മൾ എന്ത് പോകും, ടോപ്പ് വ്യൂ പോകും, താഴേക്ക് ഫ്രണ്ട് വ്യൂ പോകും. താഴെ ആയിരിക്കും ഫ്രണ്ട് വ്യൂ. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതാണ് ഒരു ഒബ്ജക്റ്റിനെ തേർഡ് ക്വാഡ്രന്റിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടോ, ഈ ഒബ്സർവറിനെ നോക്കുന്ന ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ സമയത്ത് ആ ഫ്രണ്ടിൽ തന്നെയാണ് അതിന്റെ വെർട്ടിക്കൽ പ്ലെയിൻ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ ഡെവലപ്പ് ചെയ്യുന്നത്. ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ടോപ്പിൽ തന്നെയാണ് അതിന്റെ ടോപ്പ് വ്യൂ ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ബോട്ടത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എനിക്കൊരു ബോട്ടം വ്യൂ കിട്ടണമെങ്കിൽ എവിടെ തന്നെ ഡെവലപ്പ് ചെയ്യണം, ഈ ബോട്ടത്തിൽ തന്നെ ഞാൻ വരയ്ക്കണം. ഇനി ഒബ്ജക്റ്റിനെ ഇവിടെ കണ്ടോ, ഫ്രണ്ട് വ്യൂ ഞാൻ ഒബ്ജക്റ്റിന്റെ ഫ്രണ്ടിൽ തന്നെ വരച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ടോപ്പ് വ്യൂ ഞാൻ ഒബ്ജക്റ്റിന്റെ ടോപ്പിൽ തന്നെ വരച്ചിരിക്കുന്നു. ബോട്ടം വ്യൂ ഒബ്ജക്റ്റിന്റെ ബോട്ടത്തിൽ തന്നെ വരച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് വ്യൂ എവിടെ തന്നെ വരയ്ക്കണം, ലെഫ്റ്റിൽ തന്നെ വരയ്ക്കണം. റൈറ്റ് സൈഡ് വ്യൂ എവിടെ വരയ്ക്കണം, റൈറ്റ് സൈഡിൽ തന്നെ വരയ്ക്കണം. ബാക്ക് വ്യൂ അല്ലെങ്കിൽ റയർ വ്യൂ എന്ന് പറയുന്നത് റയർ എൻഡിൽ, അതിൽ ബാക്കിൽ തന്നെ വരയ്ക്കണം. അതായത് ഒരു ഒബ്സർവർ എവിടെ നിന്നാണോ നോക്കുന്നത് ആ സൈഡിൽ തന്നെയാണ് ആ വ്യൂ ഡെവലപ്പ് ചെയ്യുന്നത്, പ്രൊജക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രത്യേകതയാണ് എന്തിലുള്ളത്, ഈ പറഞ്ഞ തേർഡ് ആംഗിൾ പ്രൊജക്ഷനിലുള്ളത്. ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ തേർഡ് ക്വാഡ്രന്റ്. പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ഈസ് ബിറ്റ്വീൻ ഒബ്സർവർ ആൻഡ് ഒബ്ജക്ട്. ടോപ്പ് വ്യൂ ഈസ് എബോ XY line, ഫ്രണ്ട് വ്യൂ is below XY line. Both vertical and horizontal planes are transparent. Left side view on left side and right side view on right side. Okay. Next question. How the unidirectional system of dimensions are read in engineering drawings? From the top to the top of the drawing, bottom left side, from bottom of drawing, from right side. ഡയമെൻഷൻ സിസ്റ്റത്തിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, അലൈൻഡ് സിസ്റ്റം അതുപോലെ തന്നെ യൂണി ഡയറക്ഷണൽ സിസ്റ്റം. അതിൽ യൂണി ഡയറക്ഷണൽ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണ്, നമ്മൾ ആ ഡയമെൻഷൻസ് റീഡ് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കണം, ഫ്രം ബോട്ടം ഓഫ് ദ ഡ്രോയിങ് ആയിരിക്കണം. അപ്പൊ നമുക്കൊരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ അലൈൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ ആ ഒരു എഡ്ജ് നിൽക്കുന്നത് അതിന് അലൈൻഡ് ആയിട്ടായിരിക്കും നമ്മൾ അതിന്റെ റീഡിങ് എഴുതുന്നത്. ജനറലി ഈ ഒരു ബോട്ടത്തിൽ നിന്നോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്നോ വായിക്കാവുന്ന രീതിയിലാണ് എപ്പോഴും ആ ഒരു ഡ്രോയിങ്ങിന്റെ ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ടായിരിക്കുക. യൂണി ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ഈ ഡ്രോയിങ്ങിന്റെ ബോട്ടത്തിൽ നിന്ന് വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് എപ്പോഴും ഉണ്ടായിരിക്കുക. കണ്ടോ, നമ്മൾ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ നിന്ന് നോക്കിയാൽ മതി, അതിൽ തന്നെ എല്ലാ റീഡിങ്ങുകളും നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവിടെ കണ്ടോ, ഈ 20 സൈഡിൽ എഴുതിയിരിക്കുന്നതൊക്കെ ചെരിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്, അതായത് ആ ഒരു എഡ്ജിന് പാരലൽ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. നോക്കുകയാണെങ്കിൽ dimension is placed, aligned system dimension is placed perpendicular to their dimension lines and preferably near the middle and can be read from, ഇതാണ് important point, bottom or from the right hand side. ഇനി unidirectional the dimensions are placed parallel to the horizontal dimension and can be read only from the bottom of the drawing sheet. And any other direction നമുക്ക് വായിക്കാൻ പറ്റില്ല, ബോട്ടത്തിൽ നിന്ന് വായിക്കുന്ന രീതിയിലാണ് അതിനെ അലൈൻ ചെയ്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്കെയിൽ ഈസ് യൂസ്ഡ് ഇൻ മാപ്സ്? മാപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് സ്കെയിൽ ആണെന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് എൻ ഒബ്ജക്ട് ഇൻ ഡ്രോയിങ് ഡിവൈഡ് ബൈ ആക്ച്വൽ ലെങ്ത് അല്ലെ. അപ്പൊ ഒരു ഒബ്ജക്റ്റിന്റെ ഡ്രോയിങ്ങിലെ ലെങ്ത് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ലെങ്ത്, ഇതിനാണ് നമ്മൾ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാപ്പ് ഒക്കെ വരയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രദേശത്തെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ വേൾഡിന്റെ ഒക്കെ മാപ്പ് എന്ന് പറയുന്നത് അതിന്റെ ആക്ച്വൽ ലെങ്ത് എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. അതിനൊരു ചെറിയൊരു പേപ്പറിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് എത്രയും ചുരുക്കാൻ പറ്റുമോ അത്രത്തോളം ചുരുക്കിയിട്ട് വേണം കൊണ്ടുവരാനായിട്ട്. അപ്പൊ ഏതായിരിക്കും നിങ്ങളുടെ ഒരു ഗസ്? ഒബ്വിയസ്ലി ഡി ആയിരിക്കും. ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നൗ വേർ ഈസ് ദ റെയർ വ്യൂ പ്ലേസ്ഡ് ഇൻ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ? റെയർ വ്യൂ പ്ലേസ് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്നുള്ളതാണ്. ഈ ക്വസ്റ്റിനിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, കാരണം ബിടെക് ലെവലിലൊക്കെയുള്ള ചില സ്റ്റാൻഡേർഡ് ബുക്കുകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് അത് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ ITയുടെ ബുക്കിൽ കൊടുത്തിരിക്കുന്ന ആൻസർ ഇറ്റ് ഈസ് ലെഫ്റ്റ് സൈഡ് ഓഫ് റൈറ്റ് സൈഡ് വ്യൂ. ലെഫ്റ്റ് സൈഡ് ഓഫ് റൈറ്റ് സൈഡ് വ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്താണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തേർഡ് ആംഗിൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഒബ്ജക്റ്റിനെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ പ്ലേസ് ചെയ്യുക. അതായത് ഇത് HP ഇത് VP ആണെങ്കിൽ
ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്ത് ഇവിടെ നിന്ന് ഫ്രണ്ട് വ്യൂ നോക്കുന്നു, ഇവിടെ നിന്ന് ടോപ്പ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് വ്യൂവിനെ ആ ഒരു പ്ലെയിൻ ഒബ്സ്ട്രക്ട് ചെയ്യുന്നില്ല. കാരണം ഡയറക്റ്റ് ആയിട്ട് എനിക്ക് രണ്ട് വ്യൂവിലും ഈ ഒബ്ജക്റ്റ് ക്ലിയർലി വിസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്ലെയിൻസും ട്രാൻസ്പാരന്റ് ആണെങ്കിലും അല്ലെങ്കിലും എനിക്ക് ഇവിടെ ഒരു ഇമേജ് ഇവിടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഒബ്ജക്റ്റിനെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ പ്ലേസ് ചെയ്യുന്നു. ഒബ്ജക്റ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ പ്ലെയിൻ ആൻഡ് ഒബ്സർവർ. ഒബ്സർവറിനും പ്ലെയിനും ഇടയ്ക്കാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ഇനി ഒബ്ജക്റ്റിനെ ക്ലിയർലി നേരിട്ട് വിസിബിൾ ആയതുകൊണ്ട് തന്നെ ഒബ്സർവറിന് രണ്ട് വ്യൂവിലും ഈ ഒബ്ജക്റ്റിനെ നേരിട്ട് വിസിബിൾ ആയതുകൊണ്ട് തന്നെ ഈ പ്ലെയിൻസ് ട്രാൻസ്പാരന്റ് അല്ലെങ്കിലും എനിക്ക് അവിടെ ഒബ്ജക്റ്റിനെ കാണാൻ പറ്റും. അതുകൊണ്ട് ബി പി ആൻഡ് എച്ച് പി മേ ഓർ മേ നോട്ട് ബി ട്രാൻസ്പാരന്റ് എന്ന് പറയാം. ഇനി നമ്മൾ നോക്കൂ, ഇവിടെ ഈ ഫ്രണ്ട് വ്യൂവിൽ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഫ്രണ്ട് വ്യൂ ഡെവലപ്പ് ചെയ്യുന്നത് ഒബ്സർവറും ഒബ്ജക്റ്റും കഴിഞ്ഞിട്ട് ഈ ഒബ്ജക്റ്റിന്റെ ബാക്ക് സൈഡിലാണ് പ്ലെയിൻ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെയാണ് ഫ്രണ്ട് വ്യൂ ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഒബ്സർവറും ഒബ്ജക്റ്റും കഴിഞ്ഞ് ഒബ്ജക്റ്റിന്റെ അടിയിലാണ് നമുക്ക് ടോപ്പ് വ്യൂ കിട്ടുന്നത്. അതായത് ബാക്ക് സൈഡിൽ ഫ്രണ്ട് വ്യൂ, ബോട്ടത്തിൽ ടോപ്പ് വ്യൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒബ്ജക്റ്റിന്റെ ബാക്ക് സൈഡ് വ്യൂ എവിടെയായിരിക്കണം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? അത് ഫ്രണ്ടിലായിരിക്കണം. കണ്ടോ, ഇവിടെയാണ് ബാക്ക് വ്യൂ ഡെവലപ്പ് ചെയ്യുന്നത്. നേരത്തെ തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ നമ്മൾ ഫ്രണ്ടിൽ തന്നെയായിരുന്നു ഫ്രണ്ട് വ്യൂ വന്നത്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡ് വ്യൂ എവിടെ തന്നെയായിരിക്കും? റൈറ്റ് സൈഡിൽ തന്നെയായിരിക്കും. ലെഫ്റ്റ് സൈഡ് വ്യൂ ലെഫ്റ്റിൽ തന്നെയായിരിക്കും. ആയിരിക്കും? അല്ല, അത് തേർഡ് ആംഗിൾ അല്ലേ. അപ്പൊ റൈറ്റ് സൈഡ് വ്യൂ ലെഫ്റ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡ് വ്യൂ റൈറ്റ് സൈഡിലുമാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ റൈറ്റ് സൈഡ്, ഇതാണ് ലെഫ്റ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്ന പക്ഷേ റൈറ്റ് സൈഡ് വ്യൂവും റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്നത് ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്. ഇനി മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ടോപ്പ് വ്യൂ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ബോട്ടത്തിലാണ്. ബോട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ അതിന്റെ ബോട്ടം വ്യൂ ഡെവലപ്പ് ചെയ്യുന്നപ്പോൾ എവിടെയായിരിക്കും? ടോപ്പിലായിരിക്കും. ഇങ്ങനെയാണ് അത് വരയ്ക്കേണ്ട മെത്തേഡ്. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? റയർ വ്യൂ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്? റയർ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാക്ക് സൈഡ് വ്യൂ ആണ്. ബാക്ക് സൈഡ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ ലെഫ്റ്റ് സൈഡ് വ്യൂയുടെ റൈറ്റ് സൈഡിലായിട്ടാണ് അത് ഏകദേശം വരുന്നത്. ലെഫ്റ്റ് സൈഡ് വ്യൂയുടെ റൈറ്റ് സൈഡിലാണ് എന്ത് ഈ ഒരു ബാക്ക് വ്യൂ വരുന്നത്. പക്ഷെ അഗെയിൻ ഞാൻ പറയുന്നത് മറ്റു ചില ബുക്കുകളിൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡ് രണ്ട് സൈഡിലും വേണമെങ്കിൽ വെക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് തൽക്കാലം ഈ ITI ബുക്കിൽ പറയുന്നത് പഠിക്കാം. ലെഫ്റ്റ് സൈഡ് വ്യൂയുടെ റൈറ്റ് സൈഡിലായിട്ടാണ്, സോറി, ലെഫ്റ്റ് സൈഡ് ഓഫ് റൈറ്റ് സൈഡ് വ്യൂ, റൈറ്റ് സൈഡ് വ്യൂയുടെ ലെഫ്റ്റ് സൈഡ്, അങ്ങനെ ലെഫ്റ്റ് സൈഡ് വ്യൂയുടെ റൈറ്റ് സൈഡ്, എങ്ങനെ വേണമെങ്കിലും പറയാം. രണ്ട് രീതിയിലും നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ഇതാണ് എന്ത് പറയുന്നത് ഈ പറഞ്ഞ ബാക്ക് സൈഡ് വ്യൂ അല്ലെങ്കിൽ റയർ വ്യൂ പ്ലേസ് ചെയ്യുന്നതിന്റെ ഒരു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് BIS കോഡ് ഈസ് റെക്കമെൻഡഡ് ഫോർ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പ്രാക്ടീസ്? ഡ്രോയിങ് പ്രാക്ടീസിന് ഉപയോഗിക്കുന്ന ഏത് കോഡാണ്? ഞാൻ ഓൾറെഡി കുറെ കോഡുകൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കൂടെ നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ആൻസർ ഈസ് 962/1989 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ട്രയാങ്കിൾ ദാറ്റ് ഹാസ് 3 unequal sides ആൻഡ് ആംഗിൾസ്? എല്ലാ സൈഡുകളും ഈക്വൽ അല്ലാതായിട്ട് വരുന്ന ലെങ്ത്തുകൾ, അതുപോലെ തന്നെ ഈക്വൽ അല്ലാതായിട്ടുള്ള ആംഗിൾസും വരുന്ന ട്രയാങ്കിൾ ഏതാണ്? ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതാണ്. ദാറ്റ് ഇസ് കോൾഡ് വാട്ട്? സ്കെയിലീൻ ട്രയാങ്കിൾ. ഇപ്പൊ ട്രയാങ്കിൾസിനെ നമുക്ക് സൈഡിന്റെ ലെങ്ത്തിനെ ബേസ് ചെയ്തുകൊണ്ട് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, ആംഗിളിനെ ബേസ് ചെയ്തുകൊണ്ട് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സൈഡ് ലെങ്ത്തിനെ ബേസ് ചെയ്തുകൊണ്ട് സ്കെയിലീൻ ട്രയാങ്കിൾ എല്ലാ സൈഡുകളും ഡിഫറെന്റ് ലെങ്ത് ആയിട്ട് വരുന്നതും എല്ലാ ആംഗിൾസും ഡിഫറെന്റ് ആയിട്ട് വരുന്നതുമാണ് സ്കെയിലീൻ ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും രണ്ട് സൈഡുകൾ ഈക്വൽ ലെങ്ത് ആയിട്ട് വരുന്നു, തേർഡ് സൈഡ് ഡിഫറെന്റ് ലെങ്ത് ആയിട്ട് വരുന്നു, അതാണ് ഐസോസിലസ് ട്രയാങ്കിൾ. അപ്പൊ ഈ ഓരോ സൈഡിനും ഓപ്പോസിറ്റ് ആംഗിൾസും എന്ത് തന്നെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് ഡിഫറെന്റ് ആംഗിൾ ആയിരിക്കും. ഓക്കെ, ഇനി രണ്ട് ഈക്വൽ ആംഗിൾസ് വരുന്നതാണ് ഐസോസിലസ്. ഇനി ഈക്വലാറ്ററൽ എന്ന് പറയുമ്പോൾ എല്ലാ സൈഡുകളും ഈക്വൽ ആയിട്ട് വരുന്ന ഒരു ട്രയാങ്കിൾ ആണ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. അതുകൊണ്ട് തന്നെ എല്ലാ ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇനി ആംഗിളിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കതിനെ അക്യൂട്ട് ആംഗിൾ, എല്ലാ ആംഗിൾസും <90° ആയിട്ട് വരുന്ന ഒരു ട്രയാങ്കിൾ ആണ് അക്യൂട്ട് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ആംഗിൾ 90° ആയിട്ട് വരുന്നതാണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ആംഗിൾ ഗ്രേറ്റർ ദാൻ 90, ശ്രദ്ധിക്കുക, എല്ലാ ആംഗിളും ഗ്രേറ്റർ ദാൻ 90 ആവാനായിട്ട് പോസിബിൾ അല്ല. ഏതെങ്കിലും ഒരു ആംഗിൾ ഗ്രേറ്റർ ദാൻ 90 ആയിട്ട് വരുന്നതാണ് ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, which is the sum of interior angle of hexagon corresponding to the external angle? Question again confusion ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്. What is the sum of the interior angle of a hexagon corresponding to the external angle? ഒരു ഹെക്സഗണിന്റെ ഇന്റീരിയർ ആംഗിളും കറസ്പോണ്ടിങ് എക്സ്റ്റീരിയർ ആംഗിളും തമ്മിലുള്ള സം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ആൻസർ ഈസ് D. അതെങ്ങനെയാണെന്നുള്ള ഒന്ന് കറക്റ്റ് ചെയ്യാം.
ഫോർ എക്സാമ്പിൾ ഒരു ഹെക്സഗൺ എന്ന് വെച്ചാൽ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു 6 സൈഡുള്ള ഒരു ക്ലോസ്ഡ് പോളിഗണെ വിളിക്കുന്ന പേരാണ് ഹെക്സഗൺ. ഈ ഹെക്സഗണിന്റെ ഇതാണ് ഇന്റേണൽ ആംഗിൾ എന്ന് പറയുന്നത്. രണ്ട് എഡ്ജസ് തമ്മിൽ ആ ഫിഗറിന്റെ ഉള്ളിൽ ഫോം ചെയ്യുന്നതാണ് ഇന്റേണൽ ആംഗിൾ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഇന്റേണൽ ആംഗിളും ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുന്നത് ഈ എഡ്ജിനെ ഞാനൊന്ന് ഇലോങ്ങേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊന്ന് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസ് തമ്മിലുള്ള θ1 θ2 ഇത് തമ്മിലുള്ള സം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒബ്വിയസ്ലി അത് ഒരു സ്ട്രേറ്റ് ലൈൻ അല്ല, സ്ട്രേറ്റ് ലൈനിന്റെ സം എത്രയായിരിക്കും? 180 ഡിഗ്രി. പക്ഷെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചില റിസൾട്ടുകൾ അറിഞ്ഞിരിക്കണം. ഈ ഹെക്സഗണിന്റെ തന്നെ ഇന്റേണൽ ആംഗിൾസ് എത്ര ഇന്റേണൽ ആംഗിൾസ് ഉണ്ട്? 6 ഇന്റേണൽ ആംഗിൾസ് ഉണ്ടായിരിക്കും. 6 സൈഡ് ഉണ്ടെങ്കിൽ 6 ഇന്റേണൽ ആംഗിൾസ് ഉണ്ടായിരിക്കും. ഈ ഇന്റേണൽ ആംഗിൾസിന്റെ സമ്മ് കാണാനുള്ള ഫോർമുലയാണ് 2n-4 × 90 ഡിഗ്രി. അതായത് n സൈഡ് ഉള്ള ഒരു പോളിഗണിന്റെ ഇന്റേണൽ ആംഗിൾസിന്റെ സമ്മ് കാണാനുള്ള ഫോർമുലയാണ് 2n-4 × 90. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടായിരിക്കും n-2 × 180 എന്നും പഠിച്ചിട്ടുണ്ടായിരിക്കും. രണ്ടും സെയിം തന്നെ. ഇതിന്ന് 2 വെളിയിലേക്ക് എടുത്താൽ മതി. n-2 × 180. ഓക്കെ. ഇനി സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ, ഇവിടെ വേറൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ആംഗിൾ ആണ്, ഈ ടോട്ടൽ ആംഗിൾ θ. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ആംഗിൾ 2n+4 × 90 ഡിഗ്രി ആണ്. 2n+4 × 90 ഡിഗ്രി. ഓക്കെ. അപ്പൊ സം ഓഫ് ഇന്റേണൽ ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഹാവിംഗ് n സൈഡ്സ് 2n-4 × 90. എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ആ ബാക്കിയുള്ള കംപ്ലീറ്റ് ആംഗിൾ, അതാണ് 2n+4 × 90. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇത് എപ്പോഴാണ് ഒരു റെഗുലർ പോളിഗൺ ആയിട്ട് മാറാം? എല്ലാ സൈഡുകളും ഈക്വൽ ലെങ്ത് ആയിട്ട് വരികയാണെങ്കിൽ അത്തരം പോളിഗണെ വിളിക്കുന്ന പേരാണ് റെഗുലർ പോളിഗൺ. റെഗുലർ പോളിഗണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇന്റേണൽ ആംഗിൾസിന്റെയും വാല്യൂസ് സെയിം ആയിരിക്കും. എല്ലാ ഇന്റേണൽ ആംഗിൾസിന്റെയും വാല്യൂസ് സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് സമ്മ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഇന്റേണൽ ആംഗിൾ കിട്ടാലോ. സോ 1 ഇന്റേണൽ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ആണെങ്കിൽ ഒരു ഇന്റേണൽ ആംഗിൾ എന്ന് പറയുകയാണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു 2n-4 × 90. ഇതാണല്ലോ സമ്മ്. അതിന് n സൈഡ്സ് അല്ലേ ഉള്ളത്, n ആംഗിൾസ് ഉണ്ടല്ലോ. അപ്പൊ ഒരു ഇന്റേണൽ ആംഗിളിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2n-4 × 90 /n ആയിരിക്കും. ഓക്കെ. അപ്പൊ ഹെക്സഗൺ ആണെങ്കിൽ എന്നിന് എന്ത് കൊടുക്കണം? 6 കൊടുക്കണം. നമുക്ക് കുറച്ച് ഷേപ്പുകൾ പിന്നീട് കാണാം. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് ഡയമെൻഷനിങ് ഷോൺ ഇൻ ദ ഫിഗർ? നമ്മൾ നേരത്തെ കണ്ടു. ഇവിടെ നമ്മൾ നോക്കിയിരിക്കുന്ന ഈ തന്നിരിക്കുന്ന ഫിഗർ കണ്ടോ? ഈ തന്നിരിക്കുന്ന ഫിഗറിൽ ഈ ഇവിടെ 45 എഴുതിയിട്ടുണ്ട്. ഇവിടെ 16, 20 അല്ലെങ്കിൽ 30 എന്നൊക്കെ എഴുതിയിരിക്കുന്നത് ആ വശത്തിന് പാരലായിട്ടാ. ഇങ്ങനെയാണ് വെർട്ടിക്കൽ ആയിട്ടാണ് എഡ്ജ് നിൽക്കുന്നതെങ്കിൽ അത് നമ്മൾ ചെരിച്ച് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ചെരിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? അലൈൻഡ് സിസ്റ്റം ആയിരിക്കും. ഇനിയിപ്പോ 45 ഇങ്ങനെ എഴുതി, 16 ഇങ്ങനെ എഴുതി, 20 ഇങ്ങനെ എഴുതി, ഇങ്ങനെ എഴുതി പോകുന്നതാണത് യൂണി ഡയറക്ഷണൽ സിസ്റ്റം എന്ന് പറയുന്നത്. Therefore the answer is what? A. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ഫാക്ടർ 1:1 റെപ്രസെന്റ്? ഇതെന്ത് ടൈപ്പ് ഫാക്ടർ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഡയമെൻഷൻ ഓഫ് ഡ്രോയിങ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ഡയമെൻഷൻ. ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? സ്കെയിൽ എന്ന് പറഞ്ഞത്. ഇത് ഈ സ്കെയിലില് 1:1 വരികയാണെങ്കിൽ അതിനർത്ഥം എന്താ? ഡ്രോയിങ്ങിലെ ഡയമെൻഷനും ആക്ച്വൽ ഡയമെൻഷനും സെയിം ആണ്. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോ ഈ പെന്നിന്റെ ഒരു ഡ്രോയിങ് വരയ്ക്കണമെങ്കിൽ ഈ പെന്നിന് അങ്ങനെ വലിയ ലെങ്ത് ഒന്നുമില്ല. എനിക്കൊരു ഡ്രോയിങ് ഷീറ്റിൽ ഒതുങ്ങി നിൽക്കുന്ന ലെങ്തേ ഉള്ളൂ. മേ ബി എനിക്ക് ഇതിന്റെ ആക്ച്വൽ ലെങ്ത് എടുത്ത് വേണമെങ്കിൽ വരയ്ക്കാം. അപ്പൊ അത്തരം കേസുകളിൽ നമ്മൾ ഡ്രോയിങ്ങിലെ ഡയമെൻഷനും ആക്ച്വൽ ഡയമെൻഷനും സെയിം ആയിട്ട് വരുന്ന കേസിനാണെന്ന് പറയുന്നത് ഫുൾ സ്കെയിൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഫുൾ സ്കെയിൽ. ഇപ്പൊ നമുക്ക് കുറച്ച് സ്കെയിൽ നോക്കുകയാണെങ്കിൽ, റേഷ്യോ ഓഫ് ദ ലീനിയർ ഡയമെൻഷൻ ഓഫ് ദ ഒബ്ജക്ട് ആസ് റെപ്രസെന്റഡ് ഇൻ ഡ്രോയിങ്, അതായത് ഡ്രോയിങ്ങിലെ ഡയമെൻഷൻ ഡിവൈഡ് ബൈ ആക്ച്വൽ ഡയമെൻഷൻ ഓഫ് ദ സെയിം ഒബ്ജക്ട്, അതിനെയാണെന്ന് പറയുന്നത് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള സ്കെയിലുകളാണുള്ളത്: റെഡ്യൂസിങ് സ്കെയില്, എൻലാർജിങ് സ്കെയില്, ഫുൾ സ്കെയില്. റെഡ്യൂസിങ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റില് റെഡ്യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മാപ്പ്, ആ മാപ്പിൽ ഒരു 1 കിലോമീറ്ററുള്ള റോഡിനെ ഞാൻ മേ ബി ഒരു 1 മില്ലിമീറ്ററോ ആയിട്ടായിരിക്കാം ഞാൻ ചിലപ്പോൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഡ്രോയിങ്ങിൽ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ആ ഒബ്ജക്റ്റിനെ റെഡ്യൂസ് ചെയ്തു, അതിന്റെ വലിപ്പം റെഡ്യൂസ് ചെയ്ത് കാണിക്കുന്നു. അതാണ് റെഡ്യൂസിങ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി എൻലാർജിങ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റിനെ വലുതാക്കി കാണിക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, വളരെ ചെറിയ ഒരു സ്ക്രൂവോ അല്ലെങ്കിൽ ചെറിയൊരു നട്ട്, ചെറിയ എന്തെങ്കിലും ഒരു പിന്ന്, അങ്ങനെയൊക്കെയുള്ള ഡ്രോയിങ്ങിനെ നമ്മൾ കുറച്ചൊന്ന് വലുതാക്കി കാണിക്കേണ്ടി വരും. എന്നാലേ അതിന്റെ ഡയമെൻഷൻസ് ഒക്കെ ക്ലിയർ ആയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അത്തരം കേസുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആക്ച്വൽ ഒബ്ജക്റ്റിനേക്കാൾ വലിയ ഡ്രോയിങ് വരയ്ക്കുന്നു. അതാണ് എൻലാർജിങ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ഒബ്ജക്ട്സ് അതേ സൈസിൽ വരയ്ക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ഫുൾ സ്കെയിൽ എന്ന് പറയുന്നു. വാട്ട് ഡസ് ദ ഫാക്ടർ 2:1 റെപ്രസെന്റ്? അപ്പോൾ നേരത്തെ പറഞ്ഞ ഞാൻ എക്സാമ്പിൾസ് പറയാതിരിക്കാൻ കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നതുകൊണ്ടാണ്. ഫുൾ സ്കെയിൽ എന്ന് പറഞ്ഞ എന്തായിരുന്നു? 1:1 ആയിരുന്നു. ഇനി ഞാൻ എക്സാമ്പിൾ പറയാണ്,
x:1 വേർ x ഗ്രേറ്റർ ദാൻ 1. ഇതിന്റെ മീനിങ് എന്താ? ഡ്രോയിങ് ഡിവൈഡ് ബൈ ആക്ച്വൽ. ഇതാണ് x/1 എന്ന് പറയുന്നത്. x എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1. ഫോർ എക്സാമ്പിൾ 2/1 ഞാൻ എടുത്തിരിക്കുകയാണ് ഈ ക്വസ്റ്റ്യനിലെ പോലെ. അതിനർത്ഥം എന്താ? ആക്ച്വൽ ഡയമെൻഷൻ 1 മീറ്റർ ഉള്ളുവെങ്കിൽ ഡ്രോയിങ് ഡയമെൻഷൻ 2 മീറ്റർ ഉണ്ട് എന്ന് വെച്ചാൽ ഡ്രോയിങ്ങിലേക്ക് വന്നപ്പോൾ ഞാൻ ആക്ച്വൽ ഡയമെൻഷനെ വലുതാക്കി കാണിച്ചു എന്നല്ല അർത്ഥം. ആ വലുതാക്കി കാണിക്കുന്ന ഏത് സ്കെയിലാണ്? എൻലാർജിങ് സ്കെയിൽ. ദെർഫോർ ദി ആൻസർ ഈസ് വാട്ട്? എൻലാർജിങ് സ്കെയിൽ. ഇനി 1:2 എന്നാണ് നിങ്ങളോട് ചോദിച്ചിരുന്നെങ്കിലോ, ആക്ച്വൽ ഡയമെൻഷൻ 2 മീറ്റർ ഉണ്ട്, പക്ഷെ നിങ്ങൾ ഡ്രോയിങ്ങിലേക്ക് കൊണ്ടുവന്നപ്പോൾ 1 മീറ്റർ ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് ചെറുതാക്കി കാണിക്കുന്നു. ദാറ്റ് ഈസ് എ റെഡ്യൂസിങ് സ്കെയിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് സ്കെയിൽ ഈസ് യൂസ്ഡ് ഇൻ ഐസോമെട്രിക് പ്രൊജക്ഷൻ? ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഒരു ആക്സണോമെട്രിക് പ്രൊജക്ഷന്റെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. ഐസോമെട്രിക്, ഡയമെട്രിക്, ട്രൈമെട്രിക്. ഈ ആക്സണോമെട്രിക് പ്രൊജക്ഷൻ എവിടെ നിന്നാണ് വന്നത്? അത് പാരലൽ പ്രൊജക്ഷന് വരുന്ന ഒരു കാറ്റഗറി ആയിരുന്നു. ഓക്കെ, അപ്പൊ ഐസോമെട്രിക് പ്രൊജക്ഷനിൽ നമ്മളൊരു പ്രത്യേക രീതിയിലുള്ള സ്കെയിലാണ് ഉപയോഗിക്കുക. ദാറ്റ് ഈസ് കോൾഡ് ഐസോമെട്രിക് സ്കെയിൽ. ഐസോമെട്രിക് സ്കെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യൂബ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ക്യൂബിനെ ഒരു പ്രത്യേക രീതിയിൽ ചെരിച്ചു കഴിഞ്ഞാൽ ക്യൂബിനെ നമുക്ക് 2 ഡയഗണൽസ് ഉണ്ട്. ഒരു ക്യൂബ് ആണെന്ന് വിചാരിക്കാം. ഈ ക്യൂബിന്റെ ടോപ്പ് ഫേസ് ABCD, ബോട്ടം ഫേസ് EFGH. ഇതിന്റെ ബാക്കിൽ ഒരു ഫേസ് ഉണ്ടായിരിക്കുമല്ലോ, എഡ്ജ് ഉണ്ടായിരിക്കും, EFGH. ഈ A മുതൽ C വരെ ഞാനൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ A to F, C to F ഇങ്ങനെയൊക്കെ വരയ്ക്കുന്ന ലൈൻസിനെയാണ് അതിന്റെ ഫേസ് ഡയഗണൽ എന്ന് പറയുന്നത്. പക്ഷേ ഒരു മുകളിലുള്ള A എന്ന് പറയുന്ന കോർണറിൽ നിന്ന് ഞാൻ ഓപ്പോസിറ്റ് താഴെയുള്ള ഒരു G എന്ന് പറയുന്ന കോർണറിലേക്ക് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അത് ആ ഒരു ക്യൂബിന്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ഡയഗണലാണ്. ദാറ്റ് ഈസ് കോൾഡ് ബോഡി ഡയഗണൽ. ഈ ക്യൂബിന് ഒരു പ്രത്യേക രീതിയിൽ നിങ്ങളൊന്ന് ചെരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഈ ബോഡി ഡയഗണൽ, ഫോർ എക്സാമ്പിൾ എന്റെ കയ്യിലിരിക്കുന്ന ഈ പെന്നുണ്ട്, ഈ പെന്നിന് ഞാൻ ചെരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാ ഒരു പോയിന്റ് ആയിട്ടാണ് അതിനെ കാണുന്നത്. ഇതേപോലെ തന്നെ ഈ ക്യൂബിന് ഒരു പ്രത്യേക രീതിയിൽ നിങ്ങൾക്ക് ചെരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബോഡി ഡയഗണൽ AG എന്ന് പറയുന്ന ഡയഗണലിനെ നിങ്ങൾക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പോയിന്റ് പോലെയായിട്ട് കാണാം. ആ പോയിന്റ് ആണ് ഇവിടെ ഒരു ബ്ലൂ ഡോട്ട് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ആക്ച്വലി അതൊരു ലൈനാണ്, പക്ഷെ അതൊരു ബ്ലൂ ഡോട്ട് ആയിട്ട് നിങ്ങൾക്ക് കാണുള്ളൂ. ആ ഡോട്ടിനെ നമ്മൾ അതിന്റെ ബോഡി ഡയഗണലിന്റെ ഒരു ഫ്രണ്ട് വ്യൂ ആയിട്ട് കാണുന്ന രീതിയിൽ ആ ക്യൂബിനെ എപ്പോൾ നിങ്ങൾ പിടിക്കുന്നോ ആ വ്യൂവില് ആ ഒരു പൊസിഷനിൽ ആ ക്യൂബിനെ നിങ്ങൾ നോക്കി കാണുന്നതിനാണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഐസോമെട്രിക് പ്രൊജക്ഷനിൽ ആ ക്യൂബിന്റെ ഫ്രണ്ട് സൈഡിലുള്ള 3 എഡ്ജസ് ഉണ്ടല്ലോ, ഈ 3 എഡ്ജസ് അതിന് ഐസോമെട്രിക് ആക്സസ് എന്ന് പറയും. ഐസോമെട്രിക് ആക്സിസ്. ഈ ഐസോമെട്രിക് ആക്സിസുകൾ പരസ്പരം ഈക്വൽ ഇൻക്ലിനേഷനിൽ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. ഓക്കെ, അത് നമുക്ക് ആക്ച്വലി ഫീൽ ചെയ്യുന്നതാണ് ആ ഒരു വ്യൂവില്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 120. ഓരോ എഡ്ജസും പരസ്പരം 120 ഡിഗ്രി. ശരിക്കും ഒരു ക്യൂബിന്റെ 2 എഡ്ജസ് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ഒബ്വിയസ്ലി 90 ഡിഗ്രിയാണ്. പക്ഷെ അതൊരു പ്രത്യേക രീതിയിൽ അലൈൻ ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ആംഗിൾ എത്രയായിട്ട് മാറും? 120 ഡിഗ്രി ആയിട്ട് മാറും. ഒരു ഇത്തരത്തില് ഒരു ക്യൂബിനെ വരച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ്. ഐസോമെട്രിക് പ്രൊജക്ഷനിൽ ഫ്രണ്ടിലുള്ള 3 ഇമ്പോർട്ടന്റ് എഡ്ജസുകൾ ഫോം ചെയ്ത ഒരു ഐസോമെട്രിക് ആക്സിസ് ഫോം ചെയ്യുന്നു. ഐസോമെട്രിക് ആക്സിസ് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രിയാണ്. ഈ 120 ഡിഗ്രിയിൽ നമുക്ക് ഈ ഓരോ എഡ്ജസും, ഈ വെർട്ടിക്കൽ എഡ്ജ് അതുപോലെ തന്നെ പല എഡ്ജസും എല്ലാ ഡയമെൻഷൻസും ഒരു ഷോർട്ടൻഡ് ലെങ്ത്തിലാണ് തോന്നുന്നത്. അതായത് അതിന്റെ ആക്ച്വൽ ലെങ്ത് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇപ്പൊ നമ്മളൊരു ക്യൂബ് വരയ്ക്കുമ്പോൾ തന്നെ ഉണ്ടോ, ഇത് 60 mm ആണെങ്കിൽ നമ്മൾ ഇങ്ങോട്ടൊരു റിയലിസ്റ്റിക് വ്യൂ വരയ്ക്കുമ്പോൾ ഇത് 60 എടുത്തുകൊണ്ട് തന്നെ വരയ്ക്കാറില്ല. അത് കുറച്ച് നമ്മളിന്ന് അകന്ന് നിൽക്കുന്ന ഒരു എഡ്ജ് ആയതുകൊണ്ട് കുറച്ച് ചെറുതാക്കിയിട്ടാണ് വരയ്ക്കാറ്. ഇതേപോലെ ഈ എഡ്ജസുകൾ കുറച്ച് ചെറുതായ രീതിയിലാണ് നമുക്ക് കാണുക. അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 81.6% ഓഫ് ദ ഒറിജിനൽ ലെങ്ത്. ഫോർ എക്സാമ്പിൾ ഈ ഒറിജിനൽ ക്യൂബിന് ഒരു 100 mm ലെങ്ത് ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ നമ്മൾ എത്ര വരയ്ക്കാൻ പാടുള്ളൂ? ഒരു 82 mm എടുത്തേ വരയ്ക്കാൻ പാടുള്ളൂ. ഏകദേശം 82 mm എടുത്തിട്ടാണ് വരയ്ക്കാം. അപ്പൊ കുറച്ച് ഷോർട്ടൻഡ് ലെങ്ത്തിലാണ് എൻറ്റയർ ക്യൂബിന്റെ എഡ്ജസ് കാണുക. ആ ഒരു റേഷ്യോ വിളിക്കുന്ന പേരാണെന്ത്? ഐസോമെട്രിക് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രോയിങ്ങിലെ ഡയമെൻഷൻ എത്രയാണ്? 82. ആക്ച്വൽ ഡയമെൻഷൻ എത്രയാണ്? 100. അതെത്രയായിരിക്കും? 0.82. ഇതാണ് നിങ്ങളുടെ ഐസോമെട്രിക് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഈസ് എ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് എൻ ഒബ്ജെക്ട് കണ്ടെയ്ൻഡ് ഇൻ എ ക്യൂബ്. Cube is positioned in such a way that its 3 mutually perpendicular edges are equally inclined to the plane of projection. ആ ഈക്വൽ ഇൻക്ലിനേഷൻ എത്രയാണ്? 120 ഡിഗ്രിയാണ്. സോളിഡ് ഡയഗണൽ എന്ന് വെച്ചാൽ ബോഡി ഡയഗണൽ ഓഫ് ദ ക്യൂബ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. അല്ലെങ്കിൽ നമ്മൾ നോക്കി കാണുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ, അത് എന്തായിരിക്കണം? പെർപെൻഡിക്കുലർ ആയിരിക്കണം. All the isometric axes are equally shortened by 81.6%. അത് അപ്രോക്സിമേറ്റ്ലി 9/11 എന്നും വേണമെങ്കിൽ ചോദിക്കാം. ഐസോമെട്രിക് ആക്സിസ് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 ഡിഗ്രിയാണ്.
മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്, ഇവിടെ ഓരോ ഹൊറിസോണ്ടൽ എഡ്ജസും ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, അതായത് ഇനീഷ്യലി ഹൊറിസോണ്ടൽ ആയിരിക്കുന്ന എഡ്ജ് ചെരിഞ്ഞു വരും. എത്ര ചെരിയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 30 ഡിഗ്രിയാണ് ചെരിഞ്ഞിരിക്കുക. 30 ഡിഗ്രി ആയിരിക്കും അതിന്റെ ഇൻക്ലിനേഷൻ. അപ്പൊ ഹൊറിസോണ്ടൽ എഡ്ജസ് ഓഫ് ദ ക്യൂബ് ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരുന്നു? 30 ഡിഗ്രിയാണ്. ഐസോമെട്രിക് ആക്സിസ് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രിയാണ്. നെക്സ്റ്റ്, വിച്ച് പ്രൊജക്ഷൻ ഹാസ് പ്രൊജക്ടർ ഫ്രം ദ ഒബ്ജക്ട് പാരലൽ ടു ഈച്ച് അതർ ആൻഡ് ഇൻക്ലൈൻ ടു ദ പ്ലെയിൻ? അപ്പോൾ ഏത് പ്രൊജക്ഷനിലാണ് പ്രൊജക്ടേഴ്സ് ഫ്രം ദ ഒബ്ജക്ട് പാരലൽ ടു ഈച്ച് അതർ? ഒബ്വിയസ്ലി അത് പാരലൽ പ്രൊജക്ഷൻ ആണ്, പക്ഷെ അത് ഇൻക്ലൈൻ ടു ദ പ്ലെയിൻ ആയിട്ട് മാറുന്നത് അതേതാണ്? ഇൻക്ലൈൻ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? അത് ഒബ്ലിക് പ്രൊജക്ഷൻ ആയിരിക്കും. Therefore the answer is B. ഇവിടെ രണ്ട് പ്രൊജക്ഷൻസ്, രണ്ട് ടൈപ്പ് ഓഫ് പാരലൽ പ്രൊജക്ഷൻസ് തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ, പിന്നൊന്ന് ഒബ്ലിക് പ്രൊജക്ഷൻ. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഒബ്ജക്റ്റിന്റെ ഒരു ഔട്ടർ ബൗണ്ടറി നമുക്ക് കാണിച്ചു തരുന്ന ഒരു ലൈറ്റ് റേസ് എന്ന് വേണമെങ്കിൽ പറയാം. ആ റേസ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ടി എന്ന് പറയുന്ന എഡ്ജിൽ നിന്ന് പോകുന്ന ഒരു ലൈൻ ഇവിടെ കാണാം, ക്യൂ എന്നൊരു ലൈൻ കാണാം. ഇതൊക്കെയാണ് പ്രൊജക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ പ്രൊജക്ടേഴ്സ്, ഇവിടെ ഒരു പ്ലെയിൻ ഉണ്ട്, ഈ പ്ലെയിനിലാണ് നമ്മൾ ആ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് പ്രിൻസിപ്പൽ പ്ലെയിൻ എന്നൊക്കെ അതിനെ പറയാം, അല്ലെങ്കിൽ ജനറലി പിക്ചർ പ്ലെയിൻ എന്ന് പറയാം. ആ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനിൽ ഈ പ്രൊജക്ടേഴ്സ് വന്ന് മീറ്റ് ചെയ്യുന്നത് പരസ്പരം പെർപെൻഡിക്കുലർ ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. അതേപോലെ ഇവിടെ കണ്ടോ, ഇവിടെ ഇപ്പോഴും പ്രൊജക്ടേഴ്സ് ഒക്കെ പരസ്പരം പാരലൽ തന്നെയാണ്. പ്രൊജക്ടേഴ്സ് ഒക്കെ പാരലൽ ആണ്, പക്ഷെ അവര് ഈ ഒരു പ്ലെയിനിൽ വന്ന് പതിക്കുന്നത് ഒരു സെപ്പറേറ്റ് ആംഗിളിലാണ്. ദാറ്റ് അത്തരം പ്രൊജക്ഷൻ ആണെന്ന് പറയുന്നത് ഒബ്ലിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഒബ്ലിക് പ്രൊജക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പ്രൊജക്ഷൻ ഹാസ് പ്രൊജക്ടർ ഫ്രം ദ ഒബ്ജക്ട് പാരലൽ ടു ഈച്ച് അതർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ? അതേതാണ്? ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട, ഇനി സി ആണ്, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ അതിന്റെ ആൻസർ. വിച്ച് ഈസ് ദ അതർ നെയിം ഓഫ് പെർസ്പെക്റ്റീവ് വ്യൂ? പെർസ്പെക്റ്റീവ് വ്യൂയുടെ വേറൊരു പേരെന്താണ്? പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ ഹ്യൂമൻ ഐ തന്നെ. നമ്മൾ കാണുന്നതൊക്കെ പെർസ്പെക്റ്റീവ് വ്യൂസ് ആണ്. പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റിന്റെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ കാണുന്ന വ്യൂ ആണ് പെർസ്പെക്റ്റീവ് വ്യൂ. അതുപോലെ തന്നെ ഒരു ആർട്ടിസ്റ്റുകളൊക്കെ വരയ്ക്കുന്ന സമയത്ത്, ഒരു ബിൽഡിംഗ് ഒക്കെ വരയ്ക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു റിയലിസ്റ്റിക് വ്യൂവിലാണ് അത് വരയ്ക്കുക. അത്തരം വ്യൂസ് ആണ് പെർസ്പെക്റ്റീവ് വ്യൂ. അതുപോലെ ഒരു വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ക്യാമറ ഒരു പിക്ചർ പകർത്താണെങ്കിൽ അതിൽ കാണുന്നത് ഒരു പെർസ്പെക്റ്റീവ് വ്യൂ ആണ്. അതുകൊണ്ട് ഏതായിരിക്കും ഇതിന്റെ ആൻസർ? ഈ ക്യാമറ പകർത്തുന്ന പിക്ചറെ നമുക്ക് എന്ത് പറയാം? ഒരു ഫോട്ടോഗ്രാഫിക് വ്യൂ എന്ന് പറയാം. അപ്പൊ പെർസ്പെക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റിയലിസ്റ്റിക് ഫോം ഓഫ് പ്രൊജക്ഷൻ, ഓൾസോ നോൺ ആസ് സീനോഗ്രാഫിക് എന്നും പറയും, അല്ലെങ്കിൽ കൺവേർജന്റ് പ്രൊജക്ഷൻ എന്നും പറയും. പെർസ്പെക്റ്റീവിനെ കൺവേർജന്റ് പ്രൊജക്ഷൻ എന്ന് പറയും. അപ്പൊ നേരത്തെ പാരലൽ പ്രൊജക്ഷനും പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ ആയിരുന്നു രണ്ട് ക്ലാസിഫിക്കേഷൻ, ബേസിക് ക്ലാസിഫിക്കേഷൻ. അതിലെ പ്രൊജക്ടേഴ്സ് ഒക്കെ പരസ്പരം പാരലൽ ആണെങ്കിൽ അതിനെ പാരലൽ പ്രൊജക്ഷൻ എന്നും, പരസ്പരം ഇങ്ങനെ കൺവേർജ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ആംഗിളിലാണ് പോകുന്നതെങ്കിൽ ദാറ്റ് ഈസ് കൺവേർജന്റ് അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് പറയും. ആർക്കിടെക്ട്സ്, പ്രൊഡക്ഷൻ എഞ്ചിനീയേഴ്സ്, ആർട്ടിസ്റ്റുകൾ ചില മെഷീനറികളുടെ അല്ലെങ്കിൽ ചില ബിൽഡിംഗ്സിന്റെ ഒക്കെ പിക്ചർ റിയലിസ്റ്റിക് ആയിട്ട് നമുക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി വരയ്ക്കുന്ന ഇത്തരത്തിലുള്ള വ്യൂസിനാണെന്ന് പറയുന്നത് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. What will be at the same height as that of station point and will lie on the horizon line? ഒരു പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനിലെ ചില ഇമ്പോർട്ടന്റ് എലമെന്റ്സുകൾ ഉണ്ട്. അത് നമുക്ക് ഇതിന്റെ ആൻസർ വരുന്ന ഏതാ നോക്കാം. വാനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് നോക്കാം. അപ്പൊ അതിന് മുന്നേ നോക്കൂ, ഇവിടെ ഒരു ഒബ്ജക്റ്റ്, ഇവിടെ എക്സ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഇതാണ് നിങ്ങളുടെ ആക്ച്വൽ ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രൗണ്ടിലുള്ള ഒരു പ്ലെയിൻ, ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ എനിക്ക് കൺസിഡർ ചെയ്യാലോ. ദാറ്റ് പ്ലെയിൻ ഈസ് കോൾഡ് വാട്ട്? ഗ്രൗണ്ട് പ്ലെയിൻ എന്നാണ് അതിനെ പറയാം. ദിസ് ഈസ് കോൾഡ് ഗ്രൗണ്ട് പ്ലെയിൻ. ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനാണെന്ന് പറയുന്നത് ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു ഒബ്സർവർ അതിനെ നിന്ന് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ ഒബ്സർവർ. ഈ ഒബ്സർവർ നിൽക്കുന്ന അയാളുടെ കണ്ണിലാണ് ഇത് കാണുന്നത്, കൈകൊണ്ട് കാണില്ലല്ലോ, കണ്ണിലാണല്ലോ. അപ്പൊ കണ്ണിന്റെ ലെവൽ എവിടെയാണോ ആ കണ്ണിനെ വിളിക്കുന്ന പേരാണ് സ്റ്റേഷൻ പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വ്യൂ പോയിന്റ്, സ്റ്റേഷൻ പോയിന്റ് എന്നൊക്കെ പറയും. ആ സ്റ്റേഷൻ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നതും ഗ്രൗണ്ട് പ്ലെയിനിന് പാരലൽ ആയിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹൊറൈസൺ പ്ലെയിൻ എന്ന് പറയുന്നത്. ദറ്റ് ഈസ് കോൾഡ് ഹൊറൈസൺ പ്ലെയിൻ. ഹൊറിസോണ്ടൽ എന്നല്ല, ഹൊറൈസൺ പ്ലെയിൻ, HP. ഓക്കെ, അപ്പൊ എന്തായിരുന്നു രണ്ട് പ്ലെയിൻ? ഏതായിരുന്നു? ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു പ്ലെയിൻ. ഇനി ഒബ്സർവറിന്റെ ഐനാണെന്ന് പറയുന്നത് സ്റ്റേഷൻ പോയിന്റ്. സ്റ്റേഷൻ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ പാരലൽ ടു ദ ഗ്രൗണ്ട് പ്ലെയിൻ, അതിനാണെന്ന് പറയുന്നത് ഹൊറൈസൺ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഒരു പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മുകളിൽ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ കാണാം. ഈ മുകളിലുള്ള പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ എന്നാണ് പറയാം. ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് വെച്ചാൽ ഈ ഒബ്ജക്റ്റിന്റെ ഒരു ടോപ്പ് വ്യൂ വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലെയിൻ ആണ്
ഈ ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇനി നമുക്ക് വേറൊരു പ്ലെയിൻ ആണ് പിക്ചർ പ്ലെയിൻ. പിക്ചർ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റിന്റെ ഇയാളിൽ നിന്നുള്ള ഈ ലൈറ്റ് റേസ് ഇതിൽ കൂടെ പാസ് ചെയ്ത് ഈ ഒബ്ജക്റ്റിന്റെ ഒരു ഇമേജ് ഫോം ചെയ്യല്ലോ. ഈ ഇമേജ് ഫോം ചെയ്യുന്ന പ്ലെയിനാണ് പിക്ചർ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇപ്പൊ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനിൽ ഈ ഒബ്സർവറിനും ഒബ്ജക്റ്റിനും ഇടയ്ക്കായിരിക്കും എപ്പോഴും നമ്മൾ പിക്ചർ പ്ലെയിൻ ഇമാജിൻ ചെയ്യുന്നത്. അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് അങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, പിക്ചർ പ്ലെയിൻ ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ ഒബ്സർവർ ആൻഡ് ഒബ്ജക്ട്. അപ്പോൾ ഗ്രൗണ്ട് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആ ഒബ്ജക്റ്റിന്റെ ഇമേജ് ഫോം ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ പ്ലെയിനിനെ വിളിക്കുന്ന പേരാണ് പിക്ചർ പ്ലെയിൻ. പിക്ചർ പ്ലെയിൻ എന്ന് പറയുന്നത് ഒബ്സർവറിനും ഒബ്ജക്റ്റിനും ഇടയ്ക്കായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പിക്ചർ പ്ലെയിനും ഗ്രൗണ്ട് പ്ലെയിനും തമ്മിൽ ഇവിടെ ഒരു ലൈനിൽ കോണ്ടാക്ട് വരുന്നുണ്ടല്ലോ. ഈ ലൈനിനെ വിളിക്കുന്ന പേരാണ് ഗ്രൗണ്ട് ലൈൻ എന്ന് പറയുന്നത്. ഈ ലൈനിനെ വിളിക്കുന്ന പേരാണ് ഗ്രൗണ്ട് ലൈൻ. ഇനി അതുപോലെ തന്നെ ഹൊറൈസൺ പ്ലെയിനും പിക്ചർ പ്ലെയിനും തമ്മിൽ ഇവിടെ ഒരു ലൈനിൽ കോണ്ടാക്ട് വരുന്നുണ്ട്. അതിനെയാണെന്ന് പറയുന്നത് ഹൊറൈസൺ ലൈൻ എന്ന് പറയുന്നത്. ഹൊറൈസൺ ലൈൻ. ഇപ്പൊ രണ്ട് ലൈൻ ആണെങ്കിലും പിക്ചർ പ്ലെയിൻ ആയിട്ട് കറസ്പോണ്ടിങ് പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇന്റർസെക്ഷൻ ലൈൻ ആണ് കറസ്പോണ്ടിങ് ലൈൻ ആയിട്ട് പറയുന്നത്. ഇനി വേറൊരു പ്ലെയിൻ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് കോൾഡ് സെൻട്രൽ പ്ലെയിൻ. സെൻട്രൽ പ്ലെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒബ്സർവറിന്റെ കണ്ണിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ പ്ലെയിൻ ആണ് ഈ പറഞ്ഞ സെൻട്രൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഈ പ്ലെയിൻ ഒബ്സർവറിന്റെ കണ്ണിൽ കൂടെ പാസ് ചെയ്യുന്നതും പിക്ചർ പ്ലെയിനും ഗ്രൗണ്ട് പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത്. കണ്ടോ, ഗ്രൗണ്ട് പ്ലെയിൻ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടാണ് കിടക്കുന്നത്. പിക്ചർ പ്ലെയിൻ ഇങ്ങനെയാണ് നിൽക്കുന്നത്. പിക്ചർ പ്ലെയിൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഈ പിക്ചർ പ്ലെയിനും അതുപോലെ തന്നെ ഗ്രൗണ്ട് പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു മൂന്നാമത്തെ പ്ലെയിനെയാണെന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് സെൻട്രൽ പ്ലെയിൻ. ഓക്കെ, സെൻട്രൽ പ്ലെയിൻ. നെക്സ്റ്റ് ദർ ഈസ് കോൾഡ് പെർപെൻഡിക്കുലർ ആക്സിസ് അല്ലെങ്കിൽ ആക്സിസ് ഓഫ് വിഷൻ എന്നൊക്കെ പറയുന്ന ഒരു ടൈമാണ് ആക്സിസ് ഓഫ് വിഷൻ. സിംപ്ലി പറയുന്നതേ ഉള്ളൂ. ഇയാളുടെ കണ്ണിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ദറ്റ് ഈസ് കോൾഡ് ആക്സിസ് ഓഫ് വിഷൻ. അയാളുടെ കണ്ണ് നിൽക്കുന്ന ആ ഒരു ഹൊറിസോണ്ടൽ ലൈൻ അത് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ദറ്റ് ഈസ് കോൾഡ് ആക്സിസ് ഓഫ് വിഷൻ. ഈ ആക്സിസ് ഓഫ് വിഷൻ ഈ പിക്ചർ പ്ലെയിനിൽ വന്ന് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ദറ്റ് ഈസ് കോൾഡ് സെന്റർ ഓഫ് വിഷൻ. ദറ്റ് ഈസ് കോൾഡ് സെന്റർ ഓഫ് വിഷൻ. അപ്പൊ ഒരുപാട് പോയിന്റ്സുകൾ ഇതിലുണ്ട്. ഇതൊക്കെയാണ് പെർസ്പെക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഏറ്റവും ആദ്യം എന്തായിരുന്നു? ഒബ്ജക്റ്റ് ഇരിക്കുന്ന പ്ലെയിൻ ആണ് ഗ്രൗണ്ട് പ്ലെയിൻ. അതൊരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. അതിന് പാരലായിട്ട് ആ ഒബ്സർവറിന്റെ കണ്ണ് നിൽക്കുന്ന പോയിന്റ് ആണ് സ്റ്റേഷൻ പോയിന്റ്. സ്റ്റേഷൻ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ് ഹൊറൈസൺ പ്ലെയിൻ എന്ന് പറയുന്നത്. ഹൊറൈസൺ പ്ലെയിനിന് മുകളിലുള്ള വേറൊരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ് ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റിന്റെ ഒരു ടോപ്പ് വ്യൂ ജനറേറ്റ് ചെയ്യുന്നത്. ഇനി എവിടെയാണോ ഒബ്ജക്റ്റിന്റെ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത് അതാണ് എന്ത്? പിക്ചർ പ്ലെയിൻ എന്ന് പറയുന്നത്. പിക്ചർ പ്ലെയിനും ഗ്രൗണ്ട് പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിട്ട് ഒബ്സർവറിന്റെ കണ്ണിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ പ്ലെയിൻ ആണെന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഈ പ്ലെയിന്റെ പേരെന്തായിരുന്നു? ഓക്കെ, ദറ്റ് ഈസ് കോൾഡ് സെൻട്രൽ പ്ലെയിൻ. സെൻട്രൽ പ്ലെയിൻ. ഈ സെൻട്രൽ പ്ലെയിന് ഈ കണ്ണിൽ കൂടെ പാസ് ചെയ്യുന്ന ഈ ലൈൻ അതിനാണെന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ലൈൻ ആണെന്ന് പറയുന്നത് ആക്സിസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. ഈ ആക്സിസ് ഓഫ് വിഷൻ ഈ പിക്ചർ പ്ലെയിനിൽ വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റിനാണ് സെന്റർ ഓഫ് വിഷൻ എന്ന് പറയുന്നത്. സെന്റർ ഓഫ് വിഷൻ. ഇനി വാട്ട് ഈസ് മീൻ ബൈ വാനിഷിംഗ് പോയിന്റ്? ദിസ് ഇൻ ഇമാജിനറി പോയിന്റ് ലൊക്കേറ്റഡ് അറ്റ് ദ ഇറ്റ്സ് എൻ ഇമാജിനറി പോയിന്റ് ലൊക്കേറ്റഡ് അറ്റ് ദ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ ഒബ്സർവർ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ബിൽഡിംഗ് ഈ ഒരു ബിൽഡിംഗ് വരയ്ക്കുമ്പോൾ ഒരു 3 ഡയമെൻഷണൽ വ്യൂ കൊടുക്കാനായിട്ട് അതിന് ഇങ്ങനെ വരയ്ക്കാറുണ്ട്. അങ്ങനെ ഒരു വിട്ട് അതൊരു അങ്ങോട്ടേക്ക് അങ്ങോട്ട് ഒരു അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കുകളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു കാര്യം. റെയിൽവേ ട്രാക്ക് ഒക്കെ കാണുമ്പോൾ ലോങ് ആയിട്ട് ഇങ്ങനെ കൺവേർജ് ചെയ്ത് പരസ്പരം പോകുന്ന പോലെ തോന്നും നമുക്ക്. ഇത്തരത്തിലുള്ള ഒരു വ്യൂ വരയ്ക്കാറ്. അപ്പൊ എന്തെങ്കിലും സൈഡിൽ എന്തെങ്കിലും ഒരു പോസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ പോസ്റ്റുകൾ ഇങ്ങനെ ചെറുതാക്കി നമ്മൾ കൊണ്ടുവന്ന് ഫൈനലി ഒരു പോയിന്റിൽ വന്നത് മീറ്റ് ചെയ്യുന്ന പോലെ തോന്നും. ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് വാട്ട്? വാനിഷിംഗ് പോയിന്റ്. ഇറ്റ് ഈസ് ദ പോയിന്റ് പിയേഴ്സിംഗ് ദ പിക്ചർ പ്ലെയിൻ ഓഫ് ദ വിഷ്വൽ റേ ഡ്രോൺ ഫ്രം ദ സ്റ്റേഷൻ പോയിന്റ് ടു ദ ഒബ്ജക്ട് സിറ്റുവേറ്റഡ് അറ്റ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ്. അപ്പൊ നേരത്തെ കാണിച്ച ഈ ഒബ്ജക്ട് ഒരു ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലായിരുന്നു ഇരുന്നിരുന്നെങ്കിൽ ഇയാളിൽ നിന്ന് വരുന്ന ആ ലൈറ്റ് റേസ് മൊത്തം ഈ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ കൺവേർജ് ചെയ്ത് വരുന്നതാണ്. ആ കൺവേർജ് ചെയ്ത് വന്ന ഒബ്ജക്റ്റിൽ വന്ന് മീറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് വാട്ട്? വാനിഷിംഗ് പോയിന്റ്. ഇഫ് എ ലൈൻ പാരലൽ ടു പിക്ചർ പ്ലെയിൻ ഇറ്റ് വിൽ ഹാവ് നോ വാനിഷിംഗ് പോയിന്റ്. അപ്പോൾ ഈ പിക്ചർ പ്ലെയിനിന് ഇൻക്ലൈൻഡ് ആയിട്ടോ പെർപെൻഡിക്കുലർ ആയിട്ടോ ഇരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ ഒരു വാനിഷിംഗ് പോയിന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റൂ. ഫോർ എക്സാമ്പിൾ, പിക്ചർ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണെന്ന് വിചാരിക്കാം. ഈ ഒരു ഫേസിന് ഒരിക്കലും ഒരു വാനിഷിംഗ് പോയിന്റ് ഉണ്ടാവില്ല. ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കുന്ന ഈ ഒരു ഫേസ് ആണ് ഇങ്ങനെ നമുക്ക് കൺവേർജ് ചെയ്ത് പോകുന്ന പോലെ തോന്നും.
അപ്പോൾ ഈ ഒരു പ്ലെയിൻ, ഈ ഫ്രണ്ട് ഫേസ് എന്ന് പറയുന്നത് ഈ പിക്ചർ പ്ലെയിനിന് പാരലൽ ആയിട്ടിരിക്കുന്ന ഒരു പ്ലെയിൻ ആണ്. അതുകൊണ്ട് തന്നെ അതിനൊന്നും ഉണ്ടാവില്ല, വാനിഷിംഗ് പോയിന്റ് ഉണ്ടാവില്ല. ഇൻക്ലൈൻഡ് ആയിട്ടോ വെർട്ടിക്കൽ ആയിട്ടോ ഇരിക്കുന്ന ആൾക്കാർക്കാണ് എപ്പോഴും വാനിഷിംഗ് പോയിന്റ് ഉണ്ടായിരിക്കാം. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? സെയിം ഹൈറ്റ്, അതോ ഇയാളുടെ കണ്ണിൽ നിന്നുള്ള ആ ലെവലിലാണ് എപ്പോഴും നമുക്ക് എന്ത് കാണാൻ പറ്റുക? വാനിഷിംഗ് പോയിന്റ് കാണാൻ പറ്റുക. സോ ഒബ്സർവറിന്റെ അതേ ഈ സെയിം ഹൈറ്റ് ആസ് ദാറ്റ് ഓഫ് ദ സ്റ്റേഷൻ പോയിന്റ്, ഒബ്സർവറിന്റെ അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റേഷൻ പോയിന്റ്. സ്റ്റേഷൻ പോയിന്റ് സെയിം ഹൈറ്റിലെ ഒരു ഹൊറിസോണ്ടൽ ലൈനിൽ എടുക്കുന്ന ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ എടുക്കുന്ന ഒരു പോയിന്റ് ആണെന്ന് പറയുന്നത് വാനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഷുഡ് ബി ദ ലെഫ്റ്റ് സൈഡ് വ്യൂ ഡ്രോൺ അറ്റ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ഇൻ റിലേഷൻ ടു എലിവേഷൻ? എലിവേഷന് എവിടെയാണ് ലെഫ്റ്റ് സൈഡ് വ്യൂ വരയ്ക്കുന്നത്? അഗെയിൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യമാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ടു ദ ലെഫ്റ്റ് ഓഫ് എലിവേഷൻ എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വിച്ച് ടൈപ്പ് ഓഫ് ലൈൻസ് ആർ ഡ്രോൺ യൂസിങ് ടി സ്ക്വയർ? ടി സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ഡ്രോയിങ് എക്യുപ്മെന്റ് ആണ്. ആ ടി സ്ക്വയർ വെച്ചുകൊണ്ട് ഒരു ടി ഷേപ്പിലുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. അത് വെച്ചുകൊണ്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഏത് ടൈപ്പ് ലൈൻസ് ആണെന്ന് ചോദിച്ചാൽ ഏതാണ്? ദേ ആർ ഹൊറിസോണ്ടൽ ലൈൻസ്. ഇപ്പൊ ടി സ്ക്വയർ എന്ന് പറയുന്ന ഒരു ടി ഷേപ്പിൽ കാണുന്ന ഈ ഒരു ഒബ്ജക്റ്റിനാണ് നമ്മൾ പറയുന്നത് ടി സ്ക്വയർ. ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു ഡ്രോ ഹൊറിസോണ്ടൽ ലൈൻസ് ഓൺ ഡ്രോയിങ് ഷീറ്റ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ സെറ്റ് സ്ക്വയറുകളൊക്കെ ഉണ്ടല്ലോ, ഈ സെറ്റ് സ്ക്വയറിന് ഒന്ന് സപ്പോർട്ടിംഗ് എഡ്ജ് ആയിട്ട് ആക്ട് ചെയ്യുന്നതും ഈ ടി സ്ക്വയറിന്റെ എഡ്ജ് തന്നെയാണ്. ഈ അപ്പോൾ ടി സ്ക്വയറും സെറ്റ് സ്ക്വയറും വെച്ചുകൊണ്ട് നമുക്ക് 30, 45, 60 ആംഗിൾസ് വരയ്ക്കാനായിട്ട് പറ്റും. പക്ഷെ ടി സ്ക്വയർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തേ വരയ്ക്കാൻ പറ്റുള്ളൂ? ഹൊറിസോണ്ടൽ ലൈൻസ് മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. ഈ ടി സ്ക്വയറിന് പ്രധാനമായിട്ട് രണ്ട് പാർട്സുകളാണുള്ളത്. ഒന്ന് അതിന്റെ ഈ ലോങ് ആയിട്ടുള്ള ഒരു എഡ്ജ്, അതിനെ വിളിക്കുന്ന പേരാണ് ബ്ലേഡ്. അതുപോലെ തന്നെ വെർട്ടിക്കൽ ആയിട്ട് ഒരു ചെറിയൊരു എഡ്ജ് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ഹെഡ് അല്ലെങ്കിൽ സ്റ്റോക്ക്. ഒരു വർക്കിംഗ് എഡ്ജ് ഓഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്നത് വെച്ചാൽ ഈ എഡ്ജ് നമ്മൾ ഈ ഒരു ടി സ്ക്വയറിന്റെ ഈ എഡ്ജ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു ഇൻക്ലിനേഷൻ കാണും. ഇവിടെ ചെറിയൊരു ഇൻക്ലൈൻഡ് എഡ്ജ് ആയിട്ടായിരിക്കും അത് കാണാം. കാരണം ഇവിടെയാണ് നമുക്ക് ആ ലൈൻസ് വരയ്ക്കേണ്ടത്. ആ ലൈൻസ് വരയ്ക്കുമ്പോൾ നമ്മുടെ പെൻസിൽ ഒരു തിക്കൻഡ് ആയിട്ടുള്ള ഒരു എഡ്ജ് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അത് ആ പെൻസിൽ ഒരു പോയിന്റ് കിട്ടാനായിട്ട് പാടായിരിക്കും. അപ്പൊ കുറച്ചൊന്ന് ലെവലായിട്ട് നമ്മൾ സാധാരണ ഒരു നട്രാജിന്റെയോ ഏതെങ്കിലും ഒരു സാധാരണ ഒരു സ്റ്റീലിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റൂളർ, ഗ്ലാസിന്റെ പ്ലാസ്റ്റിക്കിന്റെ റൂളർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ക്രോസ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും, ഒരു ബിവൽഡ് എഡ്ജ് ആയിരിക്കും, ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കാം ക്രോസ് സെക്ഷൻ. അപ്പൊ എന്തിനാ ഈ ഒരു എഡ്ജ് ഇങ്ങനെ ബിവൽ ചെയ്ത് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഷാർപ്പ് എഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് ആ പെൻസിൽ വെച്ച് വരയ്ക്കാൻ പറ്റും. ഇനി ടി സ്ക്വയറിന്റെ സൈസ് പറയുന്നത് ഏത് എഡ്ജ് ഉണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ അത് ബ്ലേഡിന്റെ ലെങ്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ടി സ്ക്വയറിന്റെ സൈസ് പറയുന്നത്. ബ്ലേഡിന്റെ ലെങ്ത് ആണ് ടി സ്ക്വയറിന്റെ സൈസ് പറയാനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു മെഷർ. അതിനെ ബേസ് ചെയ്തുകൊണ്ട് 4 തരത്തിലുള്ള സ്റ്റാൻഡേർഡ് ഡയമെൻഷൻസ് അവൈലബിൾ ആണ്. T0, അതായത് ടി സ്ക്വയറിന്റെ സിമ്പിൾ ആയിട്ട് BAS റെക്കമെൻഡ് ചെയ്യുന്നത് ടി ആണ്. ആ T0 ആണെങ്കിൽ 1500 പ്ലസ് ഓർ മൈനസ് 10 mm ഉണ്ടായിരിക്കും. T1 എന്ന് പറയുന്നത് 1000 പ്ലസ് 10 mm. Then T2 is 700, T3 is 500. ഇത്രയും സ്റ്റാൻഡേർഡ് ബ്ലേഡ് സൈസുകൾ അവൈലബിൾ ആണ്. Which is used to draw circles of more than 150 mm radius? 150 mm റേഡിയസിനേക്കാൾ കൂടുതലുള്ള സൈസുള്ള സർക്കിൾസ് വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ലെങ്തനിങ് ബാർ ആണ് ITയുടെ ബുക്കിൽ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ജനറലി സർക്കിൾസ് അല്ലെങ്കിൽ ആർക്സ് വരയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേര് കോമ്പസ് എന്നാണ്. അതിലെ വളരെ ചെറിയ സർക്കിൾസ് വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഡ്രോപ്പ് സ്പ്രിംഗ് ബോ കോമ്പസ്. അപ് ടു 25 mm റേഡിയസ് ആണെങ്കിൽ സ്പ്രിംഗ് ബോ കോമ്പസ്. അപ് ടു 200 mm റേഡിയസ് ആണെങ്കിൽ ലാർജ് ബോ കോമ്പസ്. ഗ്രേറ്റർ ദാൻ 200 mm റേഡിയസ് ആണ് ലെങ്തനിങ് ബാർ. പക്ഷെ ഇവിടെ ലാർജ് ബോ കോമ്പസ് എന്ന് പറയുന്ന ഒരു ആൻസറും കൊടുത്തിട്ടുണ്ട്. അതാണ് ഒരു പ്രശ്നം. എന്നുവെച്ചാൽ ഇവിടെ മോർ ദാൻ 150 എന്നാ പറഞ്ഞിരിക്കുന്നത്, അപ് ടു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ 150 മേലെ എന്ന് പറഞ്ഞാൽ ഏത് സൈസ് വേണമെങ്കിലും ആവാം. അതിനുവേണ്ടി നമ്മൾ ജനറലി ഉപയോഗിക്കുന്നത് ലെങ്തനിങ് ബാർ ആണ്. 200 mm വരെ മാത്രമേ മാക്സിമം ആർക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ? ലാർജ് ബോ കോമ്പസ് വരയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കൂ. മോർ ദാൻ 200 mm റേഡിയസ്. എഗെയിൻ ഇവിടെ ചെറിയൊരു പിശകുണ്ട്. എഗെയിൻ മോർ ദാൻ 200 mm എന്നല്ല, ആക്ച്വലി ആ ക്വസ്റ്റിനിൽ ചെറിയൊരു എറർ. അപ് ടു ആണ്, അപ് ടു 200 mm ആണ്. ദെർഫോർ ഇറ്റ് ഈസ് വാട്ട്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ലാർജ് ബോ കോമ്പസ് ആണ് ആൻസർ കൊടുക്കേണ്ടത്. ലാർജ് ബോ കോമ്പസ്. വിച്ച് ടൈപ്പ് ഓഫ് ലൈൻസ് ആർ ഡ്രോൺ ആസ് ഡാഷ്ഡ് വൈഡ് ലൈൻസ്? ഡാഷ്ഡ് വൈഡ് ലൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ലൈൻസുകൾ ഏത് ടൈപ്പ് സിറ്റുവേഷനിലാണ് നമ്മൾ ഉപയോഗിക്കുക? വിസിബിൾ എഡ്ജസ് ആണോ, കട്ടിംഗ് പ്ലെയിൻസ് ആണോ, ഹിഡൻ ലൈൻസ് ആണോ, ഡയമെൻഷൻ ലൈൻസ് ആണോ? ദ ആൻസർ ഈസ് വാട്ട്? ഹിഡൻ ഔട്ട്ലൈൻസ്. അതായത്
ഒരു ഒബ്ജക്റ്റ്, ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ അത് വരച്ചിരുന്നു, നിങ്ങൾ അറിഞ്ഞോന്ന് അറിയില്ല, ആ ഒരു ക്യൂബിന്റെ ഒരു ഫിഗർ വരച്ചപ്പോൾ വിസിബിൾ ആയിട്ടുള്ള എഡ്ജസ് ഒക്കെ നല്ല തിക്ക് ആയിട്ടുള്ള ലൈൻസ് വെച്ചുകൊണ്ട് കാണിച്ചു. കാരണം ഇത് ഞാൻ കാണുന്ന വ്യൂവില് നേക്കഡ് ആയി കൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്ന ആൾക്കാരാണ്. പക്ഷെ ഇതിന്റെ വെളിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന എനിക്ക് വിസിബിൾ അല്ലാത്ത എഡ്ജസിനൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ഡാഷ്ഡ് ലൈനിട്ടാണ് നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുക. അത് എനിക്ക് വിസിബിൾ അല്ല എന്നുള്ളത് ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അത്തരം ലൈൻസ് ആണ് നമ്മൾ അത്തരം സിറ്റുവേഷനിലാണ് ഇത് ഉപയോഗിക്കാം. ഹിഡൻ ഔട്ട്ലൈൻസ് കാണിക്കാനാണ് ഇത്തരം ഡാഷ്ഡ് ലൈൻസ് ഉപയോഗിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ലൈൻസും അവരുടെ യൂസും എന്ന് അറിഞ്ഞിരിക്കാം. കണ്ടിന്യൂസ് തിക്ക് ലൈൻസ് ആണെങ്കിൽ വിസിബിൾ ഔട്ട്ലൈൻസും വിസിബിൾ എഡ്ജസ് ഒക്കെ റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് കണ്ടിന്യൂസ് തിക്ക് ലൈൻ ഉപയോഗിക്കുന്നത്. ഇനി തിൻ ലൈൻസ് ആണെങ്കിൽ ഡയമെൻഷൻ ലൈൻസ്, പ്രൊജക്ഷൻ ലൈൻസ്, എക്സ്റ്റൻഷൻ ലൈൻ, ലീഡർ ലൈൻ, ഹാച്ചിങ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റലിനെ കട്ട് ചെയ്തു എന്നൊക്കെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻക്ലൈൻ ലൈൻസ് ആണ് ഹാച്ചിങ് ലൈൻസ്. ഇനി കണ്ടിന്യൂസ് തിൻ ലൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രോക്കൺ ലൈൻസ്, ഒരു വളരെ ലോങ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ലോങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കംപ്ലീറ്റ് വരയ്ക്കുന്നതിന് പകരം നമ്മൾ അതിന്റെ ഒരു സെർട്ടൺ പോർഷൻ മാത്രം വരയ്ക്കും. പിന്നെ ഇവിടെ ഇങ്ങനെ ഈ ഒരു ബ്രോക്കൺ ലൈൻ പോലെ കൊടുക്കും. ഇതിന്റെ ടോട്ടൽ ഡയമെൻഷൻ ഒരു 1 കിലോമീറ്റർ ആണെന്നോ അങ്ങനെയൊക്കെ ലോങ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇങ്ങനെയാണ് കൊടുക്കുക. അതിനാണ് അപ്പൊ പാർഷ്യൽ അല്ലെങ്കിൽ ഇന്ററപ്റ്റഡ് വ്യൂസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിൻ ലൈൻസ് അല്ലെങ്കിൽ സിക്സാഗ് ലൈൻസ് കൊടുക്കുന്നത്. ഇനി ഡാഷ്ഡ് തിക്ക് തിൻ ലൈൻസ് ആണ്, ഇതാണ് നമുക്ക് കാണുന്നത് ഹെഡൻ എഡ്ജസ് അല്ലെങ്കിൽ ഹിഡൻ ഔട്ട്ലൈൻസിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഡാഷ്ഡ് തിക്ക് അല്ലെങ്കിൽ തിൻ ലൈൻസ് കൊടുക്കുന്നത്. ചെയിൻ തിൻ എന്ന് പറയുന്നത് സെൻട്രൽ ലൈൻസ് ഓഫ് സിമെട്രി, ട്രാജക്ടറീസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ചെയിൻ തിൻ ലൈൻസ് ഉപയോഗിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത്രയും ലൈൻസ് എങ്കിലും അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ്, വാട്ട് ഈസ് എ പാർട്ട് ഓഫ് എ സർക്കിൾ വിത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ റേഡിയൈ മേക്കിംഗ് 90 ഡിഗ്രി ടു ഈച്ച് അതർ? ഒരു സർക്കിളായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആൻസർ ക്വാഡ്രന്റ് ആണ്. അതായത് ഒരു സർക്കിളിന്റെ 2 റേഡിയസുകൾ, ആ റേഡിയസുകളുടെ പ്ലൂറലാണെന്ന് റേഡിയൈ എന്ന് പറയുന്നത്, പെർപെൻഡിക്കുലർ ആയിരിക്കുന്ന 2 റേഡിയസുകൾ ഫോം ചെയ്യുന്ന ഒരു സർക്കിളിന്റെ പാർട്ടിന് എന്താ വിളിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഈസ് നത്തിങ് ബട്ട് വാട്ട്? ക്വാഡ്രന്റ്. ഒരു സർക്കിളിന്റെ 4/1 എന്നുള്ള അർത്ഥമാണ് ക്വാഡ്രന്റ് എന്നുള്ളത്. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ റേഡിയസ് എന്ന് വെച്ചാൽ എന്താ? ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സെർട്ടൺ ഡിസ്റ്റൻസിൽ ഒരു പാർട്ടിക്കിള് അതിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പാർട്ടിക്കിളിന്റെ പാത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സർക്കിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പാത്ത് ഓഫ് എ പാർട്ടിക്കിൾ വിച്ച് ഈസ് റൊട്ടേറ്റിംഗ് അല്ലെങ്കിൽ മൂവിങ് അറൌണ്ട് അനദർ പോയിന്റ് ഇൻ സ്പേസ് അറ്റ് എ ഫിക്സഡ് ഡിസ്റ്റൻസ്. അതാണ് സർക്കിൾ. അങ്ങനെയാണെങ്കിൽ സർക്കിളിന്റെ ആ ഫിക്സഡ് ഡിസ്റ്റൻസ്, എത്ര ഫിക്സഡ് ഡിസ്റ്റൻസിലാണോ അയാൾ മൂവ് ചെയ്യുന്നത് അതിനെയാണെന്ന് പറയുന്നത് റേഡിയസ് എന്ന് പറയുന്നത്. ആ ഫിക്സഡ് പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സെന്റർ ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത്. ഇനി ഈ റേഡിയസിന്റെ ഇരട്ടി ഞാൻ എടുക്കുകയാണെങ്കിൽ അതാണെന്ത്? ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇനി സർക്കിൾ എന്ന് പറഞ്ഞ ആർക്ക് എന്ന് വെച്ചാൽ എന്താ? സർക്കിളിന്റെ ഒരു സെർട്ടൺ പോർഷൻ ഓഫ് ദ സർക്കംഫറൻസ്, ആ സർക്കിളിന്റെ സർഫസിലുള്ള ഒരു സെർട്ടൺ പോർഷനെ വിളിക്കുന്ന, കർവ്ഡ് പോർഷനെ വിളിക്കുന്നവരാണ് ആർക്ക്. കോഡ് എന്ന് വെച്ചാൽ എന്താണ്? സർക്കിളിന്റെ ഔട്ടർ സർഫസിലുള്ള 2 പോയിന്റ്സുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനെ വിളിക്കുന്ന പേരാണ് കോഡ്. ഇനി കോഡ് തന്നെ സെൻട്രൽ കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ അതാണ് ലാർജസ്റ്റ് കോഡ് ഇൻ ദ സർക്കിൾ, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ദ ഡയമീറ്റർ. ഇനി സെഗ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? ഒരു സർക്കിളിന്റെ ആർക്കും ഒരു കോഡും തമ്മിൽ മേക്ക് ചെയ്യുന്ന സർക്കിളിന്റെ പോർഷൻ ആണെന്ന് പറയുന്നത് സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സർക്കിളിന്റെ ആർക്കിനും ഏതെങ്കിലും ഒരു കോഡിനും ഇടയ്ക്കുള്ള ഒരു സെർട്ടൺ ഏരിയ, ദാറ്റ് പോർഷൻ ഈസ് കോൾഡ് സെഗ്മെന്റ്. പിന്നെ വാട്ട് ഈസ് സെക്ടർ? സെക്ടർ എന്ന് വെച്ചാൽ സർക്കിളിന്റെ 2 റേഡിയസും അതുപോലെ തന്നെ ആർക്കിനും ഇടയ്ക്കുള്ള പോർഷനാണ് സെക്ടർ എന്ന് പറയുന്നത്. അത് ഓർത്തു വയ്ക്കാനായിട്ട് റേഡിയസിലും 6 ഉണ്ട്, സെക്ടറിലും 6 ഉണ്ടെന്ന് ആലോചിക്കാം. സെഗ്മെന്റും സെക്ടറും ആണ് തെറ്റിപ്പോകാറ്. സെക്ടർ എന്ന് പറയുമ്പോൾ ആ സെക്ടറിൽ 6 ഇൻഡിക്കേറ്റ്സ് റേഡിയസ്. അപ്പൊ 2 റേഡിയസുകൾക്കും ഒരു ആർക്കിനും ഇടയ്ക്കുള്ള ഫോമാണ് സെക്ടർ എന്ന് പറയുന്നത്. ടാൻജന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കിളിന്റെ വെളിയിൽ കൂടെ അതിലൊരു പോയിന്റിനെ ടച്ച് ചെയ്തുകൊണ്ട് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? ടാൻജന്റ്. സർക്കിളിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ കൂടെ ഔട്ട്സൈഡ് ദ സർക്കിൾ പാസ് ചെയ്യുന്ന, ആ പോയിന്റിനെ ടച്ച് ചെയ്തുകൊണ്ട് പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ വിളിക്കുന്ന പേരാണ് ടാൻജന്റ്. ഈ ഏത് പോയിന്റിലാണോ ആ ടാൻജന്റ് ടച്ച് ചെയ്യുന്നത് ദാറ്റ് ഈസ് കോൾഡ് പോയിന്റ് ഓഫ് ടാൻജൻസി. പോയിന്റ് ഓഫ് ടാൻജൻസിയിലേക്ക് ഞാൻ വരയ്ക്കുന്ന റേഡിയസും ഈ ടാൻജന്റും തമ്മിൽ എപ്പോഴും എത്രയായിരിക്കും? 90 ഡിഗ്രിയിലായിരിക്കും. ഓക്കെ, radius at the point of tangency and the tangent is at 90 degree. സർക്കംഫറൻസ് വെച്ച് എന്താണ്? ഒരു സർക്കിളിന്റെ കർവ്ഡ് സർഫസിന്റെ ലെങ്തിനെയാണെന്ന് പറയുന്നത് സർക്കംഫറൻസ്, അല്ലെങ്കിൽ മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ ലീനിയർ ലെങ്ത് ഓഫ് ദ കർവ്ഡ് സർഫസ്. ആ കർവ്ഡ് സർഫസിനെ ഞാൻ കട്ട് ചെയ്ത് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എത്ര ലെങ്ത് കിട്ടും?
അതിനെയാണ് സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ പല രീതിയിൽ പറയാം, ഒന്നെങ്കിൽ ട്വൈസ് ദ റേഡിയസ്, അല്ലെങ്കിൽ ലാർജസ്റ്റ് കോഡ് ഓഫ് ദ സർക്കിൾ, അങ്ങനെ പല രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതാണ് ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് എ സർക്കിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സൈഡ്സ് ആർ ദെയർ ഇൻ എ ഡെക്കഗൺ? ഡെക്കഗൺ, ഡിസംബർ എന്നുള്ള ആലോചന. ഡിസംബർ എത്രാമത്തെ മാസമാണ്? 12ാമത്തെ മാസം. അതുകൊണ്ട് തെറ്റരുത്. ഡിസംബർ എന്ന് പറഞ്ഞാൽ 12ാമത്തെ മാസമാണെങ്കിലും ഡെക്കഗൺ, ഡെക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 എന്നാണ് അർത്ഥം. 10, therefore 10 sides. അപ്പോൾ എന്തുകൊണ്ടാണ് ഡിസംബർ 12ാമത്തെ എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം മാർച്ച് തൊട്ടായിരുന്നു ആ ഗ്രിഗേറിയൻ കലണ്ടർ ഫോം ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത്. പിന്നീടാണ് ജനുവരി ഫെബ്രുവരി ഒക്കെ ആഡ് ചെയ്തത്, മുന്നിലോട്ട് കൊണ്ട് ആഡ് ചെയ്തപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് ഷിഫ്റ്റ് ആയി പോയി. അതാണ് സെപ്റ്റംബർ 7ാമത്തെ മാസം 9ാമത്തേത്, ഒക്ടോബർ 8ാമത്തെ മാസം 10ാമത്തേത്, നവംബർ ഒക്ടോബർ 8ാമത്തെ മാസം 10ആയത്, നവംബർ 9ാമത്തെ വരേണ്ടതായിരുന്നു, അത് 11ആയി, അങ്ങനെ പോയി. അപ്പോൾ ഓരോ ടൈപ്പ് പോളിഗൺസിന്റെയും പേരുകൾ അറിഞ്ഞിരിക്കണം ഡിപ്പെൻഡിങ് ഓൺ ദ നമ്പർ ഓഫ് സൈഡ്സ്. 3 സൈഡ് ആണെങ്കിൽ നമുക്കറിയാം ട്രയാങ്കിൾ. 4 സൈഡിനെ ജനറലി വിളിക്കുന്ന പേരാണ് ക്വാഡ്രിലാറ്ററൽ. ഇമ്പോർട്ടൻറ്റ് ക്വാഡ്രിലാറ്ററൽസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. 5 സൈഡ് വരുന്നതാണ് പെന്റഗൺ. 6 സൈഡ് ഹെക്സഗൺ. 7 സൈഡ് സെപ്റ്റഗൺ എന്നും പറയാറുണ്ട്, സെപ്റ്റംബർ എന്നുള്ള പോലെ. ഹെപ്റ്റഗൺ എന്നും പറയാറുണ്ട്. 8 സൈഡ് ഒക്ടഗൺ. 9 സൈഡ് നൊണഗൺ. 10 സൈഡ് ഡെക്കഗൺ. 11 സൈഡ് ഹെൻ ഡെക്കഗൺ. 12 സൈഡ് ഡോ ഡെക്കഗൺ. ഇനി 13 ആണെങ്കിൽ ട്രൈ ഡെക്കഗൺ, പിന്നെ ടെട്രാ ഡെക്കഗൺ, അങ്ങനെ പെന്റാ ഡെക്കഗൺ, ഹെക്സാ ഡെക്കഗൺ, സെപ്റ്റാ ഡെക്കഗൺ, അങ്ങനെ ഒരു ആഡ് ചെയ്ത് പോയാൽ മതി. പക്ഷെ അതിൽ 20 സൈഡുള്ള ഒരു പോളിഗൺ വിളിക്കുന്ന പേരാണ് ഐക്കോസഗൺ. ഐക്കോസഗൺ എന്നാണ് പറയാറ്. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേരുകൾ. നെക്സ്റ്റ്, ഹൗ ഈസ് ദ സൈസ് ഓഫ് ദ ലെറ്റർ സ്പെസിഫൈഡ്? ഒരു ലെറ്ററിന്റെ സൈസ്, അല്ലെങ്കിൽ നമ്മുടെ ലെറ്ററിംഗ് ആൻഡ് ഡയമെൻഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരു ഭാഗമാണ്. ആ ലെറ്ററിന്റെ സൈസ് സ്പെസിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതിന്റെ എന്ത് ഡയമെൻഷൻ ആണ്? ഫോർ എക്സാമ്പിൾ, ഞാനൊരു ബി എന്ന് പറയുന്ന ഒരു ലെറ്റർ ഞാൻ എഴുതുകയാണെങ്കിൽ ഈ ബിക്ക് ഒരു സർട്ടൺ വിഡ്ത്തും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഹൈറ്റും ഉണ്ട്. ഇതിൽ ഏത് ഡയമെൻഷൻ എടുത്തുകൊണ്ടാണ് നമ്മളൊരു ലെറ്ററിന്റെ സൈസ് പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഏതാണ്? ഹൈറ്റ് ഓഫ് ദ ലെറ്റർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ആർ ഡെസിഗ്നേറ്റഡ് ബൈ ദെയർ ഹൈറ്റ്സ്. സ്റ്റാൻഡേർഡ് ഹൈറ്റ് ടു വിഡ്ത്ത് റേഷ്യോ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഹൈറ്റ്സ്, വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് കൺഫ്യൂഷൻ വരും. സ്റ്റാൻഡേർഡ് ഹൈറ്റ്സ് റെക്കമെൻഡഡ് ബൈ BIS പറയുന്നത് 9609/1983 ആണ് ലെറ്ററിങ്ങിനെ പറ്റി പറയുന്നത്. അതിലെ പ്രോഗ്രസീവ് റേഷ്യോ √2 ആണ്. അതായത് BIS ചില സ്റ്റാൻഡേർഡ് ഹൈറ്റുകൾ ഉപയോഗിക്കണം എന്ന് പറയുന്നുണ്ട്. ആ ഹൈറ്റുകൾ, ആദ്യത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് 2.5 mm ഹൈറ്റ് വരുന്ന ലെറ്റർ ആണ്. ഈ 2.5 mm നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 2.5 × √2, ഏകദേശം 3.5 വരും. ഇനി 3.5 × √2 ആണ് നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് സൈസ്, അപ്രോക്സിമേറ്റ്ലി 5 വരും. ഇനി 5 × √2 ഏകദേശം 7 ആണ് വരിക. 7 × √2 ഏകദേശം 10 വരും. 10 × √2 ഏകദേശം 14 വരും. നിങ്ങൾക്ക് പറയാം √2ന്റെ വാല്യൂ 1.414 ആണ്. അതിന് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 14.14. അതിൽ 14 ആണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് സൈസ്. 14നെ വീണ്ടും √2 കൊണ്ട് മൾട്ടിപ്ലൈ 20. ഇതാണ് സ്റ്റാൻഡേർഡ് സൈസ്. അപ്പോൾ സക്സസീവ് ആയിട്ടുള്ള 2 ലെറ്ററിംഗ് സൈസുകളുടെ റേഷ്യോ എത്രയാണെന്ന് വെച്ചാൽ എത്രയായിരിക്കും? √2 ആയിരിക്കും. √2. ഇതാണ് BISന്റെ റെക്കമെൻഡേഷൻ. വാട്ട് ഈസ് ദ ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ആംഗിൾ? എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഈസ് പ്രൊട്രാക്ടർ. പ്രൊട്രാക്ടർ ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക. വാട്ട് ഈസ് ദ പാർട്ട് ബിറ്റ്വീൻ എനി 2 പോയിന്റ്സ് ഓൺ ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ കോൾഡ്? അതായത് ഒരു സർക്കിൾ നിങ്ങൾ വരച്ചു നോക്കുക, എന്നിട്ട് അതിന്റെ സർക്കംഫറൻസ്, അതിന്റെ ഔട്ടർ സർഫസിലുള്ള ഏതെങ്കിലും 2 പോയിന്റ്സിന് ഇടയ്ക്കുള്ള ഈ പാർട്ടിനെ നമ്മൾ എന്താ പേര് വിളിക്കാം? ദറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ആർക്ക് ഓഫ് ദ സർക്കിൾ. ആർക്ക് എന്നാണ് അതിന്റെ പേര്. കോഡ് എന്തായിരുന്നു? ഈ 2 പോയിന്റ്സുകളെ ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ പാടുള്ളൂ? കോഡ് എഴുതാൻ പാടുള്ളൂ. ഈ പാർട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ആർക്കാണ്. വാട്ട് ഈസ് ദ ലൈൻ ദാറ്റ് ഇന്റർസെക്ട്സ് എ സർക്കിൾ അറ്റ് 2 പോയിന്റ്സ് ഓൺ ഇറ്റ് സർക്കംഫറൻസ്? അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതിന്റെ സർക്കംഫറൻസിലെ ഏതെങ്കിലും 2 പോയിന്റ്സുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ കോഡ് ഓഫ് ദ സർക്കിൾ. കോഡ്. വേർ ഷുഡ് സ്പേസ് ഫോർ ദ ടൈറ്റിൽ ബ്ലോക്ക് ബി പ്രൊവൈഡഡ് ഇൻ ദ ഡ്രോയിങ് ഷീറ്റ്? ഡ്രോയിങ് ഷീറ്റിലെ ടൈറ്റിൽ ബ്ലോക്ക് എവിടെയാണ് നമ്മൾ വെക്കേണ്ടത്? നമ്മളിപ്പോൾ ഇത് ഈ എഴുതിയിരിക്കുന്ന ഈ ഒരു നിങ്ങളിവിടെ ഡ്രോയിങ് ഉണ്ട്. ഈ ഡ്രോയിങ്ങിന്റെ ഇവിടെയാണ് നമ്മൾ എന്ത് വെക്കാറ്? ടൈറ്റിൽ ബ്ലോക്ക് വെക്കാറ് അല്ലെ? ടൈറ്റിൽ ബ്ലോക്ക് വെക്കുന്നത്. ടൈറ്റിൽ ബ്ലോക്ക് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്? ആ ഡ്രോയിങ്ങിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ബോക്സ്. അതിന്റെ ഡ്രോയിങ്ങിന്റെ പേരായിരിക്കാം. അത് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയുടെ ഡ്രോയിങ് ആണെങ്കിൽ ആ ഇൻഡസ്ട്രിയുടെ പേര് വെക്കണം. അതിൽ ഉപയോഗിക്കുന്ന സ്കെയിൽ എന്താണ്, ഏത് ഡേറ്റിനാണെന്ന് വരച്ചിരിക്കുന്നത്, ഇങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻസ് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു ബോക്സ് ആണ് ഈ ടൈറ്റിൽ ബ്ലോക്ക്. ആ ടൈറ്റിൽ ബ്ലോക്കിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ
This is the block in which the particulars of the organization, name of the drawing and other particulars are printed. It is situated at the bottom right hand corner. അതാണ് ഇവിടെ bottom right hand corner. Size of the title block ആണ് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്. 185/65. ഇത് 185 ആയിരിക്കണം, ഇത് 65 mm ആയിരിക്കണം. ഇതാണ് സ്റ്റാൻഡേർഡ് സൈസ് പറയുന്നത്. ഈ സൈസിന്റെ ഉള്ളിൽ വേണം എല്ലാ കാര്യങ്ങളും ഒതുക്കി നിർത്താനായിട്ട്. Which type of line has precedence over all types of lines? ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ലൈൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒബ്വിയസ്ലി ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ വരയ്ക്കുമ്പോൾ ആ ഒബ്ജക്റ്റിനെ നേരിട്ട് നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന എഡ്ജസിനല്ല ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ദെയർഫോർ ഏതായിരിക്കണം അത്? വിസിബിൾ ലൈൻ, അത് വിസിബിൾ എഡ്ജസ് കാണിക്കുന്ന കണ്ടിന്യൂസ് തിക്ക് ലൈൻ ആയിരിക്കണം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. What is the term for double ordinate that passes through the focus? കോണിക് സെക്ഷൻസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ടേംസുകളും അറിഞ്ഞിരിക്കണം. അപ്പൊ അതിൽ ഡബിൾ ഓർഡിനേറ്റ് എന്താണ്, ഫോക്കസ് എന്താണെന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കുക. ആൻസർ ഈസ് ലാറ്റസ് റെക്റ്റം. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു പരാബോള ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഈ പരാബോള എന്ന് പറയുന്നത് ഒരു XY ആക്സിസിലാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഈ പരാബോളയ്ക്ക് ഒരു പരാബോള ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു പോയിന്റ് സർട്ടൺ രീതിയിൽ മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പരാബോള കിട്ടുന്നത്. അത് ഏത് ലൈനിനെ ബേസ് കൊണ്ടാണ് മൂവ് ചെയ്യുന്നത്? ദാറ്റ് ലൈൻ ഈസ് കോൾഡ് ഡയറക്ട്രിക്സ്. ആ ഡയറക്ട്രിക്സിൽ നിന്ന് ഒരു സർട്ടൺ ഡിസ്റ്റൻസിൽ അതിന്റെ ഒരു ഫോക്കസ് ഉണ്ടായിരിക്കും. ഈ ഫോക്കസിൽ നിന്നാണ് ആ പോയിന്റ്, ഫോക്കസിൽ നിന്നും ഡയറക്ട്രിക്സിനും ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു സർട്ടൺ പോയിന്റ് ഈ പരാബോള ജനറേറ്റ് ചെയ്യുന്നത്. ഈ ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്നതും ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ ആക്സിസ് ഓഫ് ദ പരാബോള. ആക്സിസ് ഓഫ് ദ പരാബോള ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്നതും ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനാണ് അതിന്റെ ആക്സിസ് എന്ന് പറയുന്നത്. ഈ ആക്സിസ് ഇനി പരാബോളയുടെ ഈ കർവില് ഈ രണ്ട് പോയിന്റുകൾ, നേരത്തെ നമ്മളൊരു സർക്കിളിലെ ഒരു കോഡ് പറഞ്ഞ പോലെ തന്നെ ഈ പരാബോളയുടെ സർഫസിലെ രണ്ട് പോയിന്റ്സുകൾ ചൂസ് ചെയ്ത് അതിനെ ഞാൻ ഒരു ലൈൻ വെച്ച് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ദറ്റ് ഈസ് കോൾഡ് ഡബിൾ ഓർഡിനേറ്റ് ഓഫ് ദ പരാബോള. ഡബിൾ ഓർഡിനേറ്റ് എന്നാണ് പറയാ. ഈ ഡബിൾ ഓർഡിനേറ്റ് തന്നെ ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ബിക്കംസ് ലാറ്റസ് റെക്റ്റം. ദറ്റ് ഈസ് കോൾഡ് ലാറ്റസ് റെക്റ്റം. അപ്പൊ ഓർഡിനേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ലൈൻ ഫ്രം എനി പോയിന്റ് ഓൺ ദ കോണിക് ടു ഇറ്റ്സ് ആക്സിസ്, ദാറ്റ് ഈസ് ഓർഡിനേറ്റ്. അതായത് ഈ പരാബോളയിൽ നിന്ന് ഈ ആക്സിസിലേക്ക് വരയ്ക്കുന്ന എനി പെർപെൻഡിക്കുലർ ലൈൻ, ഇതാണെന്ന് പറയുന്നത് ഓർഡിനേറ്റ് എന്ന് പറയുന്നത്. അത് തന്നെ അടുത്ത സൈഡിലേക്ക് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് എ ഡബിൾ ഓർഡിനേറ്റ്. ഡബിൾ ഓർഡിനേറ്റ് ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് എന്താണ്? ലാറ്റസ് റെക്റ്റം. So double ordinate is the ordinate produced to meet the conic on both sides. Length of double ordinate എന്ന് പറയുന്നത് 2 times length of corresponding ordinate ആയിരിക്കും. Latus rectum എന്ന് വെച്ചാൽ it is the double ordinate which passes through the focus of the conic. Next, what is the curve or if the generating circle rolls outside the directing circle? എന്ത് ടൈപ്പ് കർവ് ആണ് ഒരു സർക്കിളിന്റെ മുകളിൽ കൂടെ വേറൊരു സർക്കിൾ റോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനറേറ്റ് ചെയ്യുന്നത്? ദി ആൻസർ ഔട്ട്സൈഡ്. രണ്ട് വേർഡ്സ് അറിഞ്ഞിരിക്കുക. ഔട്ട്സൈഡ്, എപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്സൈഡ്, ഹൈപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസൈഡ്. ഇതിൽ നിന്ന് തന്നെ കുറെ കാര്യങ്ങൾ കിട്ടിയല്ലോ. അപ്പൊ ഏതായിരിക്കും ഇതിന്റെ ആൻസർ? എപ്പി സൈക്ലോയിഡ്. എപ്പി സൈക്ലോയിഡ്, കാരണം ഔട്ട്സൈഡ് അല്ലേ വെച്ചിരിക്കുന്നത്, എപ്പി സൈക്ലോയിഡ്. അപ്പൊ ഇവിടെ നമുക്ക് മൂന്ന് തരത്തിലുള്ള സൈക്ലോയിഡ് കാണാം. സൈക്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ മേലെ കൂടെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ മേലെ കൂടെ ഒരു സർക്കിൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ഒരു വീലായിരിക്കാം, വണ്ടിയുടെ വീലാണെന്ന് വിചാരിച്ചു. ഈ വണ്ടിയുടെ വീൽ ഇവിടെ ഒരു പോയിന്റിൽ ഇപ്പോൾ കോണ്ടാക്ട് ഉണ്ട്. ഇനി ഈ വീലിന് റോൾ ചെയ്യാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ആ റോഡിന്റെ മേലെ കൂടെ റോൾ ചെയ്യുന്ന സമയത്ത് ഈ പോയിന്റ് ട്രേസ് ചെയ്യുന്ന ഒരു പാത്ത് ഉണ്ട്. ഇതിനാണെന്ന് പറയുന്നത് സൈക്ലോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ മേലെ കൂടെ ഒരു സർക്കിൾ റോൾ ചെയ്യാണ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ഉണ്ടാവാൻ പാടില്ല, റോളിംഗ് മോഷൻ മാത്രമേ പാടുള്ളൂ. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആ സർക്കിളിലെ ഒരു പോയിന്റിന്റെ പാത്ത് ഞാൻ ട്രേസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കിട്ടുന്ന കർവിനാണെന്ന് പറയുന്നത് സൈക്ലോയിഡ് എന്ന് പറയുന്നത്. ഈ സ്ട്രെയിറ്റ് ലൈൻ മാറ്റിയിട്ട് ഞാനൊരു സർക്കിളിന്റെ മേലെ കൂടെ ഇത് റോൾ ചെയ്താലും നമുക്ക് ഫോം ചെയ്യുന്നത് സൈക്ലോയിഡ് തന്നെയാണ്, സൈക്ലോയിഡ് ആണ്. ഈ സൈക്ലോയിഡ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് എപ്പി സൈക്ലോയിഡ്, പിന്നെ ഒന്ന് ഹൈപ്പോ സൈക്ലോയിഡ്. ഇവിടെ കാണുന്നതാണ് എപ്പി സൈക്ലോയിഡ്. എപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സർക്കിൾ അവിടെ ഫിക്സ്ഡ് ആയിട്ടിരിക്കുന്നുണ്ട്, അതിന്റെ മേലെ ചുറ്റുമായിട്ട് പുറത്ത് ഒരു സർക്കിൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അത് കാണുന്നുണ്ടോ? ഓക്കെ, ഇവിടെ കാണുന്ന ഈ സർക്കിൾ ഇതാണ് അതിന്റെ മേലെ കൂടെ റോൾ ചെയ്യുന്നത്. ആ റോൾ ചെയ്യുന്ന സർക്കിളിനെയാണ് നമ്മൾ ജനറേറ്റിംഗ് സർക്കിൾ എന്ന് പറയുന്നത്. ഈ ഫിക്സ്ഡ് ആയിരിക്കുന്ന സർക്കിളിനെയാണ് എന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ ഡയറക്റ്റിംഗ് സർക്കിളിന്റെ മേലെ കൂടെ ഒരു ജനറേറ്റിംഗ് സർക്കിൾ വെളിയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ഈ കർവ് ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ എപ്പി സൈക്ലോയിഡ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാലോ, ഡയറക്റ്റിംഗ് സർക്കിളിന്റെ ഉള്ളിലാണ് ജനറേറ്റിംഗ് സർക്കിൾ റോൾ ചെയ്യുന്നത്. എഗെയിൻ നമുക്ക് അവിടെ ഫോം ചെയ്യുന്നത് വേറൊരു ടൈപ്പ് സൈക്ലോയിഡ് ആണ്, ദാറ്റ് ഈസ് കോൾഡ് ഹൈപ്പോസൈക്ലോയിഡ്. ദിസ് ഇസ് കോൾഡ് ഹൈപ്പോസൈക്ലോയിഡ്. ഹൈപ്പോസ് എന്ന് വെച്ചാൽ ഉള്ളിൽ. ഇനി ഹൈപ്പോസൈക്ലോയിഡിന് തന്നെ ഒരു സ്പെഷ്യൽ കേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹൈപ്പോസൈക്ലോയിഡിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആണ് ഇവിടെ ഉള്ളിരിക്കുന്നത്. സ്പെഷ്യൽ കേസ്, സ്പെഷ്യൽ ഹൈപ്പോസൈക്ലോയിഡ്. ഇവിടെയും ഉള്ളിലെ ഫോം ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നോക്കൂ, ഈ ഡയറക്റ്റിംഗ് സർക്കിളിന്റെ ഡയമീറ്റർ, ജനറേറ്റിംഗ് സർക്കിൾ, ആ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സർക്കിളിന്റെ ഡയമീറ്റർ എന്തിന് ഈക്വൽ ആണ്? ഈ ഡയറക്റ്റിംഗ് സർക്കിളിന്റെ റേഡിയസിന് ഈക്വൽ ആണ്. ആ കേസിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഈ ഒരു ഹൈപ്പോസൈക്ലോയിഡ് എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പൊ ക്ലിയർലി ആ ഒരു റെഡ് പോയിന്റിനെ ഒന്ന്, അതിന്റെ പാത്ത് കണ്ടോ, ആ റെഡ് പോയിന്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടിയാണ് അത് മൂവ് ചെയ്യുന്നത്, ആ ഡയമീറ്റർ. ഓക്കെ, അതൊരു ഹൈപ്പോസൈക്ലോയിഡ് തന്നെയാണ്, പക്ഷെ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാറുന്ന സ്പെഷ്യൽ കേസ് ആണത്. എപ്പോഴാണ്? ഡയമീറ്റർ ഓഫ് ജനറേറ്റിംഗ് സർക്കിൾ ഈക്വൽസ് റേഡിയസ് ഓഫ് ഡയറക്റ്റിംഗ് സർക്കിൾ. Diameter of generating circle is equal to radius of directing circle. Directing circle ആണ് എപ്പോഴും സ്റ്റേഷനറി ആയിട്ടിരിക്കുക. ജനറേറ്റിംഗ് സർക്കിൾ ആണ് റോൾ ചെയ്തുകൊണ്ട് ആ കർവ് ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന്റെ പേര് ഇവിടെ വരുന്നത്. മനസ്സിലായോ? ഇതാണ് ഇവിടെ 3 തരത്തിലുള്ള സൈക്ലോയിഡ് കേസുകൾ. നെക്സ്റ്റ്, cycloid is the curve generated by a fixed point on the circumference of a circle which rolls without slipping along a fixed straight line. ഇനി സ്ട്രെയിറ്റ് ലൈൻ മാറ്റിയിട്ട് അവിടെ സർക്കിൾ, ജനറേറ്റിംഗ് സർക്കിൾ ആയിട്ട് പോകും. എപ്പിസൈക്ലോയിഡ് ഇസ് ദ കർവ് ജനറേറ്റഡ് ബൈ എ ഫിക്സഡ് പോയിന്റ് ഓൺ ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ വിച്ച് റോൾസ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ഓൺ ദ ഔട്ട്സൈഡ് ഓഫ് എ ഫിക്സഡ് സർക്കിൾ. ഈ ഫിക്സഡ് സർക്കിൾ ആണെന്ത്? ഡയറക്റ്റിംഗ് സർക്കിൾ. ഈ മൂവ് ചെയ്യുന്ന സർക്കിൾ ആണെന്ത്? ജനറേറ്റിംഗ് സർക്കിൾ. ഇനി ഹൈപ്പോസൈക്ലോയിഡ് എന്ന് പറയുമ്പോൾ ഇൻസൈഡ് ഓഫ് എ ഫിക്സഡ് സർക്കിൾ ആയിട്ട് മാറും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓഫ് ആർക്കിമിഡിസ് സ്പൈറൽ? ആർക്കിമിഡിസ് സ്പൈറലിന്റെ പ്രത്യേകത, സ്പൈറൽ ഫോം നമുക്ക് വരയ്ക്കാൻ പറഞ്ഞെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഇതാണ് സ്പൈറൽ എന്ന് പറയുന്നത്. ഓക്കെ, ചുരുണ്ടിരിക്കുന്ന ആ ഒരു ചുരുളി പോലത്തെ സംഭവം. ഈ സ്പൈറലിന്റെ ആർക്കിമിഡിസ് സ്പൈറൽ ഉണ്ട്, ലോഗരിതമിക് സ്പൈറൽ ഉണ്ട്. ആർക്കിമിഡിസ് സ്പൈറൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഞാൻ വരയ്ക്കുന്ന ഈ ഓരോ കേസിലും ഓരോ കോയിലും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് കോൺസ്റ്റന്റ് ആണ്. ഉണ്ടോ? ആ ഗ്യാപ്പ് കോൺസ്റ്റന്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് ആർക്കിമിഡിസ് സ്പൈറൽ. അതല്ലാതെ ഇത് ഒരു ഇൻക്രീസ് പോകുന്നതാണ് എന്ത്? ലോഗരിതമിക് സ്പൈറൽ. അപ്പൊ എന്താണ് ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് എൻ ആർക്കിമിഡിസ് സ്പൈറൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സ്പ്രിംഗ് ഓഫ് എ ക്ലോക്കിന്റെ സ്പ്രിംഗിൽ ഇത്തരത്തിലുള്ള ഒരു സ്പൈറൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഒരു പോയിന്റ് ഈ ബ്ലൂ കളറിലുള്ളതാണ് നമുക്കൊരു സ്പൈറൽ ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു ലൈൻ കാണാം. ഈ ലൈൻ നിങ്ങൾക്ക് കാണാം, ആ ബ്ലൂ കളറിലുള്ള ലൈൻ. ആ ലൈൻ ഇങ്ങനെ അകന്നകന്ന് പോകും. ആ പോയിന്റ് ഇങ്ങനെ അകന്നകന്ന് പോകണം. ഇവിടെ ഒരു സെന്റർ ഉണ്ട്. ആ സെന്ററിൽ നിന്ന് ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിലുള്ള ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിലൊരു പോയിന്റ്, ആ ലൈനിൽ കൂടെ വെളിയിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പാത്ത്, ജനറേറ്റ് ചെയ്യുന്ന പാത്താണെന്ത്? സ്പൈറൽ എന്ന് പറയുന്നത്. ലോക്കസ് ഓഫ് എ പോയിന്റ് മൂവിങ് അലോങ് എ ലൈൻ while the line rotates at a uniform angular velocity about a center called pole in such a way that for each angular displacement of the line, the linear displacement of the point towards or away from the pole is constant. ഇങ്ങനെ വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, ഞാൻ പറഞ്ഞുതരാം. ഈ സെന്റർ ഉണ്ടല്ലോ, ഈ സെന്ററിനെയാണ് നമ്മൾ അതിന്റെ പോൾ എന്ന് പറയുന്നത്. ആ സെന്റർ ആണ് പോള്. ഈ പോളിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലുള്ള ഒരു ലൈൻ അവിടെ ഉണ്ട്. ഈ ലൈനിൽ ഒരു പോയിന്റ് നിങ്ങൾ എടുക്കുക. ഈ ലൈനിലെ പോയിന്റ് വെറുതെ ഇങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ലൈനിന് അലോങ് ആയിട്ട് മൂവ്മെന്റ് ഉണ്ട്, അതിനോടൊപ്പം തന്നെ ഈ ലൈൻ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പോയിന്റ് ഒരു പ്രത്യേക രീതിയിൽ മൂവ് ചെയ്യണം. എങ്ങനെയാണ്? ഈ ലൈൻ ഒരു 30 ഡിഗ്രി മൂവ് ചെയ്തെന്ന് വിചാരിക്കാം. 30 ഡിഗ്രി മൂവ് ചെയ്തപ്പോൾ ഇത് സെന്ററിൽ നിന്ന് ഒരു 1 മീറ്റർ മുന്നിലേക്ക് വന്നു, വെളിയിലേക്ക് വന്നു. അടുത്ത 30 ഡിഗ്രി ലൈൻ മൂവ് ചെയ്തപ്പോൾ വീണ്ടും ഒരു 1 മീറ്റർ, ഈ പോയിന്റിൽ നിന്ന് ഒരു 1 മീറ്റർ വീണ്ടും വെളിയിലേക്ക് വന്നു. അടുത്ത 30 ഡിഗ്രിയിൽ വീണ്ടും ഒരു 1 മീറ്റർ വന്നു. അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്കിളിന്റെ പാത്ത് ഞാൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോം ചെയ്യുന്നതാണ് ഒരു ആർക്കിമിഡിസ് സ്പൈറൽ എന്ന് പറയുന്നത്. ആർക്കിമിഡിസ് സ്പൈറൽ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഫിക്സഡ് പോയിന്റ്, അതായത് പോൾ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബേസ് ചെയ്തുകൊണ്ട് ഒരു ലൈൻ റൊട്ടേറ്റ് ചെയ്യാണ്, ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്. ആ പോളിലുള്ള ആ ഒരു ലൈനിലുള്ള ഒരു പാർട്ടിക്കിള് ഒരു ഫിക്സഡ് സ്പീഡിൽ ആ ലൈനിൽ കൂടെ വെളിയിലേക്കും പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിക്കിളിന്റെ പാത്തിനെയാണ് നമുക്ക് ഒരു ആർക്കിമിഡിസ് സ്പൈറൽ ആയിട്ട് ഫോം ചെയ്യുന്നത്.
അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണുന്ന ഈ ക്ലോക്കിലെ സ്പ്രിങ്. ഇത്തരത്തിലുള്ള സ്പ്രിങ്ങുകളൊക്കെ ഒരു ആർക്കിമിഡീസ് സ്പൈറലിന് എക്സാമ്പിൾ ആണ്. നെയിം ദ കോണിക് സെക്ഷൻ വിച്ച് ഹാസ് എ മേജർ ആക്സിസ് ആൻഡ് മൈനർ ആക്സിസ്. മേജർ ആക്സിസും മൈനർ ആക്സിസും നിങ്ങൾ ഏത് കോണിക് സെക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ഏത് ഷേപ്പ് ആയിട്ട് ബന്ധപ്പെട്ടാണ് പറയാറ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എലിപ്സ്. അപ്പോൾ പരാബോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കട്ടിംഗ് പ്ലെയിൻ, ഒരു കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റ് സർക്കുലർ കോൺ. ഒരു കോണിനെ പല രീതിയിൽ നമുക്ക് കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പലതരത്തിലുള്ള കോണിക് സെക്ഷൻസ് കിട്ടുന്നു. പരാബോള എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടുന്നത്? ഇറ്റ് ഈസ് ബൈ സെക്ഷൻ പ്ലെയിൻ ഇൻക്ലൈൻഡ് ടു ദ ആക്സിസ് ആൻഡ് പാരലൽ ടു വൺ ഓഫ് ദ ജനറേറ്റർ. ജനറേറ്റർ എന്ന് പറയുന്നത് ഈ വെളിയിൽ കാണുന്ന ഈ എഡ്ജസിനൊക്കെയാണെന്ന് പറയുന്നത് ജനറേറ്റർ എന്ന് പറയുന്നത്. എഡ്ജ് അല്ല, ആക്ച്വലി കർവ്ഡ് സർഫസ് ആണ്. അതിന്റെ മേലെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതിനാണ് ജനറേറ്റർ എന്ന് പറയുന്നത്. ഈ ജനറേറ്ററിന് പാരലായിട്ട് ഇൻക്ലൈൻഡ് ടു ദ ആക്സിസ് ആൻഡ് പാരലൽ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ ഒരു ജനറേറ്ററിന് പാരലായിട്ട് ഒരു പ്ലെയിൻ വെച്ച് നിങ്ങൾ ഇതിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫോം ചെയ്യുന്നതാണ് എന്താ? ഒരു പരാബോള എന്ന് പറയുന്ന ഷേപ്പ്. എലിപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എലിപ്സ് എന്ന് പറഞ്ഞാൽ ഇതേ കോണിനെ തന്നെ cutting at right circular cone by a section plane inclined to the axis of the cone and cutting all the generator. ഇവിടെ ഇങ്ങനെ ഒരു പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യണം. എല്ലാ ജനറേറ്ററിന്റെ സർഫസിനെ മൊത്തമായിട്ട് ഒരു ട്രങ്കേറ്റഡ് സോളിഡ് ആയിട്ട് മാറ്റാം. ട്രങ്കേറ്റഡ് സോളിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു കഷ്ണം അങ്ങനെ തന്നെ കട്ട് ചെയ്ത് കളയാം. എൻറ്റയർ പോർഷൻ കട്ട് ചെയ്ത് കളയണം. അതിന് വരുന്നതാണ് എന്ത്? എലിപ്സ് എന്ന് പറയുന്നത്. സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ പ്ലെയിൻ തന്നെ ഞാൻ ഈ ബേസിന് പാരലായിട്ടാണ്, ഇതാണ് നിങ്ങളുടെ ബേസ്, ആ ബേസിന് പാരലായിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്നതായിരിക്കും ഒരു സർക്കിൾ ആയിരിക്കും. ഹൈപ്പർബോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിംഗ് പ്ലെയിൻ പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദ കോൺ കട്ടിംഗ് ബോത്ത് പാർട്സ് ഓഫ് ദ ഡബിൾ ഓർഡിനേറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുകളിലും ഒരു കോൺ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക, ഇവിടെ ഒരു കോൺ ഉണ്ട്, ഇവിടെയും ഒരു കോൺ ഉണ്ട്, ഇതേ സൈസുള്ള. ഇങ്ങനെ ഒരു പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യാം. ഇവിടെ ഫോം ചെയ്യുന്ന ഒരു ഹൈപ്പർബോള ആയിരിക്കും. മനസ്സിലായോ? ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിലുള്ളത് എലിപ്സ് എന്ന് പറയുന്ന ഷേപ്പാണ്. എലിപ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് രണ്ട് ഫോക്കസുകൾ ഉണ്ടായിരിക്കും. അത് നമ്മൾ പ്ലൂറലായിട്ട് ഫൊസൈ എന്ന് പറയും. ലൈൻ സെഗ്മെന്റ് ത്രൂ ദ ഫൊസൈ ഓഫ് ദ എലിപ്സ് ഈസ് കോൾഡ് മേജർ ആക്സിസ്. ഈ രണ്ട് ഫോക്കസുകളിൽ കൂടെ പാസ് ചെയ്യുന്ന ഈ ഒരു ലൈനെ വിളിക്കുന്ന പേരാണ് അതിന്റെ മേജർ ആക്സിസ് എന്ന് പറയുന്നത്. ഈ മേജർ ആക്സിസിലെ പെർപെൻഡിക്കുലർ ആയിട്ട് അതിന്റെ സെൻട്രൽ കൂടെ പാസ് ചെയ്യുന്നതാണെന്ത്? മൈനർ ആക്സിസ് എന്ന് പറയുന്നത്. ദ എൻഡ് പോയിന്റ്സ് ഓഫ് ദ മേജർ ആക്സിസ് ആർ കോൾഡ് വെർട്ടിസസ്. ഇവിടെ കാണുന്ന ഈ രണ്ട് പോയിന്റ്സുകൾ 1 and 2 ഇതാണ് വെർട്ടിസസ് ഓഫ് ദ എലിപ്സ് എന്ന് പറയുന്നത്. അപ്പൊ എലിപ്സ് എന്ന് പറയുന്ന ഷേപ്പിന് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഒരു റൈറ്റ് സർക്കുലർ കോണിനെ അല്ലെങ്കിൽ ഒരു കോണിനെ അതിന്റെ ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ട് എല്ലാ ജനറേറ്റേഴ്സിനെയും കട്ട് ചെയ്യുന്ന ഒരു പ്ലെയിൻ ഉണ്ടെങ്കിൽ അത് ഫോം ചെയ്യുന്നത് ഇവിടെ ഒരു എലിപ്സ് ആയിരിക്കും. ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് ആയിരിക്കും ഫോം ചെയ്യുക. എലിപ്സിന് രണ്ട് ആക്സിസുകൾ ഉണ്ട്. ഒരു സർക്കിളിനെ പിടിച്ച് വലിച്ചു നീട്ടിയ പോലെയാ, ഇങ്ങനെയും പിടിച്ച് വലിച്ചു നീട്ടി കഴിഞ്ഞാൽ ഫോം ചെയ്യുന്നതാണ് ഒരു എലിപ്സ് എന്ന് പറയുന്ന ഷേപ്പ്, ഒരു കോഴിമുട്ടയുടെ ഷേപ്പ്. ആ എലിപ്സിന് ഒരു മേജർ ആക്സിസ് ഉണ്ട്. മേജർ ആക്സിസ് എന്ന് വെച്ചാൽ അതിന്റെ രണ്ട് ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെന്റിനാണ് മേജർ ആക്സിസ് എന്ന് പറയുന്നത്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ മേജർ ആക്സിനെ രണ്ടായിട്ട് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുന്ന ഒരു ലൈനാണെന്ന് പറയുന്നത് മൈനർ ആക്സിസ് എന്ന് പറയുന്നത്. മേജർ ആക്സിസ് വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റുകളാണെന്ന് പറയുന്നത്, എലിപ്സിൽ വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഇതിന്റെ വെർട്ടിസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആംഗിൾ സെറ്റ് ബിറ്റ്വീൻ ടു ആക്സിസ് ഓഫ് എ ഡ്രാഫ്റ്റർ? ഒരു ഡ്രാഫ്റ്ററിന്റെ രണ്ട് ആക്സിസ് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ഇറ്റ് ഈസ് സംതിങ് ബട്ട് 90 ഡിഗ്രി. മിനി ഡ്രാഫ്റ്റർ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഈ മിനി ഡ്രാഫ്റ്ററിന്റെ ഈ രണ്ട് സ്കെയിലുകൾ, ഇതാണ് രണ്ട് ആക്സിസ് എന്ന് പറയുന്നത്. ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ആംഗിൾ ഈസ് ഓൾവേസ് 90 ഡിഗ്രി. എന്താണ് മിനി ഡ്രാഫ്റ്റർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഇസ് എ മിനിയേച്ചർ വേർഷൻ ഓഫ് എ ഡ്രാഫ്റ്റിംഗ് മെഷീൻ. ഡ്രാഫ്റ്റിംഗ് മെഷീൻ വലിയൊരു മെഷീനാണ്. അത് ഈ മാപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരയ്ക്കാനുള്ള മെഷീനാണ്. ആ ഡ്രാഫ്റ്റിംഗ് മെഷീനിൽ തന്നെ ഒരു മിനിയേച്ചർ ഫോം ആണ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ മിനി ഡ്രാഫ്റ്റർ. അതെന്തൊക്കെ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്? ഒരു ടി സ്ക്വയറിന്റെ, അതായത് പാരലൽ ലൈൻസ് വരയ്ക്കാം, സെറ്റ് സ്ക്വയർ, ഇൻക്ലൈൻഡ് ലൈൻസ് വരയ്ക്കാം, പ്രൊട്രാക്ടർ, എനി ആംഗിളിലുള്ള ലൈൻ വരയ്ക്കാം. അതുപോലെ തന്നെ സ്കെയിൽ, നിങ്ങൾക്ക് ഒരു കമ്പാരിറ്റീവ് ഒരു സ്കെയിൽ, രണ്ട് സ്കെയിൽസ് അതിലുണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള എല്ലാ മെഷീൻസ് അല്ലെങ്കിൽ എല്ലാ ഇൻസ്ട്രുമെന്റ്സും കൂടെ ഒരു ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ഫോമിനാണെന്ന് പറയുന്നത് മിനി ഡ്രാഫ്റ്റർ എന്ന് പറയുന്നത്. അതിന്റെ രണ്ട് ആക്സിസ് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. വിച്ച് ലൈൻ ഈസ് ഡ്രോൺ ആസ് ലോങ് ഡാഷ്ഡ് ഡോട്ടഡ് തിൻ ആൻഡ് തിക്ക് അറ്റ് ദ എൻഡ്സ്? അതായത് ലോങ് ഡാഷ്ഡ് തിൻ ലൈൻസ് ആയിട്ട് വരയ്ക്കുന്നു, പക്ഷെ രണ്ട് എൻഡുകളിൽ നമ്മൾ തിക്കൻഡ് എഡ്ജേഴ്സ് ആയിട്ട് കാണിക്കുന്നു. ഇത് ഏത് ലൈനാണ് അല്ലെങ്കിൽ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ആർ യൂസ്ഡ് ഫോർ കട്ടിംഗ് പ്ലെയിൻസ്. കട്ടിംഗ് പ്ലെയിൻസിനെ കാണിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. കട്ടിംഗ് പ്ലെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു ഒരു കോണിക് സെക്ഷനെ നമ്മൾ പല രീതിയിൽ കട്ട് ചെയ്യാന്ന് കണ്ടു. ഫോർ എക്സാമ്പിൾ സർക്കിൾ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യണം. ഈ ഒരു ബേസിന് പാരലായിട്ട് ഒരു വേറൊരു പ്ലെയിനിൽ വെച്ച് കട്ട് ചെയ്യണം. ഈ കട്ടിംഗ് പ്ലെയിൻ കാണിക്കാനായിട്ട് ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഒരു തിക്കൻഡ് എഡ്ജ്, ദെൻ
തിൻ ലൈൻ, തിൻ ചെയിൻ ലൈൻ ആയിട്ടാണ് കാണിക്കുന്നത്. അഗൈൻ ലാസ്റ്റ് ഒരു തിക്കൻ. അപ്പൊ ഇനി ഈ സർക്കിളിൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ മുകളിൽ നിന്ന് നോക്കണം അല്ലെ. ആ മുകളിൽ നിന്നാണ് നോക്കേണ്ടതെന്ന് കാണിക്കാനായിട്ട് ഇങ്ങനെ രണ്ട് ആരോസും അവിടെ കൊടുക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അർത്ഥം ഈ രണ്ട് എൻഡുകൾ തിക്കായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥം അവിടെ ആ പ്ലെയിൻ വെച്ച്, അങ്ങനെ ഒരു പ്ലെയിൻ വെച്ച് അവിടെ കട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. കട്ട് ചെയ്തിട്ട് ഈ ആരോസിന്റെ അർത്ഥം ഏത് വ്യൂവിൽ ഇനി ആ കട്ടിംഗ് പ്ലെയിനിനെ നോക്കണം, ആ കട്ട് ചെയ്ത ഭാഗം കാണാനായിട്ട് എങ്ങനെ നോക്കണം എന്നുള്ളതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കട്ടിംഗ് പ്ലെയിൻ. ഇനി ഈ തിക്കൻഡ് ആയിട്ടുള്ള എഡ്ജ് ഇല്ലെങ്കിൽ നമുക്ക് അത് സെൻട്രൽ ലൈനോ അല്ലെങ്കിൽ ഒരു പ്രൊജക്ട്, നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രാജക്ടറി, അങ്ങനെയുള്ള ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യാണ്. ആക്സിസ് ഓഫ് സിമെട്രി, ഒരു റെക്ടാംഗിൾ, ഇതിന്റെ ആക്സിസ് ഓഫ് സിമെട്രി ആണിത്. എന്ന് വെച്ചാൽ ഇതിനെ ഈ ഒരു ലൈനിൽ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഈക്വൽ ഹാഫുകളായിട്ട് കിട്ടും. ദിസ് ഇസ് ആൻ ആക്സിസ് ഓഫ് സിമെട്രി. ഇങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാനാണ് ഒരു ഡാഷ്ഡ് ചെയിൻ ലൈൻ ഉപയോഗിക്കുന്നത്. ആ ചെയിൻ ലൈനിൽ രണ്ട് എൻഡുകൾ തിക്കൻഡ് ആയിട്ട് വന്നാലാണ് അതെന്ത് കട്ടിംഗ് പ്ലെയിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ ക്വാഡ്രിലാറ്ററൽ ഇഫ് ഓൺലി വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ദാറ്റ് ആർ പാരലൽ? അഗെയിൻ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്. പല റീജിയൻസിലും പല പേരുകൾ അറിയപ്പെടുന്ന ഒന്നാണ് ട്രപ്പീസിയം, ട്രപ്പീസോയിഡ് എന്നുള്ളത്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ടേബിൾ പ്രകാരം ഏതെങ്കിലും ഒരു പെയർ ഓഫ് എഡ്ജസ് പാരലൽ ആയിട്ട് വരികയാണെങ്കിൽ അതിനെ നമ്മൾ ട്രപ്പീസോയിഡ് എന്നാണ് സാധാരണ. പക്ഷെ ഇതിൽ ഐടിയുടെ ഒരു ബുക്കിൽ ഇങ്ങനെ ആൻസർ ട്രപ്പീസിയം ആയിട്ടും കൊടുത്തിട്ടുണ്ട്. UK, US ഇത് തിരിച്ചും മറിച്ചും പറയുന്നതിന്റെ ഒരു ഫലമാണ് ഈ ഒരു കൺഫ്യൂഷൻ. ഈ ട്രപ്പീസോയിഡ് എന്നുള്ള ആൻസർ ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രപ്പീസോയിഡ് എന്ന് എഴുതുക. ട്രപ്പീസിയം എന്നേ ഉള്ളൂവെങ്കിൽ ട്രപ്പീസിയം എഴുതുക. ഓക്കെ, അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പെയർ മാത്രമേ പാരലൽ ആവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് വൺ പെയർ എന്ന് പറയുമ്പോൾ അഗെയിൻ കൺഫ്യൂഷനായി. പാരലോഗ്രത്തിലും സ്ക്വയറിലും റോംബസിലും ഒക്കെ പെയർ ഓഫ് സൈഡ്സ് പാരലൽ ആണ്. അപ്പൊ ഏത് വേണമെങ്കിലും വരാം. ഇവിടെ ഓൺലി വൺ പെയർ ഓഫ് പാരലൽ എന്ന് പറഞ്ഞ് മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ ആയിട്ട് നമുക്ക് ട്രപ്പീസിയം മാത്രമേ ചൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Which instrument is used to draw smooth curves of any nature? കർവ്സ് വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഫ്രഞ്ച് കർവ്. ഫ്രഞ്ച് കർവ് ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് ഫ്രഞ്ച് കർവ്. അപ്പൊ പല രീതിയിലുള്ള കർവുകൾ നമുക്ക് ഇതിൽ പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിൽ കൊടുത്തിരിക്കുന്ന ചില ഡെഫിനിറ്റ് കർവ്സ് ഉണ്ട്, അതാണ് മെയിൻലി നമ്മൾ പ്ലോട്ട് ചെയ്യുക. അത് പല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് ഡിഫറെന്റ് കർവ്സ് ഫോം ചെയ്യാനായിട്ട് പറ്റും. ഇനി ഫ്ലെക്സിബിൾ കർവ് എന്ന് പറഞ്ഞ വേറൊരാളും കൂടി ഉണ്ട്. എനി കർവേച്ചർ ഉള്ള കർവുകൾ വരയ്ക്കാനായിട്ട്, നമുക്ക് ഇഷ്ടമുള്ള കർവ് വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഫ്ലെക്സിബിൾ കർവ്. കൂടുതലും ഫ്രഞ്ച് കർവാണ് ചോദിക്കാറ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഫിഗർ ദാറ്റ് എ പ്ലെയിൻ ഫിഗർ ഈസ് എൻക്ലോസ്ഡ് ബൈ മോർ ദാൻ 4 സ്ട്രെയിറ്റ് ലൈൻസ്? ഇപ്പൊ 4 സൈഡുകൾ മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ അതിനെ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. 3 സൈഡ് ആണെങ്കിൽ അതിനെ ട്രയാങ്കിൾ എന്ന് പറയും. ഇനി 4-ലധികം സൈഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ജനറലി വിളിക്കുന്ന പേര് പോളിഗൺ എന്നാണ്. പോളിഗൺ. ഓക്കെ, ഡിഫറെന്റ് പോളിഗൺസിന്റെ പേരുകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. പെന്റഗൺസ്, ഹെക്സഗൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല പേരുകളും കണ്ടിരുന്നു. പോളിഗൺ ഈസ് എ പ്ലെയിൻ ഫിഗർ ബൗണ്ടഡ് ബൈ മെനി, യൂഷ്വലി മോർ ദാൻ 4 സ്ട്രെയിറ്റ് ലൈൻസ്. വെൻ ഓൾ ദ സൈഡ്സ് ആർ ഈക്വൽ, ദറ്റ് ഈസ് കോൾഡ് എ റെഗുലർ പോളിഗൺ. റെഗുലർ പോളിഗൺസ് എല്ലാ സൈഡിലും ഈക്വൽ ലെങ്ത് ആയിരിക്കണം, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. വിച്ച് കോണിക് സെക്ഷൻ ഹാസ് 1 വെർട്ടെക്സ്? ഒരു വെർട്ടെക്സ് മാത്രമുള്ള കോണിക് സെക്ഷൻ ആണ്. നമ്മൾ നേരത്തെ കണ്ട ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരുന്നു, ദാറ്റ് ഈസ് പരാബോള. പരാബോളയ്ക്ക് ഒരു കോണിക് സെക്ഷൻ. അപ്പൊ ഇവിടെ പരാബോള ഫോം ചെയ്യുന്നുണ്ടോ? ഒരു കോണിൽ കൂടെ അതിന്റെ ഏതെങ്കിലും ഒരു ജനറേറ്ററിന് പാരലായിട്ട് ഒരു പ്ലെയിൻ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതിന്റെ ബേസിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോം ചെയ്യുന്നതാണ് ഒരു പരാബോള എന്ന് പറയുന്നത്. ഈ പരാബോള ലൈൻ ത്രൂ ദ ഫോക്കസ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ട്രിക്സ്, ഇതാണ് അതിന്റെ ഫോക്കസ് ആയിട്ട് വരുന്നത്. ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്നതും ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനാണെന്ന് പറയുന്നത് ആക്സിസ് ഓഫ് ദ പരാബോള എന്ന് പറയുന്നത്. ഈ ആക്സിസ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ പരാബോള വിത്ത് ആക്സിസ് ഈസ് കോൾഡ് വെർട്ടെക്സ്. ഇതാണ് വെർട്ടെക്സ് ഓഫ് ദ പരാബോള. ഇവിടെ ഒരു വെർട്ടെക്സ് മാത്രമേ പരാബോളയ്ക്കുള്ളൂ. അടുത്ത സൈഡ് ഇതിങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഫിഗർ ആയതുകൊണ്ട് ഈ ആക്സിസ് പിന്നെ പരാബോളയിൽ മീറ്റ് ചെയ്യില്ല, ഒരു സൈഡിൽ മാത്രമേ മീറ്റ് ചെയ്യുള്ളൂ. Therefore it has only 1 vertex. Chord scale is used for. Chord scale അധികം അങ്ങനെ ചോദിക്കാത്തൊരു ഭാഗമാണ്. അതായത് ഈ പ്രൊട്രാക്ടർ വെച്ചുകൊണ്ട് നമുക്കൊരു ഡെഫിനിറ്റ് ആംഗിൾസ് ഉണ്ട്, ഡെഫിനിറ്റ് ആംഗിൾ ഉണ്ട്. ഇപ്പൊ 137.5 എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ 137.63 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടായി. അതൊരു പ്രൊട്രാക്ടർ വെച്ചുകൊണ്ട് അത്രയും ആക്യുറേറ്റ് ആയിട്ടൊന്നും മെഷർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അതിനൊരു ജോമെട്രിക്കൽ സ്കെയിൽ വെച്ചുകൊണ്ട് നമ്മൾ അതിനെ വരയ്ക്കുകയാണ് ചെയ്യുന്നത്, കൺസ്ട്രക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്കെയിൽ കൺസ്ട്രക്ട് അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് കോഡ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കൺസ്ട്രക്ട് ദ ആംഗിൾ ഓഫ് ഡിഫറെന്റ് മെഷേഴ്സ്. ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ് സ്കെയിൽ ഓഫ് കോഡ്സ്. കോഡ് ഓഫ് സ്കെയിൽസ് അല്ല, സ്കെയിൽ ഓഫ് കോഡ്സ് എന്നാണ് പറയാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺസ്ട്രക്ട് ആംഗിൾസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എ പ്രൊട്രാക്ടർ. സ്കെയിൽ ടു മെഷർ ഓർ സെറ്റ് ആംഗിൾസ് ഓർ ഡിഗ്രീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനറലി ആൻസർ വരുന്നത് സ്കെയിൽ ഓഫ് കോഡ്സ് ആയിരിക്കും.
which of the following scales can be used to measure meter and decimeter only? ഏത് സ്കെയിലാണ് മീറ്റർ ആൻഡ് ഡെസിമീറ്റർ? ശ്രദ്ധിക്കുക, മില്ലി മീൻസ് 1/1000, then deci means 1/100. Centi means 1/100, deci means 1/10. Then deca means 10 times. Then hecta means 100 times. Then hecta അല്ലെങ്കിൽ hecto എന്നൊക്കെ പറയാറുണ്ട്. Then kilo means 1000. അപ്പൊ ഒരു മീറ്ററിന്റെ 1000 എന്ന് പറഞ്ഞാൽ മില്ലിമീറ്റർ, 100 എന്ന് പറഞ്ഞാൽ സെന്റിമീറ്റർ, 10 എന്ന് പറഞ്ഞാൽ ഡെസിമീറ്റർ. ഒരു മീറ്ററിന്റെ 10 ഇരട്ടി എന്ന് പറഞ്ഞാൽ ഡെക്കാമീറ്റർ, 100 ഇരട്ടി ഹെക്ടോമീറ്റർ, ദെൻ 1000 ഇരട്ടി കിലോമീറ്റർ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവരൊക്കെയാണ് അഡ്ജസന്റ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അഡ്ജസന്റ് യൂണിറ്റ്സ്. മില്ലിയുടെ അഡ്ജസന്റ് യൂണിറ്റ് ആണ് സെന്റി, സെന്റിയുടെ അഡ്ജസന്റ് ആണ് ഡെസിയുടെ അഡ്ജസന്റ് ഡെക്ക, ദെൻ ഹെക്ട, കിലോ, അങ്ങനെ പോകുന്നു. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? മീറ്ററും ഡെസിമീറ്ററും, ഇതിനിടയ്ക്കാണ് മീറ്റർ വരുന്നത്. മീറ്റർ അല്ലെ, മീറ്റർ എന്ന് വെച്ചാൽ 1 എന്നുള്ള അർത്ഥമാണ്. ഒരു മീറ്ററിന്റെ 10 ഒരു മീറ്ററിന്റെ 10 ഇരട്ടി, അങ്ങനെ വരുന്നതാണ്. അപ്പോൾ 10 ടൈംസ് ആയിട്ട് പോകുന്നതാണ് അഡ്ജസന്റ് യൂണിറ്റ്സ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു മീറ്ററിനെയും അതിന് തൊട്ടടുത്തുള്ള ഡെസിമീറ്റർ, അതിന് തൊട്ട് താഴെയുള്ള ഡെസിമീറ്ററിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്കെയിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് പ്ലെയിൻ സ്കെയിൽ. പ്ലെയിൻ സ്കെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സ്കെയിൽ വിച്ച് റെപ്രസെന്റ്സ് ഐദർ 2 യൂണിറ്റ്സ് ഓർ എ യൂണിറ്റ് ആൻഡ് എ സബ് ഡിവിഷൻ. അതായത് മീറ്ററും അതിന്റെ സബ് ഡിവിഷൻ ആയിട്ടുള്ള ഡെസിമീറ്റർ, ഫോർ എക്സാമ്പിൾ സെന്റിമീറ്റർ അതിന്റെ സബ് ഡിവിഷൻ ആയിട്ടുള്ള മില്ലിമീറ്റർ, അങ്ങനെ അടുത്തടുത്തുള്ള യൂണിറ്റുകളെ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്കെയിലിനാണെന്ന് പറയുന്നത് പ്ലെയിൻ സ്കെയിൽ എന്ന് പറയുന്നത്. ഡയമെൻഷൻസ് അപ് ടു സിംഗിൾ ഡെസിമൽ, അതായത് നിങ്ങൾക്ക് ഒരു 5.6 സെന്റിമീറ്റർ അല്ലെങ്കിൽ 5.6 മീറ്റർ റെപ്രസെന്റ് ചെയ്യണം. ഒരു ഡ്രോയിങ്ങിൽ ഒരു 5.6 മീറ്റർ റെപ്രസെന്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മളൊരു ഗ്രാഫിക്കൽ സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യുന്നതിനാണ് പ്ലെയിൻ സ്കെയിൽ എന്ന് പറയുന്നത്. ഇപ്പൊ 5.6 മീറ്ററിനെങ്കിൽ ഇതിവിടെ 5 മീറ്റർ പ്ലസ് 0.6 മീറ്റർ വിച്ച് ഇസ് ഈക്വൽ ടു 5 മീറ്റർ പ്ലസ് ഒരു മീറ്ററിന്റെ 10 എന്ന് വെച്ചാൽ എന്താണ്? ഒരു മീറ്ററിന്റെ 10 എന്ന് വെച്ചാൽ ഡെസിമീറ്റർ ആണല്ലോ. അപ്പൊ 0.6 എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ഡെസിമീറ്റർ ആയിരിക്കും. 6 ഡെസിമീറ്റർ എന്ന് വെച്ചാൽ 0.6 മീറ്റർ. അപ്പോൾ 5 മീറ്റർ പ്ലസ് 6 ഡെസിമീറ്റർ. അപ്പോൾ രണ്ട് അടുത്തടുത്തുള്ള യൂണിറ്റുകളല്ലേ. ഇത്രയും ആക്യുറസിയിൽ, ഒരു ഡെസിമൽ പോയിന്റ് ആക്യുറസിയിൽ നിങ്ങൾക്ക് ഒരു ഡ്രോയിങ്ങിൽ എന്തെങ്കിലും ഒരു ഡയമെൻഷൻ കാണിക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന സ്കെയിലാണ് പ്ലെയിൻ സ്കെയിൽ. ഇനി കമ്പാരിറ്റീവ് സ്കെയിൽ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളെ സ്റ്റീൽ റൂൾ ആണ്. ആ സ്റ്റീൽ റൂളിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു സൈഡിൽ ഇഞ്ചസിലുള്ള ലെങ്ത് ഉണ്ടായിരിക്കും, ഒരു സൈഡിൽ സെന്റിമീറ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ രണ്ട് ഡിഫറെന്റ് യൂണിറ്റ്സിലുള്ള ക്വാണ്ടിറ്റികളെ തമ്മിൽ ഒരേ സമയം നമുക്ക് മെഷർ ചെയ്യാം. അപ്പോൾ അതിൽ 4 സെന്റിമീറ്റർ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഇഞ്ചസിലുള്ള വാല്യൂ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ രണ്ട് യൂണിറ്റ്സിലുള്ള വാല്യൂസ് കമ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് കമ്പാരിറ്റീവ് സ്കെയിൽ എന്ന് പറയുന്നത്. ഈ കമ്പാരിറ്റീവ് സ്കെയിൽ അപ്പോൾ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഡ്രോയിങ്ങിലെ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ആക്ച്വൽ ഡയമെൻഷൻ സെയിം യൂണിറ്റ്സിൽ പറയുന്നതാണ് എന്ത്? റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ. രണ്ടുപേരും ഒരേ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് പറയണം. യൂണിറ്റിൽ കൺവേർട്ട് ചെയ്യാതെ ജസ്റ്റ് പറയുന്നതാണ്. അതായത് ഒരു 10 കിലോമീറ്റർ നീളമുള്ള റോഡ് 1 മില്ലിമീറ്റർ ആയിട്ടാണ് ഞാൻ മാപ്പിൽ കാണിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് സിംപ്ലി സ്കെയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ആ 10 കിലോമീറ്റർ നിങ്ങൾ ആ മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് പറയുമ്പോൾ രണ്ടും മില്ലിമീറ്ററിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇഞ്ചസിലും അതുപോലെ തന്നെ സെന്റിമീറ്ററിലും ഞാൻ ഒരേ ഒബ്ജക്റ്റിന്റെ ആണ് ആക്ച്വൽ ഡയമെൻഷൻ മെഷർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഞാൻ ഇത് രണ്ടും ഇഞ്ചസിൽ പറഞ്ഞു അല്ലെങ്കിൽ രണ്ടും സെന്റിമീറ്ററിൽ പറഞ്ഞു, പക്ഷെ രണ്ടും ഒരേ ലെങ്ത് തന്നെയല്ലേ ഞാൻ പറയുന്നത്, ഡിഫറെന്റ് യൂണിറ്റ്സിലാണെന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന റേഷ്യോ സെയിം ആയിരിക്കും. അതായത് റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ വിൽ ബി സെയിം ഇൻ കമ്പാരിറ്റീവ് സ്കെയിൽ. അപ്പൊ ഇറ്റ് ഈസ് ദ സ്കെയിൽ ഹാവിംഗ് സെയിം റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ഗ്രാജുവേറ്റഡ് ടു റീഡ് ഡിഫറെന്റ് യൂണിറ്റ്സ്. ഇനി ഡയഗണൽ സ്കെയിലാണ് കുറച്ചും കൂടെ ആക്യുറസിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാഫിക്കൽ സ്കെയിൽ. സ്കെയിൽ യൂസ്ഡ് ടു റെപ്രസെന്റ് 3 യൂണിറ്റ്സ്, അതായത് 5.67 മീറ്റർ ആയിരുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ 5 മീറ്റർ പ്ലസ് 0.6 മീറ്റർ പ്ലസ് 0.07 മീറ്റർ ഇങ്ങനെ എഴുതാൻ പറ്റും അല്ലെ. അങ്ങനെയാണെങ്കിൽ 5 മീറ്റർ പ്ലസ് 0.6 മീറ്റർ എന്ന് വെച്ചാൽ നമ്മൾ കണ്ടു 6 ഡെസിമീറ്റർ ആണ്. ഇനി ഒരു മീറ്ററിന്റെ 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റിമീറ്റർ അല്ലേ.
അപ്പോൾ എനിക്ക് 0.07 മീറ്ററിനെ 7 സെന്റിമീറ്റർ എന്ന് എഴുതി കൂടെ? അപ്പൊ 3 അഡ്ജസന്റ് യൂണിറ്റ്സുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും ഏത് വെച്ചുകൊണ്ട്? ഡയഗണൽ സ്കെയിൽ വെച്ചുകൊണ്ട്. അപ്പോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ഡയമെൻഷൻസ് അപ് ടു 2 ഡെസിമൽ ആക്യുറസി. അപ്പോൾ 5.67 എന്നുള്ള അത്രയും ആക്യുറസിയിൽ എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതാണ് പ്ലെയിൻ സ്കെയിലും ഡയഗണൽ സ്കെയിലും തമ്മിലുള്ള വ്യത്യാസം. പ്ലെയിൻ സ്കെയിൽ ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ഐദർ 2 അഡ്ജസന്റ് യൂണിറ്റ്സ് ഓർ 1 ഡെസിമൽ പോയിന്റ്. ഇനി ഡയഗണൽ ആണെങ്കിൽ 3 അഡ്ജസന്റ് യൂണിറ്റ്സുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 2 ഡെസിമൽ പോയിന്റ് ആക്യുറസിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് സ്കെയിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോയിന്റ്സുകൾ. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് എൻ ആരോ ഹെഡ്? ഒരു ആരോ ഹെഡിന്റെ നമ്മൾ ഡയമെൻഷനിങ് ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെ സൈഡിൽ ഒരു ആരോ ഹെഡ് വരയ്ക്കാറുണ്ട്. നമ്മളത് ഡ്രോയിങ് ഷീറ്റിൽ അതൊന്നും നോക്കാറൊന്നുമില്ല. എന്നാലും അതിന്റെ സ്റ്റാൻഡേർഡ് ഡയമെൻഷൻസ് ഈ പറഞ്ഞ BAS റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, ഇതാണ് അതിന്റെ ഓവറോൾ വിഡ്ത്ത് എന്ന് പറയുന്നത്. വിഡ്ത്ത്, ഈ ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആയിരിക്കണം. 3:1 ഈസ് ദ കറക്റ്റ് ആൻസർ. 1:3 ഓപ്ഷനിലുണ്ട്, ശ്രദ്ധിച്ച് ചെയ്താൽ. ലെങ്ത് ടു വിഡ്ത്ത് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ 3:1 ആണ് വരുന്നത്. വിച്ച് സിമ്പിൾ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ഡയമീറ്റർ ഇൻ ദ ഡ്രോയിങ്? ഡ്രോയിങ്ങിൽ നമ്മൾ ഡയമീറ്റർ ആണ് അല്ലെങ്കിൽ ലെങ്ത് ആണ് എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ചില സിമ്പിൾസ് ഉപയോഗിക്കാറുണ്ട്. ആ സിമ്പിൾസിൽ ഡയമീറ്ററിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഫൈ എന്ന സിമ്പിൾ ആണ്. ഫൈ എന്നാണ് അത് വായിക്കുന്നത്, ഫൈ. ഇപ്പൊ നമുക്ക് ചില ഇമ്പോർട്ടൻറ്റ് സിമ്പിൾസ് നോക്കാം. ഫൈ എന്ന് പറയുന്നത് ഡയമീറ്റർ. ഒരു സർക്കിളൊക്കെ വരച്ചു കഴിഞ്ഞാൽ ഈ സർക്കിളിന്റെ ഡയമീറ്റർ നമ്മളിങ്ങനെ കാണിക്കാറുണ്ട്. ഈ ലൈൻ എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. 550 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡയമീറ്റർ 50 mm ആണ് എന്നാണ് അതിന്റെ മീനിങ്. ഇനി ഇത് സർക്കിളിനെ നമുക്ക് സർക്കിൾ ആണോ നിർബന്ധമില്ല. ചിലപ്പോൾ ഇതൊരു സ്ഫിയർ ആയിരിക്കാം. 3 ഡയമെൻഷനിൽ ആണെങ്കിൽ നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റില്ലല്ലേ. ഒരു പ്ലെയിൻ ആയിട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് സർക്കിൾ ആയിട്ട് തന്നെ ആ സ്ഫിയറിനെ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് സ്ഫിയർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ കൂടെ എസും കൂടെ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. S5 എന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അത് സ്പെറിക്കൽ ഡയമീറ്റർ എന്നാണ്. എന്നുവെച്ചാൽ ഈ ഒബ്ജക്റ്റ് ഒരു സ്ഫിയർ ആണെന്നാണ് അതിന്റെ അർത്ഥം. ഇനി റേഡിയസ് ആണെങ്കിൽ 6. ഇനി SQ എന്നുണ്ടെങ്കിൽ അത് സ്ക്വയർ ആണ്. ഈ ഷേപ്പ് ഇവിടെ ഒരു സ്ക്വയർ ആണ്. SQ 50 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ സ്ക്വയർ ഹാവിംഗ് സൈഡ് ലെങ്ത് 50 എന്നാണ് അർത്ഥം. ഇനി S എന്ന് വെച്ചാൽ സ്ഫിയറിനെ റെപ്രസെന്റ് ചെയ്യുന്നു. സോ ഏതെങ്കിലും ഇതിന്റെ മുന്നിൽ S എന്ന് മാത്രം കാണുകയാണെങ്കിൽ അത് സ്ഫിയർ ആണ്. SR എന്ന് വെച്ചാൽ സ്പെറിക്കൽ റേഡിയസ്, SQ എന്ന് വെച്ചാൽ സ്ക്വയർ. രണ്ടിനെയും ഫസ്റ്റ് ലെറ്റർ S ആയതുകൊണ്ട് സ്ക്വയറിന്റെ സെക്കൻഡ് ലെറ്ററും കൂടെ എടുത്തിരിക്കുന്നത് മാത്രം. ഓക്കെ, ഇതാണ് സ്റ്റാൻഡേർഡ് സിമ്പിൾസ്. വിച്ച് സ്കെയിൽ ക്യാൻ ബി യൂസ്ഡ് ടു കൺവേർട്ട് കിലോമീറ്റർ ഇൻ ടു മൈൽ? കിലോമീറ്റർ, മൈൽ എന്നൊക്കെ പറയുന്നത് 2 ഡിഫറെന്റ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് ആണ്. പക്ഷെ രണ്ടും റെപ്രസെന്റ് ചെയ്യുന്നത് ലെങ്ത് ആണ് അല്ലെ. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ തന്നെ 2 ഡിഫറെന്റ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് കമ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഏത് സ്കെയിലാണ്? ഒബിയസ്ലി കമ്പാരറ്റീവ് സ്കെയിൽ ആണ്. സോ ആൻസർ ഈസ് കമ്പാരറ്റീവ് സ്കെയിൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റേഷ്യോ ഗീവ്സ് ദ ഡ്രോയിങ് എക്സാക്ട് ഹാഫ് സൈസ് ഓഫ് ദ ഒബ്ജക്ട്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സ്കെയിലിന്റെ ജനറൽ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോയിങ്ങിലെ ലെങ്ത് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ലെങ്ത് അല്ലേ. എനിക്ക് വേണ്ടത് ഡ്രോയിങ്ങിന്റെ സൈസ് ആക്ച്വൽ ലെങ്ത്തിന്റെ പകുതി ആയിരിക്കണം. അപ്പൊ ആക്ച്വൽ ലെങ്ത് ഞാൻ 1 മീറ്റർ ആണെങ്കിൽ ഡ്രോയിങ് ലെങ്ത് എത്രയേ പാടുള്ളൂ? 1/2 മീറ്ററേ പാടുള്ളൂ. അപ്പൊ സ്കെയിൽ എത്ര വരും? 1/2, അതായത് 1:2 അല്ലേ ആൻസർ. സോ ദ ആൻസർ ഈസ് ബി. തിരിച്ചു ചെയ്തത് 2:1 എന്ന് വെച്ചാൽ എൻലാർജിങ് സ്കെയിൽ ആണ്. 1:2 ആണ് റെഡ്യൂസിങ് സ്കെയിൽ. Next question, when a thin continuous line, its contents note or dimensions with the features to which it applies. അതായത് ഉദ്ദേശിക്കുന്ന അത്രേ ഉള്ളൂ. ഗ്രാമാറ്റിക്കലി നോക്കുമ്പോൾ സെന്റൻസിന് മീനിങ് തോന്നില്ല. അതായത് ഒരു തിൻ കണ്ടിന്യൂസ് ലൈൻ ആണ് നമ്മുടെ ക്വസ്റ്റ്യനിലെ താരം. അയാള് എന്തെങ്കിലും ഒരു നോട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയമെൻഷൻ ആയിട്ട് കാണിച്ചു തരുന്ന ഒരു തിൻ കണ്ടിന്യൂസ് ലൈൻ, അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദി ആൻസർ ഈസ് ലീഡർ ലൈൻ ആണ്. ലീഡർ ലൈൻ. ഇപ്പൊ ലീഡർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് അത് ഏത് ടൈപ്പ് ലൈൻ വെച്ചുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യാന്ന് അറിയണം. തിൻ കണ്ടിന്യൂസ് ലൈൻ, തിക്ക് ലൈൻ ഉപയോഗിക്കരുത്. തിക്ക് ലൈൻ നമ്മൾ മെയിൻലി ഉപയോഗിക്കുക വിസിബിൾ എഡ്ജസിനെ റെപ്രസെന്റ് ചെയ്യാനാണ്. തിൻ കണ്ടിന്യൂസ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കുന്ന ഒരു ലൈനാണ് എന്ത്? ലീഡർ ലൈൻ. ഇറ്റ് കണക്ട്സ് എ നോട്ട് ഓർ ഡയമെൻഷൻ വിത്ത് ദ ഫീച്ചർ ടു വിച്ച് ഇറ്റ് അപ്ലൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഈ ഒബ്ജക്റ്റിന്റെ ഇവിടെ ഒരു ഹോൾ ഉണ്ട്. ഇവിടെ ഒരു ഹോൾ നിങ്ങൾക്ക് കാണാം. ഈ ഹോളിന്റെ ഡയമീറ്റർ 3 mm ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഡയമെൻഷൻ കാണിക്കാനായിട്ട് ഒരു ആരോ വെച്ചുകൊണ്ട് ഒരു ഇൻക്ലൈൻഡ് ലൈൻ കാണിക്കുന്നു. ഈ ഇൻക്ലൈൻഡ് ലൈനിന്റെ എൻഡിൽ ഒരു ഹൊറിസോണ്ടൽ പോർഷൻ എപ്പോഴും വേണം. ഈ ഹൊറിസോണ്ടൽ പോർഷൻ വിളിക്കുന്ന പേരാണ് ഷോൾഡർ. ഷോൾഡറിന് എപ്പോഴും എന്തായിരിക്കണം? ഹൊറിസോണ്ടൽ ആയിരിക്കണം. ഈ ഷോൾഡറിന്റെ എൻഡിൽ നമ്മൾ കൊടുക്കാറുണ്ട്. ചിലപ്പോൾ അതിന്റെ ഷോൾഡറിന്റെ മീതിയായിട്ടും കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എൻഡിലാണ് കൊടുക്കുന്നത്.
ഇനി ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന ഒരു ഡയമെൻഷനാണ്. ഇനി ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഡോട്ട് ഇട്ടിട്ടുണ്ട്. ഈ ഡോട്ടിന് ഒരു ലൈൻ ഇതുപോലെ പോയിട്ടുണ്ട്. ഡു നോട്ട് പെയിന്റ് ദിസ് സർഫസ്. അപ്പൊ ഈ സർഫസിൽ പെയിന്റ് അടിക്കാൻ പാടില്ല എന്നുള്ളൊരു ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നോട്ട് കൊടുക്കാനായിട്ട് നമുക്ക് ഈ ലീഡർ ലൈൻ ഉപയോഗിക്കാം. ഇപ്പൊ ലീഡർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ തിൻ കണ്ടിന്യൂസ് ലൈൻ വിത്ത് എ ഹൊറിസോണ്ടൽ ഷോൾഡർ അറ്റ് ദ എൻഡ്. അത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒന്നുകിൽ ഡയമെൻഷൻ കാണിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോട്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻ കൊടുക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ലൈനാണ് ലീഡർ ലൈൻ എന്ന് പറയുന്നത്. What will be the isometric view of a rectangle by free hand sketching? ഒരു റെക്ടാങ്കിളിനെ ഒരു ഐസോമെട്രിക് വ്യൂയിലേക്ക് വരുമ്പോൾ അതിന്റെ ഷേപ്പ് എന്തായിട്ട് മാറും? ആൻസർ ഈസ് ബി, പാരലോഗ്രാം. അപ്പോൾ ഐസോമെട്രിക് വ്യൂ ഓഫ് സം ഇമ്പോർട്ടന്റ് ഒബ്ജക്ട്സ് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്ന്, ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് സ്ക്വയർ ആണ് എടുത്തിരിക്കുന്നത്. സ്ക്വയർ, ഈ സ്ക്വയറിന് ഒരു ഐസോമെട്രിക് വ്യൂയിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു ഐസോമെട്രിക് വ്യൂവിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെർട്ടിക്കൽ എഡ്ജസ് ഒക്കെ വെർട്ടിക്കൽ ആയിട്ട് തന്നെ ഇരിക്കും. പക്ഷെ ഹൊറിസോണ്ടൽ എഡ്ജസ് ഒക്കെ 30 ഡിഗ്രിയിൽ അങ്ങോട്ട് റൊട്ടേറ്റ് ആവും. അത് പറഞ്ഞില്ലേ, ഒരു ക്യൂബിന്റെ കേസ് വരച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐസോമെട്രിക് ആക്സസ് തമ്മിൽ 120 ഡിഗ്രിയാണ്, പക്ഷെ ഓരോ ഹൊറിസോണ്ടൽ ലൈൻസുകളൊക്കെ 30 ഡിഗ്രിയിലേക്ക് ചെരിഞ്ഞ പോലെ വരും. സോ ഈ ആംഗിൾ ഒക്കെ 30 ഡിഗ്രി ആയിട്ട് മാറും. പക്ഷെ ഇവിടെ എല്ലാ സൈഡ് ലെങ്ത്തും ഈക്വൽ അല്ലേ? എല്ലാ സൈഡ് ലെങ്ത്തും ഈക്വലാ. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഐസോമെട്രിക് വ്യൂയിലേക്ക് വരുമ്പോൾ എല്ലാ എഡ്ജസും ഷോർട്ടൻഡ് ആയിട്ട് മാറും. എന്ന് വെച്ചാൽ എത്രയായിട്ട് മാറും? 0.82 ടൈംസ് എ ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. 0.82 ടൈംസ് അല്ലെ? ഐസോമെട്രിക് സ്കെയിൽ എന്ന് പറഞ്ഞ ഒരു സ്കെയിൽ നമ്മൾ പഠിച്ചിരുന്നു. ഏകദേശം 81.6 അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് 82 ആയിട്ട് എടുക്കാം. ആ 0.82 ടൈംസ് ആയിട്ട് ഷോർട്ടൻഡ് ആയിട്ട് മാറും. അപ്പൊ ഇത് 1 മീറ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഇത് 0.82 മീറ്ററിലേ വരയ്ക്കാൻ പാടുള്ളൂ. ഇനി ഇതെല്ലാ സൈഡുകളും ഈക്വൽ ലെങ്ത്, പക്ഷെ എല്ലാ ആംഗിൾസും അതർ ദാൻ 98 വരുമ്പോൾ ഇത് എന്ത് ഷേപ്പാണ്? ദിസ് ബിക്കംസ് എ റോംബസ്. റോംബസ്. അപ്പോൾ സ്ക്വയറിന്റെ കേസിൽ അതിന്റെ ഐസോമെട്രിക് വ്യൂ ബിക്കംസ് എ റോംബസ്. ഇനി ഇതൊരു റെക്ടാങ്കിൾ ആയിരുന്നു എന്ന് വിചാരിക്കാം. റെക്ടാങ്കിൾ ആയിരുന്നുവെങ്കിൽ അത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? ഒരു പാരലോഗ്രാം പോലെയായിട്ട് മാറും. പാരലോഗ്രാം പോലെയായിട്ട് മാറും. അപ്പോൾ സ്ക്വയറിന്റെ കേസിൽ റോംബസ്, റെക്ടാങ്കിളിന്റെ കേസിൽ പാരലോഗ്രാം. ഇനി ഇവിടെ സർക്കിൾ ഉണ്ടോ? സർക്കിളിന്റെ കേസിൽ അത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? ഒരു എലിപ്സ് ആയിട്ട് മാറും. സർക്കിളിന്റെ ഒരു ഐസോമെട്രിക് വ്യൂ ഈസ് എലിപ്സ്. ഇനി സ്ഫിയറിന്റെ കേസിൽ പ്രത്യേകത എന്ന് വെച്ചാൽ സ്ഫിയറിന്റെ കേസിൽ എപ്പോഴും സ്ഫിയർ ആയിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുക. മാത്രമല്ല ഈ സ്ഫിയറിന്റെ റേഡിയസിന് യാതൊരു മാറ്റമില്ല. കാരണം സ്ഫിയറിന് നിങ്ങൾ എങ്ങനെ ചരിച്ച് നോക്കിയാലും ഒരു ഷോർട്ടൻഡ് ആയിട്ട് തോന്നില്ല. ഒരു ക്രിക്കറ്റ് ബോളോ അല്ലെങ്കിൽ ഫുട്ബോളോ എടുത്തിട്ട് നിങ്ങൾ എങ്ങനെ ചരിച്ച് നോക്കിയാലും നിങ്ങൾക്ക് അതേ സൈസിലുള്ള വേറൊരു സർക്കുലർ ഷേപ്പാണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് സ്ഫിയറിന്റെ റേഡിയസിന് യാതൊരു മാറ്റവും സംഭവിക്കാതെ സെയിം സൈസിലുള്ള ഒരു സ്ഫിയർ ആയിട്ട് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഐസോമെട്രിക് വ്യൂവിലും കിട്ടുക. പക്ഷേ ഈ സ്ഫിയർ വേറൊരു ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് സർഫസിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ CP എന്ന് പറയുന്നത് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സ്ഫിയറിന്റെ സെന്ററും ഇവിടെ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്റ്റും അല്ലെ, അവർ തമ്മിലുള്ള ഒരു റേഡിയസ് ആണ്. അതിനൊരു വ്യത്യാസം വരും. കാരണം അത് ഈ ഒരു ഒബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഒബ്ജക്റ്റിന്റെ എന്ന് പറയുന്നത് സ്ഫിയർ അല്ല. അത് മാറുന്നത് കൊണ്ട് ഈ സൈസ് 0.82 ടൈംസ് ആയിട്ട് മാറും. ഓക്കെ, അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റർ ഓഫ് സ്ഫിയർ ആൻഡ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് അത് ഐസോമെട്രിക് സ്കെയിലിലേക്ക് വരും. സ്ഫിയറിന്റെ റേഡിയസ് അപ്പോഴും ഒറിജിനൽ ഡയമെൻഷനിൽ തന്നെയായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. സോ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ സ്ക്വയർ ഈസ് റോംബസ്, പ്രൊജക്ഷൻ ഓഫ് എ സർക്കിൾ ഈസ് എലിപ്സ്, sphere is a circle whose diameter equal to diameter of the sphere itself. Distance between center of sphere and point of contact of the sphere with a plane becomes 0.82 times radius ആയിട്ട് മാറും. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന റെക്ടാംഗിളിന്റെ കേസിൽ അത് എന്തായിട്ട് മാറുന്നു? പാരലോഗ്രാം ആയിട്ട് മാറുന്നു. പാരലോഗ്രാം ആയിട്ട് മാറുന്നു. ഓക്കെ, നെക്സ്റ്റ്. വാട്ട് ഈസ് ദ ടേം നെയിം ഓഫ് ലൈൻ when a straight lines are drawn from various points on the contour of an object to meet the plane? അതായത് ഇവിടെ ഒരു പ്ലെയിൻ ഉണ്ട്. ഈ പ്ലെയിനിലേക്ക് നിങ്ങൾക്ക് ആ ഒബ്ജക്റ്റിന്റെ ഒരു പ്രൊജക്ഷൻ ഡെവലപ്പ് ചെയ്യണം. ഇവിടെയാണ് നിങ്ങളുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ഈ ഒബ്ജക്റ്റിന്റെ ഔട്ടർ ബൗണ്ടറിനെ വിളിക്കുന്ന പേരാണ് അതിന്റെ കോണ്ടൂർ എന്ന് പറയുന്നത്. ഈ കോണ്ടൂറിൽ നിന്ന് ഈ ഒബ്ജക്റ്റിലേക്ക് പോകുന്ന ഈ ലൈറ്റ് റേസിനെ വിളിക്കുന്ന പേരെന്താണ്? ദേ ആർ നത്തിങ് ബട്ട് ദ പ്രൊജക്ടേഴ്സ്. അതല്ലേ പ്രൊജക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ പ്രൊജക്ടേഴ്സിന്റെ ഒരു ഡെഫിനേഷനും കൂടിയാണ് ഈ ക്വസ്റ്റ്യൻ. ദ ലൈൻ വിച്ച് ആർ drawn from various points from the boundary അല്ലെങ്കിൽ contour of an object to meet the plane. ഏത് പ്ലെയിനിലാണ് എനിക്ക് ആ ഇമേജ് വേണ്ടത്, ആ ഇമേജ് വേണ്ട പ്ലെയിനിലേക്കുള്ള ലൈൻസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഈ പറഞ്ഞ പ്രൊജക്ടേഴ്സ്. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വാട്ട് ടൈപ്പ് ഓഫ് സെക്ഷൻ 1/4 ഓഫ് ദ ഒബ്ജക്ട് ഈസ് റിമൂവ്ഡ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെക്ഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിൽ ഫുൾ സെക്ഷൻ, ഹാഫ് സെക്ഷൻ, റിവോൾഡ് സെക്ഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ആൻസർ ഹാഫ് സെക്ഷൻ ആണ് വരുന്നത്.
ഇപ്പൊ ഫുൾ സെക്ഷൻ എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തു, എൻറ്റയർ പോർഷനിൽ കട്ട് ചെയ്തിട്ട് കാണിക്കുന്നതാണ് ഈ ഫുൾ സെക്ഷൻ. സെക്ഷൻ വി ഒബ്റ്റൈൻഡ് ബൈ അസ്യൂമിംഗ് ദാറ്റ് ദ ഒബ്ജക്റ്റ് ഈസ് കംപ്ലീറ്റ്ലി കട്ട് ബൈ എ പ്ലെയിൻ, ദാറ്റ് ഈസ് കോൾഡ് ഫുൾ സെക്ഷൻ അല്ലെങ്കിൽ സെക്ഷണൽ വ്യൂ. ഇനി ഹാഫ് സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിംഗ് പ്ലെയിൻ റിമൂവ്സ് ഓൺലി 1/4 ഓഫ് എൻ ഒബ്ജക്റ്റ്. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു സിമെട്രിക് ഒബ്ജക്റ്റാണ്, മേ ബി ഒരു സിലിണ്ടർ ആണെന്ന് വിചാരിക്കാം. ഈ സിലിണ്ടർ എനിക്ക് ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം സിലിണ്ടറിന്റെ ഒരു സെർട്ടൻ പോർഷൻ കട്ട് ചെയ്താൽ മതി. ഇത്രയും പോർഷൻ കട്ട് ചെയ്ത് കളയും. അതാണ് എന്ത് പറയുന്നത്, ഹാഫ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രിഫേർഡ് ഫോർ സിമെട്രിക്കൽ ഒബ്ജക്ട്സ്. ഇതൊരു ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. സിമെട്രിക്കൽ ഒബ്ജക്ട്സിന് പ്രിഫർ ചെയ്യുന്ന സെക്ഷൻ ഏതാണെന്ന് വെച്ചെങ്കിൽ അത് ഹാഫ് സെക്ഷൻ ആണ്, ഫുൾ സെക്ഷൻ വേണ്ട. ഫോർ സിമെട്രിക്കൽ ഒബ്ജക്ട് ഹാഫ് സെക്ഷണൽ വ്യൂ ഇസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ബോത്ത് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡീറ്റെയിൽസ് ഇൻ ദ സെയിം വ്യൂ. ഇവിടെ കാണാം, ഇവിടെ ഒരു സിലിണ്ടറിക്കൽ പോർഷൻ ഉണ്ട്, ഡിഫറൻസ് ഡയമെൻഷൻ ഉണ്ട്, പക്ഷെ അത് സിമെട്രിക്കൽ ആയതുകൊണ്ട് ഒരു സർട്ടൻ പോർഷൻ 90 ഡിഗ്രിയിലുള്ള ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്ത് കളഞ്ഞ് അത് തുറന്നു വെച്ചിരിക്കുക. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിന്റെ ഇന്റേണൽ ഫീച്ചേഴ്സും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സും മറ്റേ ടൈം കാണാൻ പറ്റും. ഫുൾ സെക്ഷനിൽ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ പിന്നെ ഒരു ഭാഗവും എനിക്ക് അവിടെ കാണാൻ പറ്റില്ല, അതവിടെ കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആണ്. ഇതാണ് സിമെട്രിക്കൽ സെക്ഷൻ ഉപയോഗിക്കുന്നത്. And the last one is revolved section. It shows a cutting plane perpendicular through the feature. Cutting plane is then rotated by 90 degree and the measurements are projected to adjacent views. അപ്പോൾ ഇവിടെ കാണാം ഒരു ഒബ്ജക്റ്റ്, ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഒബ്ജക്റ്റിനെ ഇവിടെ വെച്ച് കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്യുമ്പോൾ എനിക്ക് ആ കട്ടിംഗ് പ്ലെയിൻ ഓക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു, പക്ഷെ എനിക്ക് ഇതിന്റെ ക്രോസ് സെക്ഷൻ കാണാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ കട്ട് ചെയ്ത പോർഷൻ എനിക്ക് റൊട്ടേറ്റ് ചെയ്ത് എനിക്ക് കാണിച്ചു തരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നു ഇതൊരു ടി സെക്ഷൻ ആയിരുന്നു എന്നുള്ളത്. ഒരു ടി സെക്ഷൻ ആണെന്നുള്ളത് എനിക്ക് ഇതിന്താണ് അതിന്റെ സെക്ഷൻ എന്നുള്ളത് എനിക്ക് ഇവിടെ കാണിച്ചു തരുന്നു. അങ്ങനെ ആ ക്രോസ് സെക്ഷൻ ഫീച്ചർ എന്താണെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആ കട്ട് ചെയ്ത ആ ഒരു സെക്ഷനെ ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് ഒബ്സർവർക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ കാണിച്ചു തരുന്നതിനാണെന്ന് പറയുന്നത് റിവോൾവ്ഡ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ ഒബ്ജക്റ്റിനെ കട്ട് ചെയ്തിട്ട് ഇവിടെ ആ ക്രോസ് സെക്ഷണൽ വ്യൂ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരികയാണ് ഇവിടെ. ഓക്കെ, എ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ, ഈ ഒരു പോർഷൻ കട്ട് ചെയ്തത് അവിടെ ഒരു ക്രോസ് സെക്ഷൻ ഒരു ഇൻവെർട്ടഡ് ടി ഷേപ്പ് ആണെന്നുള്ളത് കാണിച്ചു തരുന്നതാണ് റിവോൾവ്ഡ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോളിഡ് സെക്ഷൻസ്. അപ്പൊ നമുക്ക് ഇത്രയും പോർഷൻസ്, എല്ലാ പോർഷൻസ് ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും മാക്സിമം പോയിന്റ്സുകൾ അതിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ വീണ്ടും റിവൈസ് ചെയ്യുക, റിമൈനിങ് പോർഷൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. Amaze Academy. Call 82817 41894.